ഓക്കെ സോ വെരി ഗുഡ് ഈവനിങ്. യെസ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എല്ലാ കുട്ടികളും വീഡിയോ കോൺ ചെയ്ത് പ്രോപ്പർ ആയിട്ട് വന്നിരിക്കുക. അപ്പോ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം എന്നാണ് സാറേ? നിങ്ങൾക്ക് വെള്ളിയാഴ്ച 13-ാം തീയതിയാണ് ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം വരുന്നത്. എല്ലാ പോർഷൻസും പഠിച്ച് സെറ്റ് ആയിട്ടൊക്കെയാണ് കൈവിശി കാണിച്ചേ. 12 ചാപ്റ്റർ ഉണ്ട്. 12 ചാപ്റ്ററും അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുകയാണെങ്കിൽ കൈയൊന്നും വീശില്ലല്ലോ, കൈയൊക്കെ ബാക്കിട്ട് വെച്ചേക്കണം. പഠിച്ചിട്ടില്ലേ അമർനാഥേ? നീ പഠിച്ചില്ലേ പോർഷനൊക്കെ? കേറിയത് അവത്തായിരുന്നു വിചാരിക്കണം അമർനാഥിന്റെ പോലെ. എല്ലാവരും എല്ലാ പോർഷൻസ് ഒക്കെ പഠിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോ നമ്മളപ്പോ ഇന്നും നാളെയും നമുക്ക് ക്ലാസ് ഉണ്ട് ബിസിനസ് സ്റ്റഡീസിന്റെ. അപ്പൊ ആദ്യത്തെ ഒരു 6 ചാപ്റ്ററോളം നമ്മൾ ഇന്ന് പറയാൻ ശ്രമിക്കും. മാക്സിമം 5 കവർ ചെയ്യും. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നാളെ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ മക്കളെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ഓരോ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും പോർഷൻസ് ആയിരിക്കും പറയാ. അതിനുശേഷം പ്രത്യേകം പറയാണ്, നാളെ മോർണിംഗിൽ ക്ലാസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസും 1 വേർഡും ഡിസ്കസ് ചെയ്യാനുള്ള ക്ലാസ്സിൽ എല്ലാവരും ജോയിൻ ചെയ്യണം. നാളത്തെ ക്ലാസ്സിലും രാവിലെ 6 മണി മുതൽ 7:30 വരെ ആയിരിക്കും നാളത്തെ ക്ലാസ്. നേരത്തെ പറഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മള് ആദ്യം നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടെന്ന് നോക്കാണ് സാറേ. മൊത്തം നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന് 12 ചാപ്റ്റേഴ്സ് ആണ് +1 പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ തന്നെ ഒരുപാട് മാർക്ക് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്, മാർക്ക് കുറവിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സില് 6th ചാപ്റ്റർ ഓൺവേർഡ്സ് ആയിട്ട് നമുക്ക് നോക്കി പോവാം. അപ്പൊ ഫസ്റ്റ് നമ്മള് 3 ടൈം ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഫസ്റ്റ് ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് ഉണ്ട്, പിന്നെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്, പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസസ് ഉണ്ട്. സെക്കൻഡ് ടൈമിലേക്ക് വരികയാണെങ്കിൽ ബിസിനസ് സർവീസസ്, എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ്, അതേപോലെ തന്നെ ഫോർമേഷൻ ഓഫ് എ കമ്പനി, പിന്നെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് സോഴ്സ് ഓഫ് ബിസിനസ് ഫൈനാൻസ് ആണ് സെക്കൻഡ് ടൈമിൽ വരുന്നത്. ഇനി തേർഡ് ടൈമിലേക്ക് വരാണെങ്കിലോ MSME ഒരു ചെറിയ ചാപ്റ്റർ വരുന്നുണ്ട്, അതുപോലെ ഇന്റേണൽ ട്രേഡ് വരുന്നുണ്ട്, ഇന്റർനാഷണൽ ബിസിനസിന്റെ പാർട്ട് 1ഉം പാർട്ട് 2 വരുന്നുണ്ട്. അങ്ങനെ മൊത്തം 12 ചാപ്റ്ററാണ് എനിക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 തുടങ്ങിയിട്ട് ലാസ്റ്റ് വരെയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ചോദിക്കുക. അപ്പൊ ഇവിടെ ഇന്ന് പറയുന്ന എല്ലാ ടോപ്പിക്സും എന്ത് ചെയ്യുക, നന്നായിട്ട് നാളത്തേക്ക് പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്ന് കുറച്ച് കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കാരണം നാളേക്ക് പഠിക്കാനുള്ള ദിവസം നിങ്ങൾക്ക് ഉണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് എടുക്കുന്ന പോർഷൻസ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം നാളത്തെ ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണ് കൈവിശിക്കാൻ? ഓക്കെ അല്ലേ? നമ്മുടെ കുട്ടികൾ പഠിച്ചെന്നൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ജിസാറോടെ വന്നിട്ടുണ്ട്. അക്കൗണ്ടൻസിയുടെ എക്സാം വളരെ എളുപ്പമായ സന്തോഷം ആ മുഖത്തിങ്ങനെ നന്നായിട്ട് കാണുന്നുണ്ട്. അതേപോലെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം കഴിയുമ്പോൾ നിങ്ങൾ അത്രയും എളുപ്പമായി എന്ന് പറയണം. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ക്ലാസ് ഇരിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ സാറേ? വേഗം വീഡിയോ ഓണാക്കാം. ഇനിയും കുറച്ച് കുട്ടികളും കൂടി വീഡിയോ ഓണാക്കാറുണ്ട് മക്കളെ, വേഗം വീഡിയോ ഓണാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 6 സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പഠിക്കാനുണ്ട്, ബിസിനസിന്റെ എത്തിക്സിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പൊ എത്രയാണ് ഈ ചാപ്റ്ററിന്റെ സ്കോർ വരുന്നത്? 6 മാർക്കോളം ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വരാം. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ അതനുസരിച്ച് ചാപ്റ്റേഴ്സ് പഠിക്കുക. എസ് ഇതും ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ നമ്മൾ ഒരു 5 മാർക്ക് 4 മാർക്ക് മാക്സിമം മനസ്സിൽ കണ്ടിട്ട് വേണം ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം പഠിക്കേണ്ടത് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. എന്താണ് ബിസിനസ്മാന്റെ ഒബ്ലിഗേഷൻ ആണ് അല്ലെ? നമ്മൾ സൊസൈറ്റിയോട് കാഴ്ചവെക്കേണ്ട എന്താണോ റെസ്പോൺസിബിലിറ്റി, അതിനെയാണ് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നമ്മൾ എപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ സൊസൈറ്റിയുടെ എന്താണ് വാല്യൂസും അവരുടെ ഒബ്ജക്റ്റീവ്സ് കൺസിഡർ നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് അതിനാണ് എന്ത് പറയുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ മീനിങ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വാട്ട് മീൻ ബൈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നു. സൊസൈറ്റിയുടെ വാല്യൂസിനൊക്കെ കൺസിഡർ ചെയ്തോണ്ട് വേണം എന്ത് ചെയ്യാൻ, ബിസിനസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കേണ്ടത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്, വേണ്ട എന്ന് പറയുന്ന പോയിന്റ്സ് ഉണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഫോറെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത് വേണം എന്നാണ്, എഗെയിൻസ്റ്റ് എന്ന് കണ്ട വേണ്ട എന്നാണ്. പ്രത്യേകം നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണമെന്ന് പറയുന്ന എല്ലാം പഠിച്ചില്ലെങ്കിലും മിനിമം ഒരു 4 പോയിന്റ് എക്സ്പ്ലനേഷൻ അടക്കം പഠിക്കണം മക്കളെ. ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ജസ്റ്റിഫിക്കേഷൻ ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് ഗ്രോത്ത് അല്ലെ? ബിസിനസിന്റെ എക്സിസ്റ്റൻസിനും ഇതിനടുത്ത് എന്താണ് ലോങ് ടൈം ഇൻട്രസ്റ്റ്. നമ്മുടെ ബിസിനസ് എന്താ വേണ്ടത്? ലോങ് ടൈമിലേക്ക് ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓൺ ഗോയിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ബിസിനസ് ലോങ് ടൈമിലേക്ക് സർവേയിൽ വേണ്ടത് ബിസിനസിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. അവോയ്ഡൻസ് ഓഫ് ഗവൺമെന്റ് റെഗുലേഷൻ അല്ലെ? ഗവൺമെന്റ് വെറുതെ ചൊറിയാതിരിക്കാൻ എന്ത് വേണം, നമ്മൾ സൊസൈറ്റിയോടുള്ള ഒബ്ലിഗേഷൻ ഒക്കെ കീപ്പ് ചെയ്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ആണ് മെയിൻ്റെനൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റി നമ്മൾ എന്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. നമ്മൾ സൊസൈറ്റിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല അല്ലെ? പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യണം. നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് വിത്ത് ബിസിനസ് അല്ലെ?
ബിസിനസിന്റെ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യാം എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി എന്ത് വേണം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. ഇനി നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം നമ്മളുടെ അവസരങ്ങളാക്കി മാറ്റണം അല്ലെ. അപ്പൊ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. അതുപോലെ ബിസിനസിന്റെ എൻവയോൺമെന്റ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും എന്ത് വേണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഈ റീസൺസ് ഒക്കെ ഉണ്ട് എന്തിന് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്ന് പറയുന്ന ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റിയാലിറ്റി എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അത് നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ എഴുതി വെച്ചാലും മതി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ആർഗ്യുമെന്റ്സിന്റെ ഫേവറബിൾ പോയിന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്ന് സാധൂകരിക്കുന്ന പോയിന്റ്. ക്ലിയർ ആണ്? എങ്ങനെയായിരിക്കും വൈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് നീഡഡ് ഇൻ എ ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. എന്തിനാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ടത്? എഴുതി വെക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ട എന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സ്. എന്തൊക്കെയാണ് ഫസ്റ്റ് കാര്യങ്ങള്? വയലേഷൻ ഓഫ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് അല്ലെ. ബിസിനസിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആകുമ്പോൾ ബിസിനസിന്റെ എന്താണ് ആ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ ഇങ്ങനെ വിട്ടുവിട്ട് പോകും അല്ലെ. നെക്സ്റ്റ് എന്താണ്? ബർഡൻ ഓൺ കൺസ്യൂമേഴ്സ്. നമ്മള് സോഷ്യലി റെസ്പോൺസിബിൾ ആകുമ്പോൾ അതിനുണ്ടാകുന്ന കോസ്റ്റ് നമ്മൾ എവിടെയാ ചാർജ് ചെയ്യുക? കൺസ്യൂമേഴ്സ് കൊടുക്കുന്ന പ്രൊഡക്റ്റുമ്പോഴാണ് അതിന്റെ പ്രൈസുമാണ് ചാർജ് ചെയ്യുക അല്ലെ. അപ്പൊ അത് കൺസ്യൂമേഴ്സിന് വീണ്ടും ബർഡൻ ആയിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് കൺസ്യൂമേഴ്സിന്റെ ഭാരം കുറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക അധികം അങ്ങനെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടതാണ് പറയുന്നത്. ലാക്ക് ഓഫ് സോഷ്യൽ സ്കിൽസ്. അതായത് ഒരു ബിസിനസ്മാൻ എപ്പോഴും എന്താണ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യാനുള്ള സ്കില്ല് കുറവായിരിക്കും അല്ലെ. അയാൾക്ക് ബിസിനസ് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ സോഷ്യൽ സ്കില്ല് കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അധികം എസ് ആറിന്റെ പുറകെ പോകാൻ പാടില്ല. എസ് ആർ മീൻസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. പബ്ലിക് എപ്പോഴും നമ്മളിങ്ങനെ സൊസൈറ്റിയോട് ഇടപെടുമ്പോൾ എന്താണ് സൊസൈറ്റിയുടെ സപ്പോർട്ട് നമുക്ക് കുറവായിരിക്കും. അപ്പൊ ബിസിനസ്മാൻ എപ്പോഴും ഇടപെടുമ്പോൾ അവർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് സൊസൈറ്റിയിൽ നമ്മൾ എന്ത് ചെയ്യുക അധികം ഇടപെടാണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് മാത്രം പോകാം. അതിനാണ് എന്ത് പറയാ ലാക്ക് ഓഫ് ബോത്ത് പബ്ലിക് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണ്ട അല്ലെങ്കിൽ എന്താണ് അതിന് അഗെയിൻസ്റ്റ് ആയ പോയിന്റ്സ്. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് വേണം ഈ ഒരു ആൻസറിലേക്ക് പോകാൻ വേണ്ടി. ഫസ്റ്റ് പറഞ്ഞത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം എന്ന് പറയുന്ന പോയിന്റ്സ് ആണ്. രണ്ടാമത് എന്താണ് അത് വേണ്ട എന്ന് പറയുന്ന പോയിന്റ്സ്. ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ ഷുവർ ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷനുകൾ മക്കളെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ക്ലിയർ ആണ് കൈവശം കാണിച്ച് ഓക്കെ ആണെങ്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ സെറ്റ് അല്ലേ? യെസ് ഓക്കെ. ഇനി ഈ ചാപ്റ്ററിലെ ഡൗട്ട് ഉണ്ടോ മക്കളെ? യെസ് ഗുഡ് ഈവനിങ്. ഫേവറബിൾ എന്ന് വെച്ചാൽ അത് ഫേവറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫോർ തന്നെ. അഗേൻസ്റ്റ് അല്ല, ഫേവറബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അതിനെ അംഗീകരിക്കുന്ന പോയിന്റ്സ് ആണ്. അത് വേണമെന്ന് പറയുന്ന പോയിന്റ്സ് ആണ് ആദ്യം പറഞ്ഞ പോയിന്റ്സ്. അഗേൻസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആയില്ലേ? ഇത് അത് തന്നെ അത്രേ ഉള്ളൂ. ഓക്കെ. ഇനി ഒപ്പോസ് ചെയ്യുന്ന പോയിന്റ്സ് എന്താണ്? അത് തന്നെ അഗേൻസ്റ്റ് ഒപ്പോസ് ചെയ്യുന്നത്. ഓക്കെ. എന്താണ് ഫേവറബിൾ പോയിന്റ്സ് ആണെങ്കിൽ സപ്പോർട്ട് ഫേവറബിൾ എന്ന് ഓർത്ത് വെക്കുക. 4 ഫേവറബിൾ പോയിന്റ്സ് ആണ്. അതുപോലെ ഒപ്പോസ് ചെയ്യുന്നത് അഗെയിൻസ്റ്റ് പോയിന്റ്സ് ഒക്കെയാണ്. അൺഫേവറബിളും എന്താണ് അഗെയിൻസ്റ്റ് പോയിന്റ്സ് ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? ഇനി പറയാൻ പോകുന്നത് കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് 4 ടൈപ്പ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഹെഡിങ് മാറിപ്പോകരുത്. പല കുട്ടികൾക്കും ഇനിയിപ്പോ പറയുന്ന പോർഷനും ഇനി പറയാൻ പോകുന്ന പോർഷനും തമ്മിൽ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ? പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് എത്ര ടൈപ്പ് എസ് ആർ മീൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് അല്ലെ. എക്കണോമിക് റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് പഠിച്ചിരിക്കാൻ മക്കളെ. എക്കണോമിക് എന്ന് വെച്ചാൽ എന്താണ്? പൈസ അല്ലെ. അപ്പൊ നോക്കാം, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന് വിൽക്കുന്നുണ്ട്, സൊസൈറ്റിക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുക, സൊസൈറ്റിക്ക് വിൽക്കുക, അതാണ് എന്ത് എക്കണോമിക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതെന്താണ്? ലീഗൽ റെസ്പോൺസിബിലിറ്റി. ഇവിടെ എന്തായിരിക്കും പറയാ? നിയമപ്രകാരം. നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ബിസിനസ് ചെയ്യണം. നമ്മൾ എന്തൊക്കെ ആക്ടുകൾ ഉണ്ട്? കമ്പനി ആക്ട് അനുസരിച്ച് നമ്മൾ കമ്പനി ഫോം ചെയ്യും അല്ലെ. പാർട്ണർഷിപ്പ് ആക്ട് അനുസരിച്ച് പാർട്ണർഷിപ്പ് ഫോം ചെയ്യും. അപ്പൊ ഏതൊക്കെ ആക്ട് ഉണ്ടോ ഏതൊക്കെ നിയമങ്ങളുണ്ടോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ബിസിനസിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. അതിന് പറഞ്ഞ പേരാണ് എന്ത്? ലീഗൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ അടുത്താണ് എന്ത്? എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി. എത്തിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മാനിട്ട് ബിസിനസ് ചെയ്യല്ലേ. നമ്മൾ സൊസൈറ്റി ഒരു ബിസിനസ്മാൻ ആകുമ്പോൾ എന്ത് ചെയ്യും? സൊസൈറ്റി കുറെ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. നല്ല ബിഹേവിയർ, നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക, ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അധികം അഡൾട്ടറേഷൻ ഒക്കെ കാണിക്കാണ്ടിരിക്കുക, പിന്നെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ സൊസൈറ്റി നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പൊ സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബിസിനസ്മാന്റെ ഗുഡ് ബിഹേവിയറിനെയാണ് എന്ത് പറയാ? എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ അർത്ഥം. അടുത്ത ലാസ്റ്റ് വൺ വരുന്നത് ഡിസ്ക്രിഷണറി. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് സാറേ. മക്കളെ വൺവേഡൊക്കെ ചോദിച്ചു വെക്കും, ശ്രദ്ധിക്കുക. ഡിസ്ക്രിഷണറി എന്ന് പറയുമ്പോൾ ഇത് മൂന്നും എന്തായാലും ഒരു ബിസിനസ്മാൻ ചെയ്തേ പറ്റൂ. ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ക്ലിയർ ആണ്? കൈവശിക്കാൻ
പക്ഷെ ഇതങ്ങനെയല്ല. ബിസിനസ്മാൻ എന്താണ് സ്വന്തമായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ റെസ്പോൺസിബിലിറ്റിക്ക് പോയാൽ മതി. എന്താ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്? ഒരു ബിസിനസ്മാൻ സ്വന്തം എന്താണ് ഒബ്ലിഗേഷൻ വോളണ്ടറി ആയിട്ട് ഒരു കടമ പോലെ ഏറ്റെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഡൊണേഷൻ കിട്ടിയ പ്രോഫിറ്റ് എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് സഹായിക്കുക, ആർക്കെങ്കിലും പഠിക്കാനുള്ള കാര്യങ്ങൾ കൊടുക്കുക, ഡൊണേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ചെയ്യുക. എക്സാമ്പിൾ ഒക്കെ ഹെൽപ്പിംഗ് പീപ്പിൾ എഫക്റ്റഡ് ഫ്ലഡ് ഫ്ലഡ് എഫക്ട് ചെയ്ത എർത്തേക്ക് എഫക്ട് ചെയ്ത ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുക. അപ്പൊ ഇതേപോലെ ബിസിനസ്മാൻ ചെയ്യുന്ന എന്താണ് സഹായങ്ങളെയാണ് എന്ത് പറയാ ഡിസ്ക്രിപ്ഷണറി റെസ്പോൺസിബിലിറ്റി എന്ന് പറയാ. കേൾക്കാനുള്ള മക്കളെ. അപ്പൊ അയാൾ പൈസ ചെലവാക്കിയിട്ട് എന്തെങ്കിലും ഡൊണേഷൻ കൊടുക്കുന്നു, എന്തെങ്കിലും സഹായം ചെയ്യുന്നു, മറ്റൊരാൾക്ക് എന്താണ് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു, ഇതൊക്കെ എന്താണ് ഡിസ്ക്രിപ്ഷണറി റെസ്പോൺസിബിലിറ്റി ആണ്. ഇത് പ്യുവർലി വോളണ്ടറി ആണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ക്ലിയർ ആണ്? കൈവശി കാണിച്ചൊക്കെ ആണെങ്കിൽ ഇത് വ്യക്തമായിട്ട് പഠിച്ചോളണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്, ലീഗൽ, എത്തിക്കൽ, ഡിസ്ക്രിപ്ഷണറി. ചിലപ്പോ എക്സാമ്പിൾ ഒക്കെ വെച്ച് ചോദിച്ചിട്ടുണ്ടാവും. ക്ലിയർ ആയിട്ട് പഠിക്കുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മള് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോൾ മറ്റു റിലീജിയൻസിന്റെ മേൽ നമ്മൾ ഏതെങ്കിലും സൊസൈറ്റിയെ മാത്രം നമ്മൾ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അത് എത്തിക്കൽ റെസ്പോൺസിബിലിറ്റിക്ക് എതിരാണ്. അത് ഓർത്ത് വെച്ചേക്കാം. എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായില്ല എന്ന് കൈവശി കാണിച്ചിട്ടുണ്ടായില്ല, ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പ്രത്യേകം ആ എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് പഠിക്കാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്തതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. നമുക്ക് മൊത്തം എത്ര ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് വരുന്നുണ്ട്? ഫസ്റ്റ് ഓണേഴ്സ് വരുന്നുണ്ട്, ദെൻ എംപ്ലോയീസ് വരുന്നുണ്ട്, ഗവൺമെന്റ് വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പറയാൻ പോകുന്നത് ഓണേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്. ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഓണേഴ്സ് ഷെയർ ഹോൾഡേഴ്സ്. അവരുടെ എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ കാണിക്കണം സാറേ? ഫസ്റ്റ് ആണെങ്കിൽ അവർക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു നല്ലൊരു കറക്റ്റ് ആയിട്ട് എന്താണ് ഡിവിഡന്റ് അല്ലെങ്കിൽ എന്താണ് ഒരു റിട്ടേൺ കൊടുത്തോണ്ടിരിക്കുക. അടുത്ത എന്തായിരിക്കും? അതുപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒരു സുരക്ഷിതത്വം അഥവാ സേഫ്റ്റി. അവര് കൊണ്ടുവന്ന ക്യാപിറ്റൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് സേഫ് ആയിട്ട് സൂക്ഷിച്ചു വെക്കുക അല്ലെ. അത് പോയിന്ന് പറയാൻ പാടില്ല. ഇത് മാത്രമല്ല കമ്പനിയെ കുറിച്ചുള്ള ഒരു ഫെയർ വ്യൂ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതന്നെ, എത്ര കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടായി, എങ്ങനെയാണ് കമ്പനി വളർന്നുകൊണ്ടിരിക്കുന്നത്, കമ്പനിയുടെ എക്സ്പാൻഷൻ എങ്ങനെയാണ്, അങ്ങനെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പൊ മൂന്ന് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൂ. കൃത്യമായിട്ട് മൂന്നും പഠിച്ചോളൂ. അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ. സേഫ്റ്റി ഉണ്ടാവണം ഇൻവെസ്റ്റ്മെന്റിന്, ഫൈനാൻഷ്യൽ പൊസിഷൻ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ്? റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. എംപ്ലോയീസിനോടും കൺസ്യൂമേഴ്സിനോടും റെസ്പോൺസിബിലിറ്റി ആണ് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ എന്തായാലും പഠിക്കണേ. എംപ്ലോയീസിനോട് ഫസ്റ്റ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജോലി സാധ്യത നല്ല വർക്ക് ചെയ്യാനുള്ള അന്തരീക്ഷം കൊടുക്കുക അല്ലെ, നല്ല വർക്ക് കൊടുക്കുക. പിന്നെ എന്താണ് കറക്റ്റ് വർക്ക് കണ്ടീഷൻ കൊടുക്കുക. പിന്നെ എന്താ കൊടുക്കേണ്ടത്? എംപ്ലോയീസ് ആണെങ്കിൽ ഫെയർ ആയിട്ട് സാലറികൾ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ അവർക്ക് യൂണിയൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു ഐറ്റം കൊടുക്കുക. അതുപോലെ അവരുടെ പേഴ്സണൽ ഗ്രോത്ത്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, കരിയർ ഗ്രോത്ത് കൊടുക്കുക, പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അതൊക്കെയാണ് എന്ത് എംപ്ലോയീസിനോടും വർക്കേഴ്സിനോടും കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ. ക്ലിയർ ആണല്ലോ? ഏതെങ്കിലും മൂന്നെണ്ണം എളുപ്പം കിട്ടും അല്ലെ. വർക്കിംഗ് കണ്ടീഷൻ, സാലറി കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ ഗ്രോത്ത് കൊടുക്കുക അല്ലെ. അതൊക്കെ എന്താണ് എന്നൊക്കെ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇന്ന് നോക്കേണ്ടത് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കൺസ്യൂമേഴ്സ് ആണ്. ഇതും മക്കളെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. കൺസ്യൂമറോട് നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫസ്റ്റ് എന്താണ്? കറക്റ്റ് ക്വാളിറ്റിയിലും കറക്റ്റ് ക്വാണ്ടിറ്റിയിലും ഗുഡ്സ് ആൻഡ് സർവീസ് കൊടുക്കുക. നല്ല കറക്റ്റ് ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റിയിൽ കൊടുക്കുക. ഇനി കൊടുക്കുന്ന ഗുഡ്സ് ആൻഡ് കൊടുക്കണം സാറേ ചാർജ് ചെയ്യാൻ കുറച്ച് പൈസ അവർക്ക് അഫോർഡബിൾ ആയ രീതിക്ക് പൈസ കൊടുക്കുക. നെക്സ്റ്റ് അടുത്ത് എന്താണ്? അതായത് നമ്മൾ കൺസ്യൂമേഴ്സിനോട് ഒരിക്കലും നമ്മൾ മായം ചേർത്ത ഗുഡ്സ് ഒന്നും വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ക്വാളിറ്റി അതല്ല അഡ്വർടൈസ്മെന്റ് ഒക്കെ പറ്റിക്കാൻ പാടില്ല അല്ലെ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് കസ്റ്റമർ സർവീസസ് ഒക്കെ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻസും പാസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതേപോലെ കൺസ്യൂമേഴ്സിന്റെ ഉത്തരവാദിത്തങ്ങളും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് ഗവൺമെന്റ് ആൻഡ് കമ്മ്യൂണിറ്റി ആണ്. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടത്? അവരുടെ നിയമങ്ങളൊക്കെ അനുസരിച്ച് നമ്മുടെ ലോസ് ഒക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്യുക. ദെൻ നമുക്ക് ടാക്സ് ആയിട്ട് അടയ്ക്കുക. പിന്നെ നമ്മുടെ എൻവയോൺമെന്റ് ഒരു പൊല്യൂഷൻ ഇല്ലാണ്ട് കൊണ്ടുപോകുക. അതുപോലെ എന്താണ് നമ്മുടെ ഇവിടുത്തെ ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. പബ്ലിക്കിന്റെ താല്പര്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. ഇനി എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റിനൊക്കെ വേണ്ടി സഹായിക്കുക. കാരണം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതുണ്ടായി നമുക്ക് തന്നെ ഗുണം ഉണ്ടാവുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നമ്മളൊന്ന് മുന്നിൽ നിൽക്കാം. അത്രയുള്ളൂ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ജസ്റ്റ് 2-3 പോയിന്റ്സ് പഠിച്ചു വെക്കാം. പിന്നെ വീണ്ടും പറയാണ് എംപ്ലോയീസിന്റെയും കൺസ്യൂമേഴ്സിന്റെ ആണ് എപ്പോഴും ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിന് നിങ്ങൾ എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നുള്ള ആലോചിച്ചാൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് വേഗം കിട്ടും. ഓക്കെ, പഠിച്ചെടുക്കാം. ഓക്കെ ആണല്ലോ ക്ലിയറാണ്? കൈവശിക്കാൻ സെറ്റ് ആണെങ്കിൽ ഓക്കെ അല്ലേ. ഇനി അത് പോകാൻ പോകുന്നത് ബിസിനസിന്റെ എന്താണ്
ബിസിനസ് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ എന്താണ് പൊല്യൂഷനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ പൊല്യൂഷൻസ് മലിനീകരണം ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള കുറെ പ്രിവെൻഷൻസ് നമ്മൾ ഇതിൽ എടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, എന്താണ് പൊല്യൂഷൻ എന്ന് പഠിക്കുക. പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലെ ആക്ടിവിറ്റീസ് കൊണ്ട് എന്താണ് നമ്മുടെ എൻവയോൺമെന്റിലേക്ക് അതാണ് എയറോ വാട്ടറോ അതൊക്കെ മോശമാകുന്ന രീതിയിൽ എന്തെങ്കിലും ഹാർംഫുൾ ആയ സബ്സ്റ്റൻസ് എൻവയോൺമെന്റിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ എന്ന് പറയാ. അതൊരു 1 മാർക്കിന് പഠിച്ചു വെച്ചേക്കാം. വട മീൻ ബൈ പൊല്യൂഷൻ. ക്ലിയർ ആണ്, കൈവശിക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് നിങ്ങൾക്ക് ഉണ്ടാക്കിയാൻ പറ്റുന്ന പൊല്യൂഷൻ ആണ്, ഓൾറെഡി പഠിച്ചേക്കുന്ന പൊല്യൂഷൻ ആയിട്ടും ടൈപ്സ് ഓഫ് പൊല്യൂഷൻ ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കും. കേട്ടാ, എന്തൊക്കെ പൊല്യൂഷൻ ഉണ്ട് സാറേ? ഫസ്റ്റ് ലാൻഡ് പൊല്യൂഷൻ, നെക്സ്റ്റ് നോയിസ് പൊല്യൂഷൻ, അടുത്തത് എയർ പൊല്യൂഷൻ, നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ. ലാൻഡ് പൊല്യൂഷൻ വരാം. മണ്ണില് നിങ്ങൾ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞു, അല്ലെങ്കിൽ ഫാക്ടറിക്കകത്ത് ഒരുപാട് വേസ്റ്റുകളൊക്കെ ഡംപ് ചെയ്തു. ഡീഗ്രേഡ് ചെയ്യുന്ന വേസ്റ്റുകൾ ഇങ്ങനെ ലാൻഡ് കൂടെ എന്താകും, ലാൻഡ് പൊല്യൂഷൻ ഉണ്ടാകും. അടുത്തെന്തായാലും നോയിസ് പൊല്യൂഷൻ, ഫാക്ടറിയുടെ ഒച്ചപ്പാട്, ബഹളം, വണ്ടികളുടെ ഒച്ച, കാര്യങ്ങൾ. നിങ്ങൾ വീട്ടിൽ നിങ്ങൾ അവരാശയുടെ ഒച്ചയൊക്കെ എടുക്കും. അതൊക്കെ നോയിസ് പൊല്യൂഷൻ കാരണം അതുകൊണ്ടല്ലേ വെറുതെ ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിരിക്കും. ഹോസ്പിറ്റലിന്റെ അടുത്ത് പോകുമ്പോൾ അനാവശ്യമായിട്ട് ഫോൺ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇതേപോലെ അനാവശ്യമായിട്ട് നോയിസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അതാണ് നോയിസ് പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്തായിരുന്നു, എയർ പൊല്യൂഷൻ. ഫാക്ടറിന്നൊക്കെ ഒരുപാട് ഗ്യാസ് വരുന്നുണ്ട്. സ്മോക്ക്, പോയിസണസ് ഗ്യാസസ് ഒക്കെ എമിറ്റ് ചെയ്യുന്നത് എന്താണ്, അത് എയർ പൊല്യൂഷന് കാരണമാകുന്നുണ്ട്. നെക്സ്റ്റ് വാട്ടർ പൊല്യൂഷൻ. ഇത് പറഞ്ഞ വേസ്റ്റ് വാട്ടർ നേരെ ഒഴുക്കണ എങ്ങോട്ടൊക്കെ, പുഴയിലേക്ക്, കനാലിലേക്കൊക്കെ തന്നെ. അപ്പൊ വാട്ടർ ബോഡീസിലേക്ക് ഒഴിക്കുന്ന ഡേർട്ടി വാട്ടേഴ്സ് എന്ത് കാരണമാകുന്നുണ്ട്, വാട്ടർ പൊല്യൂഷൻ കാരണമാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എക്സാമ്പിൾസ് വെച്ച് കറക്റ്റ് ആയിട്ട് പഠിച്ചോളൂ. ചിലപ്പോ മാച്ച് ദ ഫോളോയിങ്, ഫിൽ ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 വേർഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ പോർഷനൊക്കെ അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. ഇനി എന്തിന് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചോദിക്കും ചിലപ്പോ, അല്ലെ? ഇപ്പൊ ഒരുപാട് ആപ്ലിക്കേഷൻ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കാരണം +2 ഇപ്പൊ എക്സാം പറയുകയാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം ചോദിക്കുന്നത് എന്ത് ചോദിക്കുക, ആവശ്യമുണ്ടെന്ന് ചോദിക്കുക. കാരണം എന്താണ്, ഒന്നാമതായിട്ട് നമ്മുടെ അസുഖങ്ങൾ കുറയ്ക്കാൻ വേണ്ടി പൊല്യൂഷൻ നമ്മൾ കൺട്രോൾ ചെയ്യണം. രണ്ടാമതായിട്ട് ഈ പൊല്യൂഷൻ ഉണ്ടാകാൻ സംഭവിക്കും, അത് ക്രിയേറ്റ് ചെയ്യുന്ന ബിസിനസിന്റെ ലയബിലിറ്റി ആയിട്ട് മാറും. അപ്പൊ ആ ലയബിലിറ്റി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, പൊല്യൂഷൻ ഇങ്ങനെ മാക്സിമം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. ഇനി പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ സംഭവിക്കും, നമ്മളെ വേസ്റ്റ് കൺട്രോൾ ആകും, അല്ലെ? വേസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. മെറ്റീരിയൽസ് കുറവ് മതി, അല്ലെ? മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് കുറവായിരിക്കും. അപ്പൊ നമ്മുടെ എന്താണ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്, ഇംപ്രൂവ്ഡ് പബ്ലിക് ഇമേജ്. നമ്മൾ അധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൽ സംഭവിക്കും, നമ്മുടെ ബിസിനസിന്റെ ഇമേജ് കൂടും, അല്ലെ? ഇനി നമുക്ക് എന്താ കിട്ടാം, മറ്റേ സോഷ്യൽ ബെനിഫിറ്റ്, നല്ല ക്ലിയർ ബിൽഡിംഗ് കിട്ടും, നല്ല എയർ കിട്ടും, അല്ലെ? അപ്പൊ ഇതേപോലെ എന്താണ് ഇത്തരം കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് മാക്സിമം പൊല്യൂഷൻ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇതൊരു ആപ്ലിക്കേഷനിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ള പോർഷൻ ആണ്. 2-3 പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ബിസിനസ്സിൽ പൊല്യൂഷൻ കൺട്രോൾ ചെയ്തേ പറ്റൂ. ക്ലിയർ ആണ്, കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ബിസിനസിന്റെ എത്തിക്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബിസിനസ് എത്തിക്സ് എന്തായാലും ക്വസ്റ്റ്യൻ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പ്രതീക്ഷിച്ചോ. അതെ തന്നെ, എത്തിക്സ് എന്നുള്ള സാധനം പണ്ടോട്ട് കേൾക്കാം. ഞാൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ട്. അപ്പൊ എത്തിക്സ് എന്താണ് ഞാനും പഠിക്കുന്ന സമയത്ത് ഒക്കെ. അപ്പൊ നോക്കാം വാട്ട് ഈസ് റൈറ്റ് എന്താണ് താത്തിക്കെടുത്തത്. അപ്പൊ നോക്കാം വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ് എന്ന് പറയുന്നത്. നമുക്ക് ശ്രദ്ധിക്കാൻ മക്കളെ, എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ബിസിനസ്മാൻ എന്താണ് ശ്രദ്ധിക്കേണ്ട ബിഹേവിയേഴ്സിന് എന്ത് പറയാ, എത്തിക്സ് പറയാം. എത്തിക്സ് എന്ന് പറയുമ്പോൾ സാർ എന്താ, മോറൽ പ്രിൻസിപ്പിൾസ് അല്ലേ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സന്മാർഗം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളെ ഗൈഡ് ചെയ്യുന്ന കുറെ മോറൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നമ്മൾ നോക്കാം, നല്ല ക്വാളിറ്റി കൊടുക്കാൻ നോക്കും, അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് കൊടുക്കാൻ നോക്കും. അതെന്താണ്, ബിസിനസ് എത്തിക്സ് ആണ്. ഇനി എന്തൊക്കെയാണ് എലമെന്റ്സ് ആയിട്ട് വരുന്നത്? ഫസ്റ്റ് അതെന്തായിരിക്കും, ടോപ്പ് മാനേജ്മെന്റ് ആണ് ആദ്യം എത്തിക്സ് കാണിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പൊ നമ്മുടെ രജിസ്റ്റർ എത്തിക്സ് ആവാണ്ട്, അല്ലെങ്കിൽ എത്തിക്സ് കാണിക്കണം, നമ്മൾ എത്തിക്സ് കാണിക്കൂ ഇല്ല. അപ്പൊ എപ്പൊ എന്ത് ചെയ്യേണ്ടത്, ടോപ്പ് മാനേജ്മെന്റ് കുറച്ചുകൂടി എത്തിക്സ് ആവാം. പിന്നെ എന്താണ്, പബ്ലിക്കേഷൻ ഓഫ് കോഡ്. എത്തിക്സിന് വേണ്ടി ഓരോ ഓർഗനൈസേഷൻ ഒരു കോഡ് ഓഫ് കണ്ടക്ട് നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇനി എത്തിക്സ് എവിടെയാണ് കൃത്യമായിട്ട് എന്താണ് വയലേറ്റ് ചെയ്യപ്പെടുന്നത് കാണിക്കാൻ വേണ്ടി ഒരു കംപ്ലൈന്റ് മെക്കാനിസം ഉണ്ടാക്കി വെക്കുക. ഇനി എല്ലാ എംപ്ലോയീസിനെ കൊണ്ടും എത്തിക്കൽ ബിഹേവിയറിലേക്ക് കൊണ്ടുവരാം. മൊത്തം എത്തിക്സിന്റെ ആ റിസൾട്ട് ഒന്ന് മെഷർ ചെയ്ത് കൊണ്ടുപോകാം. അപ്പൊ ഇതൊക്കെയാണ് ബിസിനസ് എത്തിക്സിൽ വരുന്ന എലമെന്റ്സ്. എക്സ്പ്ലെയിൻ ചെയ്ത് 4 എണ്ണം പഠിച്ചോളണം. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. അതെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോർഷൻ, ഷുവർ ആയിട്ട് പഠിക്കേണ്ട പോർഷൻ ഒന്നുകൂടി നോട്ട് ചെയ്യുക. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ആർഗ്യുമെന്റ്സിന്റെ ഫോർ അഗെയിൻസ്റ്റ്, പിന്നെ കൈൻഡ്സ് ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, ദെൻ എന്താണ് പൊല്യൂഷൻ, അതിൽ വരുന്ന കോസസ് അല്ലെങ്കിൽ ടൈപ്സ്, ഇപ്പൊ പഠിച്ച റെസ്പോൺസിബിലിറ്റീസ് നോക്കണം. അതന്നെ, എംപ്ലോയീസിന്റെയും പ്രത്യേകിച്ച് എടുത്ത് നോക്കണം. അപ്പൊ ഇത്രയും പോർഷൻസ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണ്, കൈവിഷി കാണിച്ച് ഓക്കെ ആണെങ്കിൽ ഇത്രയും ക്ലിയർ അല്ലേ മക്കളെ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമുക്കിനി 7ാമത്തെ ചാപ്റ്ററിലേക്ക്. 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോ
എസ് ഇങ്ങനെ ചോദിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്, പക്ഷേ നന്നായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. എല്ലാ പോസ്റ്റും ഇമ്പോർട്ടന്റ് ആണ് പറയുകയാണെങ്കിൽ. അപ്പൊ നമുക്ക് ചാപ്റ്റർ നോക്കാം. ചാപ്റ്ററിന്റെ പേര് ഫോർമേഷൻ ഓഫ് കമ്പനി ആണ്. 8 മാർക്ക്. അപ്പൊ എസ് ചാനലുള്ള ചാപ്റ്റർ നോക്കാൻ ശ്രദ്ധിച്ച് പഠിക്കാം കേട്ടോ. ഫസ്റ്റ് പഠിക്കേണ്ടത് നമ്മുടെ കമ്പനി ആക്ട് അനുസരിച്ച് കമ്പനി ഫോം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണമെന്നാണ്. ഒരു കമ്പനി ഫോം ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് 4 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഏത് കമ്പനിയുടെ സ്റ്റെപ്പാ? നമ്മൾ ഓൾറെഡി പറഞ്ഞേക്കുന്ന ക്വസ്റ്റൻ ആണ് സാർ ചോദിക്കണമെങ്കിലും. ഇത് ഏത് കമ്പനിയുടെ സ്റ്റെപ്പാണ് മക്കളെ? ഈ പറഞ്ഞേക്കുന്ന 4 സ്റ്റെപ്പ് ഏത് കമ്പനിയുടെയാണ്? പ്രൈവറ്റിന്റെ ആണോ പബ്ലിക്കിന്റെ ആണോ? എത്ര പേർക്ക് ഓൾറെഡി നോക്കട്ടെ. യെസ്, രൂപ കൈവരിച്ചു. ടെൻഷൻ ആയി. പ്രൈവറ്റ് പബ്ലിക്കോ? യെസ്. സാന്ദ്രക്ക് രൂപയ്ക്ക് മാത്രം ഓർമ്മ ഉള്ളു. ഇത്ര പഠിപ്പിച്ചിട്ടല്ലേ? ബാക്കി എടുത്ത് ഞാൻ പോകണ്ട. ഓക്കെ സാന്ദ്ര, പറ. ദിയ, വന്നുണ്ട് വേണ്ട എന്നാ ഇവിടെ അവർക്ക് ഇഷ്ടമില്ല. പബ്ലിക് കമ്പനിയുടെ സ്റ്റെപ്പാണ് 4 അല്ലെ മക്കളെ? ആളൊന്ന് കൈവീശിക്കാൻ 4 പബ്ലിക് കമ്പനിയുടെ സ്റ്റെപ്പാണ്. അതന്നെ. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്ക് എത്ര സ്റ്റെപ്പ് ഉണ്ട് സാന്ദ്ര? അയ്യോ അങ്ങനെ വെക്കരുത്. ഇൻകോർപ്പറേഷൻ, കമൻസ്മെന്റ് ഓഫ് ബിസിനസും പ്രമോഷനും. എന്തില്ല? സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് പ്രൈവറ്റ് കമ്പനിക്ക് ഇല്ല. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? അത് തെറ്റിച്ച് നിങ്ങൾ പറയരുത്. നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ പബ്ലിക് കമ്പനിയും ഉണ്ട്, പ്രൈവറ്റ് കമ്പനി ഉണ്ട്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ടാറ്റല്ലേ? ഓക്കെ. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നോട്ട് ചെയ്ത മക്കളെ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രമോഷൻ, ഇൻകോർപ്പറേഷൻ, കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ 4 സ്റ്റെപ്പ് ഉണ്ട്. ക്ലിയർ ആണ്? കൈവശിക്കാൻ ഈ 4 സ്റ്റെപ്പ് നിങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം കേട്ടോ. പബ്ലിക് കമ്പനി ആകുമ്പോ പുറമേ നിന്നൊക്കെ നമുക്ക് ക്യാപിറ്റൽ കൊണ്ടുവരും. പ്രൈവറ്റ് സ്വന്തം ഞാനും സാറും ആണെങ്കിൽ എന്താണ്? ഞാനും സാറും മാത്രം ക്യാപിറ്റൽ കൊണ്ടുവരുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മളവിടെ എന്തില്ല? സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ സ്റ്റെപ്പ് ഇല്ല. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഇനി നേരെ കുറിച്ച് നമ്മുടെ പബ്ലിക് കമ്പനി ആണെങ്കിലോ ഞങ്ങൾ കൊണ്ട് നിങ്ങളോട് ചോദിക്കും പൈസയ്ക്ക് വേണ്ടിയിട്ട്. അതാണത് സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ. അപ്പൊ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ്? 4 സ്റ്റെപ്പ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രമോഷൻ. പ്രമോഷൻ എന്ന് പറയുമ്പോ ഒരു കമ്പനി കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്, അതായത് 4 പേര് അറിയണ്ടേ നമ്മൾ കമ്പനി തുറക്കാൻ പോകണമെന്നുള്ളത്. ആ ആക്ടിവിറ്റീസിനാണ് എന്താ പറയുക? പ്രൊമോഷൻ. അപ്പൊ നമ്മൾ കമ്പനി എക്സിസ്റ്റൻസിലേക്ക് വരുന്ന എല്ലാ ആക്ടിവിറ്റികളും എന്ത് പറയും? പ്രമോഷൻ എന്ന് പറയും. പ്രമോഷൻ ചെയ്യുന്ന വ്യക്തി എന്താ വിളിക്കുക? പ്രമോട്ടർ എന്ന് വിളിക്കും. പേരാണല്ലോ, അതൊക്കെ പഠിച്ചോളൂ കേട്ടോ. ഇനി ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ തുടങ്ങാൻ പോകുന്ന കമ്പനി ആക്ട് അനുസരിച്ച്, കമ്പനി ആക്ട് 2030 1956 അനുസരിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയാ? ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി എന്ന് പറയാ. എന്താ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ? ഇത് പബ്ലിക് കമ്പനിക്ക് മാത്രമുള്ള സ്റ്റെപ്പാണ്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷെയറും ഡിബഞ്ചേഴ്സ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്റ്റെപ്പാണ് എന്ത്? സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ അടുത്തത്? കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. പ്രൈവറ്റ് കമ്പനിക്കും പബ്ലിക് കമ്പനിക്കും 2 രീതിക്കാണ് കമൻസ്മെന്റ് എന്ന് പറയുന്നത്. പബ്ലിക് കമ്പനിക്ക് ആണെങ്കിൽ കമൻസ്മെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് കമ്പനിക്ക് ആണെങ്കിൽ ഇൻകോർപ്പറേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ്? കൈവശം കാണിച്ച ഈ സ്റ്റെപ്പ് വൃത്തിയായിട്ട് ഒരു 4 മാർക്കിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചോളണം. മക്കളെ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ പറയണതിന്റെ കൂട്ടത്തിൽ തന്നെ ടെക്സ്റ്റ് ബുക്കിലോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് മറച്ചെങ്കിലും നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളത് കേട്ട് പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ കൈയോടൊന്ന് പേജൊക്കെ നോക്കുക. സിനിമയല്ലല്ലോ മക്കളെ, ക്ലാസ് അല്ലേ? നിങ്ങൾ കൂടി റിവൈസ് ചെയ്ത് പോകട്ടെ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പോർഷൻസ് നോക്കി പോകാം. നോക്കാം. നെക്സ്റ്റ് ആരാണ് പ്രമോട്ടർ എന്ന് പഠിക്കാൻ മക്കളെ? പ്രമോട്ടറും പ്രമോട്ടറുടെ ഫംഗ്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് സാറേ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ഓക്കെ, എന്താ പ്രമോട്ടർ എന്ന് പറയുന്നത്? പ്രമോട്ടർ ഒരാളാവാം അല്ലെങ്കിൽ കുറച്ചധികം പേരാവാം. കമ്പനി മൊത്തത്തിലും ആവാം. എന്തിനായിരിക്കും ഒരു കമ്പനിക്ക് ഒരു ഇനിഷ്യേറ്റീവ് കൊടുക്കാൻ വേണ്ടി ആ കമ്പനി 4 പേര് അറിയാൻ വേണ്ടിട്ട് വർക്ക് ചെയ്യുന്നവരെയാണ് എന്ത് വിളിക്കുന്നത്? പ്രമോട്ടർ. അപ്പൊ ആരാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന ആള് അവരെ നമുക്ക് എന്ത് പറയാം? പ്രമോട്ടേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി പ്രമോട്ടർക്ക് കുറെ ഫംഗ്ഷൻസ് ഉണ്ട്. പ്രമോട്ടർ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ബിസിനസ് എന്തിലും നമ്മൾ ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യാ? ഐഡന്റിഫൈ ചെയ്ത് വെക്കില്ല. ഐഡന്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫീസിബിലിറ്റി സ്റ്റഡി. അത് എങ്ങനെയൊക്കെ നടപ്പിലാക്കാം. ഏതൊക്കെ സ്റ്റഡികൾ ഉണ്ട് അതിൽ? നമുക്ക് ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ട്. വ്യക്തമായിട്ട് പഠിക്കണം. 3 സെപ്പറേറ്റ് പഠിക്കണം. ടെക്നിക്കൽ ഫീസിബിലിറ്റി, എക്കണോമിക്കൽ ഫീസിബിലിറ്റി, ഫിനാൻഷ്യൽ. അല്ലെ, ടെക്നിക്കലി ഇത് പോസിബിൾ ആണോ? ഫിനാൻഷ്യലി പോസിബിൾ ആണോ? നമുക്ക് പ്രോഫിറ്റ് കിട്ടോ അല്ലേ? നമുക്ക് പഠിക്കണ്ടേ? അപ്പൊ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങാൻ പോകുന്ന ബിസിനസിനെ കുറിച്ച് എല്ലാം നമ്മൾ എന്ത് ചെയ്യാൻ സ്റ്റഡി ചെയ്താണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് അടുത്തത്? നെയിം അപ്രൂവൽ ആണ്. ബിസിനസ് പേരിടണ്ടേ? ആ പേര് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഗവൺമെന്റിൽ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് വേറെ ആരെങ്കിലും ഇതേപോലെ ഒരു പേര് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തപ്പിപ്പിടിച്ചിട്ട് നമ്മുടെ പേരിൽ സാങ്ഷൻ വാങ്ങിയെടുക്കാം. നമ്മൾ രജിസ്റ്റർ കഴിഞ്ഞ് നമ്മുടെ പേരിൽ അപ്രൂവൽ വാങ്ങിച്ചെടുക്കാം. നമ്മൾ മിനിമം 2 പേരുകളൊക്കെ സെലക്ട് ചെയ്ത് വെക്കണം. അപ്രൂവൽ രജിസ്റ്റർ കഴിഞ്ഞ് വാങ്ങിക്കാം. നെക്സ്റ്റ് എന്താണ്? ഫിക്സിംഗ് അപ്പ് സിഗ്നോറിറ്ററീസ് ടു
മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നമുക്കറിയാം എന്താണ് മെമ്മോറാണ്ടം അസോസിയേഷൻ ഒക്കെ അല്ലെ, MOA. അപ്പോ നമ്മുടെ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യാൻ പോകുന്ന സിഗ്നോറട്ടറീസ് നമ്മൾ എന്താ വിളിക്കുക, ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ വിളിക്കും അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക, ആരൊക്കെ ഈ മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കുക. അടുത്തെന്താ മക്കളെ, അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊഫഷണൽ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബിസിനസ്സിലേക്ക് വേണ്ട പ്രൊഫഷണൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അതിനൊക്കെ നമ്മൾ നേരത്തെ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്ത് വെക്കുക. ഇനി അവരുടെ വല്ല അഗ്രിമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കുക. ഇനി ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ബിസിനസ് രജിസ്ട്രേഷൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ വഴിയെ പഠിക്കും, ഓർത്ത് വെക്കണം കേട്ടോ മക്കളെ. അപ്പൊ ഇതൊക്കെയാണ് പ്രൊമോട്ടറുടെ ഫംഗ്ഷൻസ്. മിനിമം ഒരു 4 നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫീസിബിലിറ്റി ഓഫ് സ്റ്റഡിയിലെ 3 സ്റ്റഡി എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കണം കേട്ടോ. ക്ലിയർ ആണ്, കൈവശിക്കാൻ ഓക്കെ ആണല്ലോ. ഞാൻ ഇപ്പൊ പറഞ്ഞ പോർഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡീസ് എന്ന് വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ, ചോദിച്ചു വരാം. ഓക്കെ, കഴിഞ്ഞ +2 നമ്മൾ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും വന്നു സാറേ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും വന്നു. ഞാനും കൂടെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യൻസും വന്നു. പിള്ളേർക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ, അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ വീണ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചോ, നോട്ടത് വെച്ചോ. എന്തായാലും 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വേണമെങ്കിൽ ഉറക്കൊഴിച്ചോ, നാളെ സുഖമായിട്ട് കിടന്നുറങ്ങണം. അപ്പൊ ഇന്നത്തേക്ക് എല്ലാം പഠിച്ചു. അതന്നെ, നാളെ നന്നായിട്ട് കിടന്നുറങ്ങാം, ഇന്ന് ഉറക്കൊഴിച്ചെന്ന് പഠിച്ചു. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ, ഇവർ അങ്ങനെ ചെയ്താൽ തിരിച്ചായിരിക്കും. ഓക്കെ മക്കളെ, അങ്ങനെ ചെയ്യല്ലേ, നന്നായിട്ട് തലേദിവസം കിടന്നുറങ്ങാം. തലേദിവസം ഉറങ്ങില്ല പിറ്റേ ദിവസം ചിലപ്പോൾ പഠിച്ചാൽ മറന്നുപോയി വരും. ക്ലിയർ ആണല്ലോ? യെസ്, ഓക്കെ. അപ്പൊ നോക്കാം, ഇതിനടുത്തതാണ് പ്രൊമോട്ടറിന്റെ ഫംഗ്ഷൻസ് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നത്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പൊ എന്തൊക്കെ ഓൾറെഡി പറഞ്ഞു, പ്രൊമോട്ടർ കുറെ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മളുടെ കമ്പനിയുടെ ഇൻകോർപ്പറേഷന് വേണ്ടിയിട്ട് പ്രൊമോട്ടർ ഒരുപാട് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യും. അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. എന്താ മക്കളെ മെമ്മോറാണ്ടം അസോസിയേഷൻ എന്ന് പറയുന്നത്? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി കേട്ടോ. നമ്മുടെ ബിസിനസിനെ കുറിച്ചിട്ടുള്ള അതിന്റെ പേരും നാളും വിവരങ്ങളൊക്കെ എഴുതി വെക്കുന്ന ചെറിയൊരു ഷീറ്റിനാണ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം. ഇതില്ലാണ്ട് നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ, ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് വേണം. അല്ല അനന്യ, ഏതൊക്കെയാ എന്താ ഡോക്യുമെന്റിന്റെ പേര്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മക്കളെ, ഇതൊരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സും പവറും അല്ലെങ്കിൽ കമ്പനിയും കമ്പനിക്ക് പുറത്തുള്ള വ്യക്തികളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഡോക്യുമെന്റ് ആണ്. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞത്? കമ്പനിയിൽ വന്ന പാർട്ട്നേഴ്സും അവരെന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ പറയുന്ന ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഈ പറഞ്ഞ പോലെ ആദ്യകാലം ഇതിന്റെ വേണ്ടിയിട്ട് ഒരു പ്രൂഫ് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു. അതാണ് എന്ത് ഈ കാണിക്കുന്ന മാഗ്ന കാർട്ട എന്ന് പറയുന്ന സംഗതി. അന്ന് മണ്ണ് കുഴിച്ചെടുത്തപ്പോ കിട്ടിയതാ അല്ലെ. അതുകൊണ്ട് വിളിക്കും ഈ മെമ്മോറാണ്ടത്തിൽ എന്താ വിളിക്കുക? ചാർട്ടർ എന്ന് വിളിക്കും, മാഗ്ന കാർട്ട എന്ന് വിളിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കും. കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ശ്രദ്ധിക്കുക, മാറിപ്പോയി സാറിന്റെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അല്ലേ. അപ്പൊ നോക്കാൻ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത് വാട്ട് ഈസ് MOA എന്നായിരിക്കില്ല സാറേ. അങ്ങനെ ചോദിക്കുക ചിലപ്പോ എന്താണ് ചാർട്ടർ ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ ഏതാണ് മാഗ്ന കാർട്ട ഓഫ് ദ കമ്പനി, അല്ലെങ്കിൽ ഏതാണ് കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. കമ്പനിയുടെ എന്താണ് എല്ലാ പവറും ഡ്യൂട്ടീസും കമ്പനിയുടെ എല്ലാ റിലേഷൻഷിപ്പും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം അസോസിയേഷൻ. അതിനെ വിളിക്കുന്ന പേരുകളാണ് ചാർട്ടർ, മാഗ്ന കാർട്ട, കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ ആണല്ലോ മക്കളെ? ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കണ്ടന്റ്സ് ആണ്. നെയിം ക്ലോസ് വരുന്നുണ്ട്, സിറ്റുവേഷൻ ക്ലോസ് അല്ലെങ്കിൽ ഡൊമിസിൽ ക്ലോസ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് എന്ന് പറയും. 3 പേരിൽ പറയും കേട്ടോ. നെക്സ്റ്റ് ഒബ്ജക്ട് ക്ലോസ് എന്ന് പറയും, ലയബിലിറ്റി ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, അസോസിയേഷൻ. മക്കളെ ശ്രദ്ധിക്കുക, നെയിം ക്ലോസ് പറയുമ്പോൾ നെയിം ക്ലോസിൽ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഏതൊക്കെ 3 കണ്ടീഷൻസ്? ഒന്നാമത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എന്ത് വേണം? ലാസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് വേണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ എന്ത് വേണം? ലിമിറ്റഡ് എന്ന് മാത്രം മതി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന കമ്പനിയുടെ പേര് എക്സിസ്റ്റിംഗ് കമ്പനിയുടെ പേരായിട്ട് സിമിലർ ആകാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന കമ്പനിയുടെ പേര് നാഷണൽ ഹീറോസിന്റെ പേരായിട്ടോ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് പേരായിട്ടോ ഒരു സാമ്യം കാണിക്കാൻ പാടില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കമ്പനിയുടെ പേര് സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അക്കമിട്ട് എന്ത് ചെയ്യണം? നെയിം ക്ലോസിൽ എഴുതി വെക്കണം. ക്ലിയർ ആണ്? കൈവശിക്കാൻ 3 കണ്ടീഷൻ എഴുതിയില്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് പോകും കേട്ടോ. ഇനി ബാക്കിയുള്ള പ്രോസീജർ സിമ്പിൾ ആണ് സാറേ. അപ്പൊ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണെന്ന് പറയുന്നത് സ്റ്റേറ്റ് പറയുന്ന ക്ലോസ് ആണ് എന്ത്? സിറ്റുവേഷൻ ക്ലോസ്. അടുത്ത ഒബ്ജക്ട് ക്ലോസ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫോക്കസ് ഏരിയ, കീ ഫാക്ടർ ഏരിയാസ് ഏതൊക്കെയാണ് നമ്മുടെ കമ്പനിയുടെ, അതാണ് എന്ത് ഒബ്ജക്ട് ക്ലോസിൽ പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ഒബ്ജക്ട് പവേഴ്സ് ഒക്കെ ഈ ക്ലോസ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലോസ് ആണ് ഒബ്ജക്ട് ക്ലോസ്. ഓർത്ത് വെക്കുക, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലോസ് ആണ്. അപ്പൊ കമ്പനിയുടെ ഒബ്ജക്ടീവ്സ് ഒക്കെ പറയുന്നത് ഈ ക്ലോസ്. അത് ഞാൻ എന്തായാലും ലയബിലിറ്റി ക്ലോസ്. ഓരോ പാർട്ണർക്ക് എത്രയായിരിക്കും ലയബിലിറ്റി, അല്ലെങ്കിൽ ടു ദ എക്സ്റ്റെന്റ് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ഈച്ച്. പ്രത്യേകം ശ്രദ്ധിക്കുക, കമ്പനിയുടെ ലയബിലിറ്റി എങ്ങനെയായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും അല്ലെ. അപ്പൊ എത്രത്തോളം ലയബിലിറ്റീസ്
ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയുന്ന ക്ലോസ് ആണ് ലയബിലിറ്റി ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്ന് നമ്മളുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്രയാണ്, നമ്മുടെ മാക്സിമം ക്യാപിറ്റൽ എത്രയാണെന്ന് കൃത്യമായിട്ട് എത്രത്തോളം ക്യാപിറ്റൽ ഫേസ് ചെയ്യാൻ പറ്റുന്ന പറയുന്ന ക്ലോസ് ആണ് എന്ത്, ക്യാപിറ്റൽ ക്ലോസ്. ഓർത്ത് വെക്കേണ്ട മക്കളെ. നെക്സ്റ്റ് അസോസിയേഷൻ ക്ലോസ് ആണ്. ഇതിന് നിങ്ങൾ ഡിക്ലറേഷൻ ക്ലോസ് എന്ന് പറയുന്നത് എഴുതി വെക്കണ്ട കേട്ടാ. അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുന്ന പേര് എന്താണ്, സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അസോസിയേഷൻ അഥവാ സബ്സ്ക്രിപ്ഷൻ ക്ലോസ് എന്ന് പറയും, ഡിക്ലറേഷൻ എന്ന് പറയത്തേ ഇല്ല. ഓക്കെ അല്ലേ. ഇത് നമ്മുടെ മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യാൻ പോകുന്ന ഡയറക്ടേഴ്സ് എന്താണ്, അവര് മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യാൻ റെഡി ആണെന്നുള്ള ഡിക്ലറേഷൻ കാണിക്കുന്ന ക്ലോസ് ആണ്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ. അപ്പൊ അത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കാം. 5 ക്ലോസ് എന്തായാലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ചാപ്റ്ററിൽ ഒരു എസ്സേക്ക് ചാൻസ് ഉള്ള പോർഷൻ ആണത്. ഓക്കെ അല്ലേ മക്കളെ? യെസ്. അപ്പൊ എന്താണ് മെമ്മോറാണ്ടം, അതിന്റെ ക്ലോസ് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. എസ്സേക്ക് കണക്കാക്കി പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ എന്താണ് ഇത് പഠിക്കുക. ഇത് കൂടാതെ നമുക്ക് അടുത്ത വേറൊരു ഡോക്യുമെന്റും മസ്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയിൽ, അത് അത്ര നിർബന്ധം അല്ലെങ്കിലും യൂഷ്വലി എല്ലാ കമ്പനിയിലും മാൻഡേറ്ററി പോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതിന്റെ പേരാണ് എന്ത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയുടെ സെക്കൻഡറി ഡോക്യുമെന്റ് ആണ്. അത് AOA എന്നും പറയാറുണ്ട്. അതപ്പോ മെമ്മോറാണ്ടത്തിൽ കണ്ടതിനൊക്കെ കുറെ കൂടെ ഇലാബറേറ്റഡ് വേർഷൻ ആയിരിക്കും എന്ത്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അതിനകത്ത് ഓരോ മെമ്പേഴ്സ്, അവരുടെ അഡ്രസ്, ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കണ്ടന്റ് എവിടെ ഉണ്ടാവും, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. അപ്പൊ ആർട്ടിക്കിൾസിന്റെ കണ്ടന്റ്സ് കൃത്യമായിട്ട് പഠിക്കണേ. അതുപോലെ ഏതൊക്കെ മെമ്പർ ഉണ്ട്, അവരെത്ര ഷെയർ ഉണ്ട്, അതുപോലെ നമ്മൾ ഷെയർ എങ്ങനെ അലോട്ട് ചെയ്യും, ഷെയർ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, അങ്ങനെ കുറച്ച് കണ്ടന്റ് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അതന്നെ, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ കണ്ടന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. മിനിമം ഒരു 5 കണ്ടന്റ് എങ്കിലും പഠിക്കണം. ശ്രദ്ധിക്കുക. എന്താ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്? മെയിൻ ആയിട്ട് ആർട്ടിക്കിൾസിന് വിളിക്കുന്ന പേര് എന്താണ് സാറേ? ബൈലോ എന്ന് വിളിക്കും അല്ലെ. അതിലെന്താ പറയാ, ഒരു കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിന്റെ, നമുക്കുള്ള ഇന്റേണൽ മാനേജ്മെന്റിന്റെ റൂൾസും റെഗുലേഷൻസും പറയുന്ന ഡോക്യുമെന്റിനെയാണ് എന്ത് പറയാ, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറയാം. ക്ലിയർ അല്ലേ? ഒരു കമ്പനിയുടെ ഉള്ളിലുള്ള മാനേജ്മെന്റിന്റെ റൂൾസും റെഗുലേഷൻസും അവരുടെ നിയമങ്ങൾ, അവരുടെ പവർ, റൈറ്റ് പറയുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ അല്ലേ. മാനേജ്മെന്റ് ഡയറക്ടേഴ്സിന്റെ ഒക്കെ പവർ എന്താണ്, അവർക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ് ചെയ്യാൻ പറ്റും, ആര് വിചാരിച്ചാൽ ഈ കമ്പനി റൺ ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും തുടങ്ങിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസ് ഉണ്ടാവും അവിടെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിന് എന്താ പറയുന്നു, ബൈലോ ഓഫ് എ കമ്പനി എന്ന് പറയുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പൊ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അതെന്താണെന്ന് എഴുതി വെക്കുക, അതിന്റെ പേര് എഴുതി വെക്കുക, അതുപോലെ തന്നെ 2-3 കണ്ടന്റ്സ് നോട്ട് ചെയ്ത് വെക്കണം. സെറ്റ് അല്ലേ മക്കളെ? അപ്പൊ കമ്പനിയുടെ സെക്കൻഡറി ഡോക്യുമെന്റ് അല്ലെങ്കിൽ കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസും പറയുന്ന ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ഇനി പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടവും തമ്മിലുള്ള ഡിഫറൻസ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് മെമ്മോറാണ്ടം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്തായാലും ചാർട്ടർ ഓഫ് എ കമ്പനി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കമ്പനി അഥവാ മാഗ്ന കാർട്ട ഓഫ് എ കമ്പനി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് ബൈലോ ഓഫ് ദ കമ്പനി, ഒറ്റ പേരുള്ളൂ ബൈലോ നമുക്ക് അറിയപ്പെടുന്നത് അല്ലെ, ബൈലോ ഓഫ് ദ കമ്പനി. നെക്സ്റ്റ് അടുത്തത് പറയുന്നത് ഫണ്ടമെന്റൽ ആൻഡ് മെയിൻ ഡോക്യുമെന്റ് അല്ലെ, പ്രൈമറി ഡോക്യുമെന്റ് അഥവാ ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ് എന്ത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇതാണെങ്കിലോ സബ്സിഡിയറി ഡോക്യുമെന്റ് ആണ്, രണ്ടാമത്തെ ഡോക്യുമെന്റ് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് അടുത്തത് ഡിഫൈൻസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ഔട്ട്സൈഡേഴ്സ്. ഇതാണെങ്കിലോ കമ്പനിയും മെമ്പേഴ്സും തമ്മിലുള്ള അല്ലെ, ഇവിടെ ഔട്ട്സൈഡ് ആണെങ്കിൽ കമ്പനിയും കമ്പനിയുടെ ഉള്ളിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും എന്തിൽ പറയാ, ആർട്ടിക്കിൾസിൽ പറയാം. പിന്നെ മെമ്മോറാണ്ടം കമ്പൽസറി ആണ്, ഇൻകോർപ്പറേഷൻ അതായത് കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ മെമ്മോറാണ്ടം ഉണ്ടായേ പറ്റൂ. ഇത് അങ്ങനെയല്ല, നമുക്ക് നിർബന്ധമില്ല, വേണമെങ്കിൽ ടേബിളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് ഇത് അത്ര കമ്പൽസറി ഒന്നുമല്ല. ഓക്കെ, ഇതിന്റെ അകത്ത് മാറ്റങ്ങൾ ഒന്നും വരുത്താൻ പറ്റില്ല. ഒരു പ്രാവശ്യം അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അഡൾട്രേഷൻ കൊണ്ടുവരണമെങ്കിൽ നല്ല കുറച്ചധികം പണിയുണ്ടല്ലോ, ഫോർട്ടിന്റെ ഓർഡറൊക്കെ എടുക്കേണ്ടി. ഇവിടെ അങ്ങനെയല്ല, നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെല്ലാവരും വിളിച്ചു കൂട്ടി മീറ്റിംഗ് നടത്തി ഒരു റെസൊല്യൂഷൻ ഒക്കെ പാസ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ? നെക്സ്റ്റ് പിന്നെന്താ പറയുന്നത്, ഈ കമ്പനി എന്തിനാ ഫോം ചെയ്തെന്നുള്ള മെയിൻ ഒബ്ജക്റ്റീവ് ആയിരിക്കും അവിടെ പറയുന്നത്, മെമ്മോറാണ്ടത്തിൽ പറയുന്നത്. ഇതിൽ അങ്ങനെയല്ല, കമ്പനിയുടെ റൂൾസും അതുപോലെ മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൽ പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ ഡിഫറൻസ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാം. മിനിമം എഴുതാൻ പറ്റുന്ന നന്നായിട്ട് കിട്ടുന്ന ഒരു 5 പോയിന്റ് സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, അപ്പൊ ഇത് പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്ത് വെക്കാം, മെമ്മോറാണ്ടത്തിന്റെയും ആർട്ടിക്കിളിന്റെയും സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ഇത് കൂടി ചേർത്ത് എഴുതി വെക്കാം. ഫീച്ചർ പോലൊക്കെ എഴുതി വെക്കാം. അങ്ങനെ ഡിഫറൻസ് പഠിച്ച അങ്ങനെ ഒരു ഗുണമുണ്ട്. പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കേണ്ട പൊസിഷൻ ആണ് ഒരു പ്രൊമോട്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലാസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞതാണല്ലേ, പ്രൊമോട്ടർ ഇൻകോർപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. ഒന്നാമതായിട്ട് പ്രൊമോട്ടർ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്. അടുത്തതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതും നമ്മളിവിടെ പറഞ്ഞു. മൂന്നാമത്തെ എന്താണ്, റിട്ടേൺ കൺസെന്റ് അല്ലെ, ഇവിടുത്തെ ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഒരു റിട്ടേൺ കൺസെന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറയുന്നത് മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ഡയറക്ടേഴ്സിന് പ്രത്യേകം വിളിക്കേണ്ട മക്കളെ. മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യുന്ന ആളുകൾ വിളിക്കുന്ന പേരെന്താണ്, ഫസ്റ്റ് ഡയറക്ടേഴ്സ് വിളിക്കും. മിനിമം 7 പേരെങ്കിലും എന്ത് ചെയ്യണം, സൈൻ ചെയ്യണം. അതും കൂടി ഓർത്ത് വെച്ചേക്കാം, മിനിമം 7 കേട്ടോ.
ഓക്കെ. അപ്പൊ ഈ ഡയറക്ടേഴ്സ് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ കയ്യിൽ നിന്ന് ഒരു കൺസെന്റ് മേടിക്കണം. അല്ലെ സാർ, ഞങ്ങൾ ആരും നിർബന്ധത്താലല്ല സൈൻ ഞങ്ങളായിട്ട് വന്ന് ചെയ്യാണെന്നുള്ള ഒരു കൺസെന്റ് മേടിച്ചേക്കുക. അതിനാണ് എന്ത് പറയാ, റിട്ടേൺ കൺസെന്റ് എന്ന് പറയാ. എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രൊഫഷണൽസിനൊക്കെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഇതുപോലെ മാനേജിംഗ് ഡയറക്ടറെയോ ഏതെങ്കിലും പ്രൊഫഷണൽസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ, അവരുമായിട്ടുള്ള എഗ്രിമെന്റ് അങ്ങോട്ട് കാണിക്കാം. ഇനി എന്താണ്, നമ്മളുടെ പേര്, നമ്മുടെ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്തേക്കുന്ന ആ കോപ്പിയോ അപ്രൂവൽ കാണിക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് രജിസ്ട്രേഷന് വേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊമോട്ടർ ചെയ്തു എന്നുള്ള ഒരു ഡിക്ലറേഷൻ കാണിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളും കാണിക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് വേണമെങ്കിൽ ഇത് ആഡ് ചെയ്ത് പറഞ്ഞോട്ടാ. ലാസ്റ്റ് എന്താ പറയേണ്ടത്, നമ്മുടെ കമ്പനിയുടെ അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ, അതായത് വേറെ രാജ്യത്തൊന്നും അല്ല, നമ്മുടെ കമ്പനി രജിസ്ട്രേഷന്റെ അവിടെ തന്നെയാണ് അഡ്രസ് കാണിക്കാം. അതുപോലെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, രജിസ്ട്രേഷന്റെ ഫീസ് അടച്ച കൂടി കാണിക്കാം. അപ്പൊ ഇത്രയും ഡോക്യുമെന്റ്സ് കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കമ്പനിയുടെ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ. എന്തെങ്കിലും ഒരു 4 ഡോക്യുമെന്റ്സ് നിങ്ങൾ എഴുതാൻ പഠിച്ചിട്ടുണ്ടാവണം, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? 2 എണ്ണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അറിയാം. ബാക്കി 2 കൂടി ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. എഗ്രിമെന്റ്, അതുപോലെ റിട്ടേൺ കൺസെന്റ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, അതുപോലെ റെസിപ്റ്റ് ഓഫ് ഫീ, അതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ. ബുക്കിലും കൂടെ വായിച്ചോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ക്ഷീണം വരും, ഉറക്കം വരും കേട്ടോ. യെസ്, ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ട പോർഷൻ ആണ് 1 person കമ്പനി. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്ററിലും പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മക്കളെ കഴിച്ച് കളിച്ച് 1 person കമ്പനി പഠിച്ചിട്ടില്ലേ? ആ 1 person കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരൊറ്റ വ്യക്തിയുള്ള അല്ലെ, ഒരൊറ്റ വ്യക്തി നടത്തുന്ന ബിസിനസ്സിനാണ് എന്ത് പറയാ, ബിസിനസ് എന്ന് പറയുമ്പോൾ അയാൾ രജിസ്റ്റേർഡ് ആയിക്കോട്ടെ മക്കളെ. ഒരൊറ്റ വ്യക്തി എന്നാ രജിസ്റ്റേർഡ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാൻ നമുക്ക് എന്ത് പറയാം, 1 person കമ്പനി എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഇനി 1 person കമ്പനി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആൽബമേറ്റിക്കിന്റെ ആവശ്യമില്ല, ഒരു ഡയറക്ടർ മതി, വേറെ ഇൻഡിപെൻഡന്റ് ഡയറക്ടറിന്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല. അപ്പൊ ജസ്റ്റ് അതിന്റെ അവകാശങ്ങൾ പ്രിവിലേജസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്തതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന പോർഷനാണ് പ്രോസ്പെക്ടസും മിനിമം സബ്സ്ക്രിപ്ഷനും. ഇത് നമ്മൾ എവിടെയാ പഠിക്കുക, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷന്റെ സ്റ്റെപ്പിലാ പഠിക്കുക കേട്ടോ. ക്ലിയറാണല്ലോ? അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ എന്താണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ഓർത്ത് വെച്ചേക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പബ്ലിക് കമ്പനി ഷെയറും ഡിബഞ്ചറും വിറ്റിട്ട് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന സ്റ്റെപ്പ് ആണ് എന്ത്, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. അതിന്റെ സ്റ്റെപ്പ് ഒന്ന് നോക്കി വെച്ചേക്കാം, നമുക്ക് പഠിക്കാം കേട്ടോ. സെബിയുടെ അപ്രൂവൽ മേടിക്കും. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഷെയർ വിൽക്കുന്നതിന് മുൻപ് നമ്മുടെ സെബി ഫുൾ ഫോം പഠിച്ചു വെക്കുക, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതിന്റെ അപ്രൂവൽ മേടിച്ചെടുക്കുക. എന്നിട്ട് പോയിട്ട് ഷെയർ വിൽക്കാനുള്ള ഒരു പ്രോസ്പെക്ടസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, രജിസ്ട്രാർക്ക് ഫയൽ ചെയ്യുക. നമ്മൾ ഷെയർ വിൽക്കാനും വാങ്ങാനൊക്കെ വേണ്ടി ബാങ്കേഴ്സിനെയും അണ്ടർ റൈറ്റേഴ്സിനെയൊക്കെ അപ്പോയിന്റ് ചെയ്യുക. ഇനി എത്ര ഷെയർ നമ്മൾ പബ്ലിക് മേടിക്കണം എന്നുള്ള മിനിമം സബ്സ്ക്രിപ്ഷൻ തീരുമാനിച്ചു വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ വിൽക്കാൻ വേണ്ടി ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. ദെൻ ഷെയർസ് ചോദിച്ചവർക്ക് ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ സ്റ്റെപ്സ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൽ സ്പെസിഫിക് ആയിട്ട് പഠിക്കേണ്ടത് പ്രോസ്പെക്ടസും മിനിമം സബ്സ്ക്രിപ്ഷനും മാത്രമാണ് 2 mark ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള പോർഷൻ ആണ് മക്കളെ. പ്രോസ്പെക്ടസ് എന്ന് പറയുമ്പോൾ എന്താ പ്രോസ്പെക്ടസ്? അഡ്വർടൈസ്മെന്റ് ആണ്. കമ്പനിയിൽ ഇത്രയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വർടൈസിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതൊരു ഡോക്യുമെന്റ്, ഒരു ബുക്ക് പോലെ, ഒരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സംഗതിയാണ് ഈ പറയുന്ന പ്രോസ്പെക്ടസ്. നോട്ടീസ് എന്ന് പറയുന്നത് പബ്ലിക് കമ്പനി പ്രത്യേകം ശ്രദ്ധിക്കുക. പബ്ലിക് കമ്പനി അവരുടെ ഷെയറും ഡിബഞ്ചറും വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിന് ഇൻവിറ്റേഷൻ അല്ലെ, നമ്മൾ ക്ഷണക്കത്ത് കല്യാണം വിളിക്കുമ്പോൾ ക്ഷണക്കത്ത് ഉണ്ടാവൂലേ, അതേപോലെ പബ്ലിക്കിന് ഷെയർ ഡിബഞ്ചർ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയക്കുന്ന അതന്നെ, എത്ര ഷെയർ വിൽക്കാനുണ്ട്, എത്ര പ്രൈസ്, എത്ര ഷെയറിന്റെ പ്രൈസ്, അങ്ങനെ ഇതേപോലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ള ഇൻവിറ്റേഷനെയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയാ. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ പബ്ലിക് കമ്പനി ആണെന്ന് കൂടി ഓർത്ത് വെക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണല്ലോ? ആര് ഇഷ്യൂ ചെയ്തു, എന്തിന് ഇഷ്യൂ എന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഷെയറും ഡിബഞ്ചറും അവരെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടി കമ്പനി ഇറക്കുന്ന ഇൻവിറ്റേഷനെയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയാം. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താ, അതായത് കമ്പനിയുടെ ഷെയർ വാങ്ങണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾ ഇത്രയെങ്കിലും പർച്ചേസ് ചെയ്തിരിക്കണം. അതായത് നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10,000 ഷെയർസ് കമ്പനി എന്താണ് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചേക്കുന്നത്. അപ്പൊ ഓൾറെഡി കമ്പനി പറയും ഈ 10,000 ഷെയർസിൽ എന്താണ് ഒരു 9,000 ഷെയർസ് എങ്കിലും ആളുകൾ വാങ്ങിച്ചാലേ നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതേപോലെ നമ്മൾ കൊടുക്കാൻ വെച്ചേക്കുന്നത് നമ്മൾ ഓൾറെഡി ഇത്രയെങ്കിലും വാങ്ങിക്കണം നമുക്ക് രൂപം ഉണ്ടായിരിക്കും നമ്മുടെ കമ്പനിയുടെ ബോർഡിൽ. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ഇത്രയെങ്കിലും വാങ്ങിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന സബ്സ്ക്രിപ്ഷനെയാണ് എന്ത് പറയാ, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക. ഓർത്ത് വെക്കാം മക്കളെ, ഇറ്റ് ഇസ് എ മിനിമം amount of capital that must be subscribed by the public before a public company allot shares. ഒരു പബ്ലിക് കമ്പനി ഷെയർ കൊടുക്കുന്നതിന് മുൻപ് പബ്ലിക് കമ്പനിക്ക് കിട്ടേണ്ട മിനിമം എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ആണ് എന്ത് പറയാ, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇതാണ് മക്കളെ, അത് ഓർത്ത് പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സബ്സ്ക്രിപ്ഷനും പ്രോസ്പെക്ടസും 2 മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കും, എന്തായാലും പഠിക്കണം. അപ്പൊ ഇത്രയും പോർഷൻ ആണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത്.
ഇമ്പോർട്ടന്റ് പോർഷൻ പറയാനില്ല, ഇത് എന്തായാലും പഠിച്ചേ പറ്റൂ. ഇതിന് സ്കിപ്പിംഗ് ഇല്ല കേട്ടോ മക്കളെ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഒന്നുമില്ല, നന്നായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ്. കാരണം ഇതൊക്കെ എന്തായാലും ചോദിക്കും. ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ സമയമുണ്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ, അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചിട്ട് അങ്ങോട്ട് പോയാൽ മതി. കുഴപ്പമില്ല, നിങ്ങൾക്ക് പിന്നെ ഇത് ഉപകാരമുണ്ട്. അതല്ലേ, ഇത് നമുക്ക് ഡിഗ്രി പ്ലസ് അല്ലെ PG വരെയൊക്കെ ഉപകാരമുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും 7th ചാപ്റ്റർ ഒരാളും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇത്രയും പോർഷനെങ്കിലും നിർബന്ധമായിട്ട് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ക്ലിയർ ആണ്? കൈവിശി കാണിച്ചേ, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് 7th ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പോകാൻ പോകുന്നത് ഒരു 8ാമത്തെ ചാപ്റ്ററിലേക്കാണ്. സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ്. മക്കളെ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണെങ്കിലും കുറച്ചധികം പഠിക്കാൻ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ SAക്ക് ചാൻസ് ഉള്ള പോർഷൻ ആണ്. ക്ലിയർ അല്ലേ മക്കളെ? നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് സോഴ്സ് കിട്ടും. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത്. 8 മാർക്ക് ഉണ്ടെന്ന് ഉറപ്പിച്ചോ. SAക്ക് ചാൻസ് ഉള്ള ചാപ്റ്റർ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ആദ്യം തന്നെ എന്താണ് ഫിക്സഡ് ക്യാപിറ്റൽ, എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കിയാൽ മക്കളെ, ഒന്നാമതായിട്ട് നമ്മുടെ ബിസിനസ് എന്താ വേണ്ടത് സാറേ? ലോങ് ടൈമിലേക്കുള്ള അസറ്റുകൾ വേണം. അതായത് ഫിക്സഡ് അസറ്റ് വേണം, ലാൻഡ് വേണം, മെഷീനറി വേണം, ഫർണിച്ചർ വേണം. അപ്പൊ ഈ ലോങ് ടൈം അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് മേടിക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കേണ്ട പൈസ എന്താ വിളിക്കേണ്ടത്? ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? ഈ നേരത്തെ നിങ്ങളുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട് എത്ര രൂപയുടെ ചെലവ് വരും ഇല്ലേ? ഇപ്പൊ നമ്മൾ ബിസിനസ് നടത്തുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് വെക്കില്ലേ? അതന്നെ. അതുപോലെ തന്നെ കറണ്ട് അസറ്റ് മേടിക്കാൻ വേണ്ടി, റോ മെറ്റീരിയൽ മേടിക്കാൻ വേണ്ടി, സ്റ്റോക്ക് മേടിക്കാൻ വേണ്ടി. അപ്പൊ ഡേ ടു ഡേ എക്സ്പെൻസിനോ കറണ്ട് അസറ്റ് മേടിക്കാനോ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് ആണ് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. 1 വേർഡ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾ ഈ ചാപ്റ്റർ നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകേണ്ട ഒരു ഡയഗ്രാമാണിത്. നിർബന്ധമായിട്ട് പഠിക്കുക. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് കിട്ടും. ക്ലിയർ ആണോ മക്കളെ? ശ്രദ്ധിക്കാം. യെസ്, ഫസ്റ്റ് നമുക്ക് എങ്ങനെ സാറേ? ഓൺ ദ ബേസ് ഓഫ് പീരീഡ്. പീരീഡ് എന്ന് പറയുമ്പോൾ കാലാവധി അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫണ്ടിനെ കാറ്റഗറൈസ് ചെയ്യാം. അടുത്ത ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പ്. ഉടമസ്ഥത ബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫണ്ടിനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്താണ്? ഓൺ ദ ബേസ് ഓഫ് എന്താണ്? സോഴ്സ് ഓഫ് ജനറേഷൻ. എവിടെ ജനറേറ്റ് ചെയ്യുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓൺ ദ ബേസ് ഓഫ് ലോങ് എന്താണ്? പീരീഡ് ആണ് ശ്രദ്ധിച്ച് പഠിക്കുന്നത്. മീഡിയം പീരീഡിലേക്ക് ലോങ് ടൈം എന്ന് പറയുമ്പോൾ എത്ര വർഷമാകും? മിനിമം ഒരു 5 വർഷത്തിന് മേലേക്കുള്ള ഫണ്ടാണ് ലോങ് ടൈം സോഴ്സ്. മീഡിയം എന്ന് പറയുമ്പോൾ ഒരു എന്താണ് 2 തുടങ്ങി 5 വർഷത്തിനിടയിൽ. ഇപ്പൊ 2-3 വർഷം അങ്ങനെ 5 വർഷത്തിനിടയിലാണെങ്കിൽ 1 to 5 വർഷത്തിനിടയിൽ 5 വർഷത്തിന് മേലേക്ക് ഒരിക്കലും മിഡിൽ വരികയാണെങ്കിൽ എന്താണ്? മീഡിയം ടൈം ആണ്. ഇനി ഷോർട്ട് ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വർഷത്തിന് താഴെ, അതാണ് എന്താ? ഷോർട്ട് ടൈം ഫണ്ട്. അപ്പൊ ഇത് ഏതൊക്കെയാണ്? ഇത് രണ്ടും ഓൾറെഡി കിട്ടും, സിമ്പിൾ ആണ്. പക്ഷെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ഇത് വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആയിട്ട് പഠിക്കുക. നമ്മുടെ ബിസിനസിന്റെ ലോങ് ടൈം സോഴ്സസ് എന്ന് പറയുന്നത് ഒന്ന് ഇക്വിറ്റി ഷെയർ, രണ്ടാമത് റീറ്റെയിൽഡ് ഏർണിങ്സ് ആണ്, കണ്ടില്ലേ? അടുത്തത് പ്രിഫറൻസ് ഷെയർസ്, നെക്സ്റ്റ് ഡിബഞ്ചർ വരാറുണ്ട്, ലോൺ ഫ്രോം ഫിനാൻഷ്യൽ ബാങ്ക് ലോൺസ് വരാറുണ്ട്. അപ്പൊ നിങ്ങളെല്ലാം പഠിച്ചില്ലെങ്കിലും ഈ 3 ലോങ് ടൈം സോഴ്സ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചു വെക്കുക. ഇക്വിറ്റി ഷെയർസ്, റീറ്റെയിൽഡ് ഏർണിങ്സ്, പ്രിഫറൻസ് ഷെയർസ്, ഡിബഞ്ചർ കൂടി ചേർത്ത് പിടിക്കുക. അപ്പൊ SAക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഏതൊക്കെയാണ് ബിസിനസിന്റെ ലോങ് ടൈം സോഴ്സസ് അല്ലെ? അപ്പൊ നിങ്ങൾ 4 എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലോങ് ടൈം എന്ന് പറയുന്നത് 4 ഇനി മീഡിയം ടൈം എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ലോങ് ടൈം ലോൺ എടുക്കാം, പബ്ലിക് ഡെപ്പോസിറ്റ്, മിനിമം ഒരു 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ഒക്കെ മേടിക്കാം. മറ്റ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതുപോലെ നമ്മൾ ലീസ് ഫിനാൻസിങ്, നമ്മൾ അസറ്റ് ഒക്കെ വാടകയ്ക്ക് എടുക്കും ഒരു 3 വർഷം 2 വർഷത്തേക്ക്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇത് ഷോർട്ട് ടൈം മീഡിയം ടൈം ഫിനാൻസ് ആണ്. നെക്സ്റ്റ് ഷോർട്ട് ടൈം എന്ന് പറയുമ്പോൾ വളരെ കാലാവധി കുറവാണ് അല്ലെ? ക്രെഡിറ്റ് ഒക്കെ നമുക്ക് വാങ്ങിക്കാം അല്ലെ? അടുത്ത മാസം അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താണ്? ഫാക്ടറിങ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നെക്സ്റ്റ് ബാങ്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയ ചിട്ടിയും പട്ടിയൊക്കെ കൂടി എടുക്കാറില്ലേ? അതുപോലെ തന്നെ എന്താണ്? കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് എന്താ ഷോർട്ട് ടൈമിൽ വരുന്ന കാര്യങ്ങളും. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഓണർഷിപ്പ് ബേസ്ഡ് ആണെങ്കിൽ ആദ്യം ഓണർഷിപ്പിൽ ഓണേഴ്സ് ഫണ്ട് ഏതൊക്കെയാണുള്ളത്? ഇക്വിറ്റി ഫണ്ട് ഉണ്ട്, റീറ്റെയിൽഡ് ഏർണിങ്സ് ഉണ്ട്. ഇനി ബോറോഡ് ഫണ്ട് ആണെങ്കിൽ ഡിബഞ്ചേഴ്സ്, ബാക്കി എല്ലാ ഫണ്ടും, പബ്ലിക് ഡെപ്പോസിറ്റ്, ലീസ് ഫിനാൻസിങ്, ഇതൊക്കെ ഇവിടെ വരാം ബോറോഡ് ഫണ്ട്. സോ ശരിക്കും പറയുകയാണെങ്കിൽ ഇക്വിറ്റി റിട്ടേൺ ഏർണിങ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം ബോറോഡ് ഫണ്ടാണ്. ക്ലിയർ ആണല്ലോ? ഓണേഴ്സ് ഫണ്ട് എന്ന് വെച്ചാൽ ഷെയർ വഴി അഥവാ ബിസിനസിന്റെ ഓണർമാർ ഇറക്കുന്ന പൈസ, ബോറോഡ് എന്ന് വെച്ചാൽ കടം വാങ്ങിയ പൈസ. ഇത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഇന്റേണലും എക്സ്റ്റേണലും വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇന്റേണലിൽ വരികയാണെങ്കിൽ ഇക്വിറ്റി റിട്ടേൺ ഏർണിങ്സ് ഇന്റേണൽ സോഴ്സ് ആണ്, ബാക്കി എല്ലാതും എക്സ്റ്റേണൽ സോഴ്സ് ആണ്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് എന്താണ് ഇക്വിറ്റി ഷെയർസ്, എന്താണ്
പ്രിഫറൻസ് ഷെയർസ് ഒക്കെയാണ്. ഇക്വിറ്റി ഷെയർസ് പല പേര് സാറേ ഓർഡിനറി ഷെയർസ് പറയും അല്ലെ. അപ്പൊ എന്താ ഇക്വിറ്റി ഷെയർസ്? ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ് ഒന്നും ഇല്ലാണ്ട് വലിയ മുൻഗണന ഇല്ലല്ലേ. മുൻഗണന ഒരു ഷെയർ ആണ് എന്ത് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എപ്പോ വേണമെങ്കിലും എടുക്കാൻ പറ്റും. ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്ന സാധനമാണ്. അതന്നെ ഇക്വിറ്റി ഷെയർ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ആറാകാൻ വേണ്ടി ദീർഘകാലത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഷെയർ ആണെന്ത് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. അധികം പ്രിഫറൻസുകൾ ഇല്ല. ഇതിന്റെ ഫീച്ചർ പഠിച്ചു വെക്കാം. റിസ്ക് പിടിച്ച ക്യാപിറ്റലാണ്. ഇത് കമ്പനിക്കാണെങ്കിൽ പെർമനന്റ് സോഴ്സ് ഓഫ് ക്യാപിറ്റലാണ്. നമുക്കാണെങ്കിൽ കൺട്രോൾ കിട്ടും. അസറ്റും വലിയ ചാർജ് കിട്ടത്തില്ല. ആണല്ലോ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. നെക്സ്റ്റ് ഇനി പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് പഠിക്കാം. ചോദിക്കാൻ ചാൻസ് മുൻഗണന ഉണ്ട് നമ്മുടെ ഷോർട്ട് സാറിനെ. ഓക്കെ അപ്പൊ അപ്പൊ പ്രത്യേകം ചോദിക്കാം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ എന്തൊക്കെയാണ് മുൻഗണന അവകാശങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെ മുൻഗണന ഉണ്ട്? പ്രിഫറൻസ് ഷെയർസ് പറയുമ്പോൾ 2 മുൻഗണന ഉണ്ട്. എന്തൊക്കെയാണ് സാറേ? ഫസ്റ്റ് ഫസ്റ്റ് ഡിവിഡന്റ് ഇങ്ങനെ മേടിച്ചിട്ട് പോകാൻ അല്ലെ ആ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് രണ്ടാമത്തെ ആണെങ്കിൽ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ അവർക്ക് ആദ്യം കൊടുത്തോളാം. ഇറക്കിയ പൈസ ആദ്യം അവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ബാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ ഇറക്കിയ പൈസ തിരിച്ചു കിട്ടാനും ഡിവിഡന്റ് ഫസ്റ്റ് കിട്ടാനും റൈറ്റ് ഉള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കാൻ നമുക്ക് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കാം. ആദ്യ ഫീച്ചർ എന്തൊക്കെയാണ് സാറേ? ഫസ്റ്റ് അവർക്ക് എന്തായിരിക്കും ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡന്റ് തന്നെയാണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ. പറഞ്ഞ കറക്റ്റ് റേറ്റ് തന്നെ കൊടുത്തോണ്ടിരിക്കും. അവരുടെ ക്യാപിറ്റൽ നമ്മൾ തിരിച്ചടക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ ആ പറയുമ്പോൾ തന്നെ കറക്റ്റ് പീരീഡ് കഴിയുമ്പോൾ തിരിച്ചടച്ചോളാം. നെക്സ്റ്റ് അവർക്ക് എന്തില്ല ഓണറല്ലോ പറ്റിക്കാൻ വേണ്ടി വിളിച്ചല്ലേ. അപ്പൊ അധികം വോട്ടിംഗ് ഗ്യാരണ്ടി ഫോർ ഡിവിഡന്റ്. അതായത് എങ്ങാനും ലോസ് ആണെങ്കിൽ ഡിവിഡന്റ് കൊടുക്കാൻ വലിയ ഉത്തരവാദിത്വം കൊടുത്തോളാം പറഞ്ഞില്ല. കിറ്റിക്കാർക്ക് മുന്നേ നിങ്ങൾക്ക് തരാമെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് വലിയ ഉറപ്പൊന്നുമില്ലല്ലേ. അപ്പൊ ഇതേപോലെ ഇത്രയും ഫീച്ചറുള്ള ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ക്ലിയറാണല്ലോ മക്കളെ. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ് വീണ്ടും ഫീച്ചർ ആയിട്ടും അഡ്വാൻറ്റേജ് ഒക്കെ ആയിട്ടും ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ഇനി ഇക്വിറ്റിക്ക് ആണെങ്കിൽ എങ്ങനെയാണ് സാറേ? അതിന്റെ പ്രൈസ് എങ്ങനെയാ വരാം? ഇക്വിറ്റിയും പ്രിഫറൻസും കമ്പയർ ചെയ്യണമെങ്കിൽ ഇക്വിറ്റിയുടെ പ്രൈസ് കുറച്ച് കുറവായിരിക്കും. നെക്സ്റ്റ് എന്താണ് ഇതിന്റെ അകത്ത് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇതിലേക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡന്റ് ആയിരിക്കും. ഇപ്പൊ 10% ആണെങ്കിൽ ഓൾവേസ് അവർക്ക് 10% കിട്ടിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് അരിയേഴ്സ് ഓഫ് ഡിവിഡന്റ് വരാണെങ്കിലോ ഇവർക്ക് അരിയർ വരാണെങ്കിൽ സംഭവിക്കും അടുത്ത വർഷം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനൊരു ഷെയർ വാങ്ങിച്ചു, എനിക്ക് ഈ വർഷം ഡിവിഡന്റ് ഇല്ല, അടുത്ത വർഷം കിട്ടോ കൂടി തരത്തില്ല. അപ്പൊ നോ അരിയർ അരിയർ കിട്ടാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമുക്ക് പല ടൈപ്പ് ക്യുമുലേറ്റീവ് ഷെയർസ് ഉണ്ട്. അപ്പൊ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അരിയർ ഡിവിഡന്റ് നമുക്ക് എന്താണ് അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ മക്കളെ. അപ്പൊ പഠിക്കാം. ഓക്കെ നെക്സ്റ്റ് അടുത്തത് പ്രിയോറിറ്റി. പ്രിയോറിറ്റി എന്ന് പറയുമ്പോൾ ആർക്കാ പ്രിയോറിറ്റി ഉള്ളത്? എന്താണെങ്കിലും പ്രിഫറൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് എല്ലാ പ്രിഫറൻസ് ഇവർക്കാണ്. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്യാപിറ്റൽ കിട്ടാനും ഡിവിഡന്റ് കിട്ടാനും ഒരു മുൻഗണനയും ഇല്ല. പക്ഷെ ഇവർക്കാണെങ്കിൽ ക്യാപിറ്റൽ കിട്ടാനും ഡിവിഡന്റ് കിട്ടാനും എന്തുണ്ട്? മുൻഗണനാവകാശങ്ങളുണ്ട്. ഇനി റിസ്ക് ഇക്വിറ്റിക്കാർക്ക് കൂടുതൽ റിസ്ക്. കാരണം എന്താ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് റീപേയ്മെന്റ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ലോസ് ആണെങ്കിൽ ഒന്നും കിട്ടൂല. അത് വിഷമിച്ചിരിക്കേണ്ടി വരും. നെക്സ്റ്റ് ഇവർക്ക് അങ്ങനെയല്ല. റിസ്ക് ഒക്കെ വളരെ കുറവായിരിക്കും. ആദ്യം പൈസ മേടിച്ചുകൊണ്ട് പോകും, ആദ്യം ഡിവിഡന്റ് കിട്ടും. അപ്പൊ റിസ്ക് കുറച്ച് കുറവായിരിക്കും. നെക്സ്റ്റ് വോട്ടിംഗ് റൈറ്റ് പറയുകയാണെങ്കിലോ മാത്രമേ ഉള്ളൂ അല്ലേ? പൈസ ഇല്ലല്ലോ, കുഴപ്പമില്ല. വോട്ടിംഗ് റൈറ്റ് കൊണ്ടോട്ടെ. അപ്പൊ എനിക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മാത്രം വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. നെക്സ്റ്റ് അതെ അടുത്തെന്തായിരിക്കും? മാനേജ്മെന്റ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൺട്രോളും ഉണ്ടാവും. വോട്ടിംഗ് റൈറ്റ് ഉണ്ടല്ലോ. അപ്പൊ കൺട്രോൾ ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. നമുക്ക് അധികം കൺട്രോൾ നമുക്ക് പൈസ മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്ക് കൺട്രോൾ ഒന്നുമില്ല. പൈസ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ അപ്പൊ നോക്കി. അപ്പൊ നിങ്ങൾ ഇക്വിറ്റിയുടെ പ്രിഫറൻസിന്റെ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. എസ് എ ചോദിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? ഈ ചാപ്റ്ററിന്റെ ഡിഫറൻസ് നിങ്ങൾ ഒരു 6 പോയിന്റ് എങ്കിലും മിനിമം പഠിച്ചിട്ടുണ്ടാവണം. കാരണം എസ് എക്ക് ചാൻസ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ എസ് എ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അപ്പൊ 6 പഠിച്ചു വെക്കാം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടില്ല. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്താണെന്ന്. ഓക്കെ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സാറ് ഹരിദാസ് സാറ് കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ നോക്കണ്ട. നല്ല റിച്ചാ. അപ്പൊ ഇതേപോലെ കൂട്ടി നമ്മൾ കിട്ടുന്ന പ്രോഫിറ്റ് ഇങ്ങനെ മാറ്റി വെക്കും. അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് അംബാനിയേക്കാൾ അല്ലെ. അപ്പൊ ഇതേപോലെ കൂട്ടി വെക്കും. അപ്പൊ ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾ സാറിന്റെ ഫ്യൂച്ചർ നിങ്ങൾക്ക് അറിയാലോ. നല്ല കല്യാണം കഴിക്കണം സാറേ. അപ്പൊ ഇതേപോലെ ഫ്യൂച്ചറിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് സാറ് ചിന്തേ ഉള്ളൂ. ഓക്കെ കഴിഞ്ഞ ചിങ്ങത്തിൽ 18 കഴിഞ്ഞുള്ളൂ. ഓക്കെ ഷോർട്ട് സാറിന്റെ കുത്തി ചുമ. ഓക്കെ നോക്കാം. അപ്പൊ ഇതേപോലെ നമ്മുടെ കമ്പനിയും കമ്പനിയുടെ കിട്ടുന്ന പ്രോഫിറ്റിന്ന് നെറ്റ് ഏർണിങ്സ് എന്ന് പറയുമ്പോ അതന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. എല്ലാ എക്സ്പെൻസും കൊടുത്ത് ബാക്കിയുള്ള ഏർണിങ്സിന്ന് കുറച്ച് എമൗണ്ട് ഓഫ് എന്താണ് ഏർണിങ്സ് കമ്പനി ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. അതിനാണ് പറയാ റീറ്റെയിൻ ഏർണിങ്സ്. അപ്പോ എല്ലാ എക്സ്പെൻസും കഴിച്ച് ബാക്കിയുള്ള പ്രോഫിറ്റ് ശരിക്കും
ഡിവിഡന്റ് കൊടുക്കേണ്ടതായിരുന്നു അല്ലേ സാറേ? അപ്പൊ ഡിവിഡന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിട്ടേൺ ചെയ്യണം. അപ്പൊ ഡിവിഡന്റ് കൊടുക്കാൻ നമ്മൾ ഇതേപോലെ റിട്ടേൺ വിളിക്കും, നമ്മൾ റിട്ടേൺ ഏർണിങ്സ് വിളിക്കും, അല്ലെങ്കിൽ ഇന്റേണൽ ഫിനാൻസിംഗ് എന്ന് വിളിക്കും, സെൽഫ് ഫിനാൻസിംഗ് എന്ന് പറയും, പിന്നെ പ്ലവിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയും. ക്ലിയർ മക്കളെ? അപ്പൊ ഓർത്ത് വെച്ചേക്കാട്ടോ. എന്താണ് നെറ്റ് ഏർണിംഗ്സ് റിട്ടേൺ ചെയ്യുന്ന പോർഷൻ എന്ന് പറയാ, റിട്ടേൺ ഏർണിംഗ്സ് വിളിക്കുക. ഓർത്ത് വെക്കുക. അതിന്റെ മെറിറ്റും ഡിമെറിറ്റും പഠിക്കുക. ഒന്നാമതായിട്ട് എന്തായിട്ട് പറയുന്നത് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആണ്. പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ മാറ്റാൻ പറ്റും. ഇനി അധികം കോസ്റ്റ് ഒന്നും ഇവിടെ ഇല്ല. അതുപോലെ എന്താണ് കമ്പനിക്ക് ആണെങ്കിൽ ഇങ്ങനെ സേവിങ്സ് നമുക്ക് ലോസ് ഒക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്ട്രോങ് ആകും, ഒന്ന് ഫിനാൻഷ്യലി സ്ട്രോങ് ആകും. ഇനി ലിമിറ്റേഷൻ പറയുകയാണെങ്കിൽ മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ ഇടയിലോ ഇയാൾ കുറെ എല്ലായിടത്തും ഒളിപ്പിച്ചൊക്കെ ഞങ്ങൾക്ക് ഡിവിഡന്റ് തരുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടാകും. അതുപോലെ എന്താണ് ഇഗ്നോറൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. നമുക്ക് വേണമെങ്കിൽ പൈസ സേവ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും പ്രൊഡക്റ്റീവായ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് പൈസ കിട്ടിയാലേ. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യാവുന്ന മറ്റവസരങ്ങളെ ഒഴിവാക്കുകയാണ്. അപ്പൊ അതിനാണ് പറയാ ഇഗ്നോറൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം മക്കളെ. അപ്പൊ ഇത് റിട്ടേൺ ഏർണിങ്സും അതിന്റെ മെറിറ്റും ലിമിറ്റേഷനും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഡിബഞ്ചർ എന്തായാലും വരുന്നുണ്ട് ഒപ്പം പറഞ്ഞു അല്ലെ? നോക്കാം. അതിനടുത്തത് ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും എഴുതി വെക്കണം കേട്ടോ. ഡിബഞ്ചർ ഈസ് ആൻ അക്നോളജ്മെന്റ് ഓഫ് ദ ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ എ കോമൺ സീൽ. കമ്പനിയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള കോമൺ സീൽ പതിച്ചിട്ടുള്ള കമ്പനി അംഗീകരിച്ച കടപ്പത്രങ്ങളെയാണ് എന്ത് വിളിക്കുക? ഡിബഞ്ചർ. യെസ്. ഇനി ഈ ഡിബഞ്ചറിൽ എന്തുണ്ടായിരിക്കും? എത്ര രൂപയാണ് മേടിക്കുന്നത്, റീപേ ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ്, അതെല്ലാം കൃത്യമായിട്ട് പറയും. അപ്പൊ ഡിബഞ്ചർ എന്താണെന്ന് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഡിബഞ്ചർ ഹോൾഡർ എന്താ വിളിക്കാം സാറേ? ഡിബഞ്ചർ ഹോൾഡറിനെ ക്രെഡിറ്റർ എന്ന് വിളിക്കാം. അപ്പൊ നോക്കാം, കമ്പനി ഒരു ബോറോഡ് ഫണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്ത് വഴിയാണ്? ഡിബഞ്ചർ വിറ്റിട്ടാണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കാം. അതിന്റെ ഫീച്ചർ നോക്കാം. ഒന്നാമതായിട്ട് ബോറോഡ് ഫണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞു അല്ലെ, ക്രെഡിറ്റർ ആകാൻ വേണ്ടി കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ്. ഇനി ബോറോഡ് ഫണ്ട് ആണെങ്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് റീപേയ്മെന്റ് ആഫ്റ്റർ ഫിക്സഡ് പീരീഡ്, ഒരു ഇത്ര കാലഘട്ടം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു തന്നേക്കാം. 5 വർഷത്തേക്ക് മേടിച്ചു, 5 വർഷം തിരിച്ചു കൊടുക്കും അല്ലെ? നെക്സ്റ്റ് ഇവർക്ക് വോട്ടിംഗ് റേറ്റ് ഒന്നും ഉണ്ടാവില്ല, കടക്കാരല്ലേ, അധികം വോട്ടിംഗ് റേറ്റ് ഒന്നും വേണ്ട. നെക്സ്റ്റ് എന്താണ് നമ്മൾ എന്തെങ്കിലും ഡിബഞ്ചർ കൊടുക്കുമ്പോ ആ ഡിബഞ്ചറിന് കൃത്യമായിട്ട് എന്ത് കൊടുക്കണം? അസറ്റുമ്പോ ചാർജ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ മക്കളെ നോട്ട് ചെയ്ത് വെക്കുക. ഡിബഞ്ചറിന്റെ ഫീച്ചർ ഒക്കെ നോട്ട് വെച്ചേക്കുക. ഡിബഞ്ചർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിബഞ്ചർ ഹോൾഡർ കമ്പനിയുടെ ക്രെഡിറ്റർ ആണ്. ഇറ്റ്സ് എ ബോറോഡ് ഫണ്ട് ആണ്. സെറ്റാണ് കയ്യിൽ. ഇത്രയും ഓക്കെ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൺ വേ ചോദിക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വൺ വേയുടെ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്, ഡിബഞ്ചർ ഹോൾഡറിന് ഇൻട്രസ്റ്റ് കിട്ടും, ഷെയർ ഹോൾഡറിനോ ഡിവിഡന്റ് കിട്ടും. ക്ലിയർ ആണല്ലോ? ഡിബഞ്ചർ ഹോൾഡർ ക്രെഡിറ്റർ ആണ്, ഷെയർ ഹോൾഡറോ ഓണർ ആണ്. ഇതൊക്കെ ചോദിച്ച് കണ്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആയിട്ടാണ് വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഡിബഞ്ചർ ആൻഡ് ഷെയർസ്. ഈ ഡിഫറൻസ് ആണ് എപ്പോഴും ചോദിച്ചു കണ്ടേക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതെന്തായാലും പഠിച്ചു വെക്കുക. ഷെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഓർക്കേണ്ടത്? ഇവിടെ ഇക്വിറ്റി ഷെയറിനെ കുറിച്ച് ഓർക്കുക. ഇവിടെ ഡിബഞ്ചറും കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഷെയർ എന്ന് പറയുമ്പോൾ സാർ എന്താണത്? അതെ, ഓൺഡ് സെക്യൂരിറ്റി അഥവാ ഓണർ സെക്യൂരിറ്റി ഓൺഡ് ഫണ്ട് ആണ്. ഇതാണെങ്കിലോ ഡെപ്റ്റ് ഫണ്ട് ആണ്, ഓൺഡ് ഫണ്ട് ആണെന്ന് പറയാൻ പറ്റും. ഇതിവിടെ ഇതിന്റെ ഹോൾഡർ ആയിരിക്കും മെമ്പർ, കമ്പനിയുടെ ഓണർ തന്നെയായിരിക്കും. ഷെയർ ഹോൾഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പർ ആകാം, ഡിബഞ്ചർ കാണിച്ച ആരാകാം, ക്രെഡിറ്റർ ആണാകാം. ഇനി ഷെയർ ഹോൾഡർക്ക് എന്താ കിട്ടുക സാറേ? നെറ്റ് പ്രോഫിറ്റിന്റെ ബേസിൽ ഡിവിഡന്റ് നമുക്ക് കിട്ടും. ഇവിടെ അങ്ങനെയല്ല, എത്ര പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. നെക്സ്റ്റ് അടുത്തത് അതെങ്ങനെയായിരിക്കും? അസറ്റിന്റെ മേലുള്ള ചാർജ് എങ്ങനെയായിരിക്കും? ഷെയർ ഹോൾഡേഴ്സിന് പ്രത്യേകിച്ച് ചാർജ് ഉണ്ടാവും സാറേ? ചാർജ് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഡിബഞ്ചർ ഹോൾഡർ അങ്ങനെയല്ല, ക്രെഡിറ്റർ ആയതുകൊണ്ട് അസറ്റുമ്പോ കൃത്യമായിട്ട് ചാർജ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ അസറ്റ് അങ്ങനെ എടുത്തോണ്ട് റിട്ടേൺ എങ്ങനെയായിരിക്കും? ഫ്ലക്ച്വേറ്റിംഗ് ആണല്ലേ, സ്ഥിരമായിട്ട് വരുമാനം കിട്ടണമെന്നില്ല, പ്രോഫിറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല, ഫിക്സഡ് എത്ര പ്രോഫിറ്റും കൂടിയാലും കുറഞ്ഞാലും എത്രയാണ് ഇൻട്രസ്റ്റ് ആ ഫിക്സഡ് റേറ്റിന് കിട്ടിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ് എന്താണ്? ഒരു പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണെങ്കിലും ഇഷ്യൂ ഷെയർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ് അല്ലെ? നെക്സ്റ്റ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഡിബഞ്ചർ നമുക്ക് പൈസ ഇല്ലെങ്കിൽ മാത്രം വിറ്റാൽ മതി, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ വേണ്ടെന്ന്. അപ്പൊ ഇതേപോലെ ഡിബഞ്ചർ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ടത് അതെന്ന് പറയാം മാൻഡേറ്ററി അല്ലെങ്കിൽ കമ്പൽസറി എന്ന് പറയാം. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കേണ്ടത് ഇനി മീഡിയം ടൈം ഡെപ്പോസിറ്റുകളാണ്. അടുത്ത് വരുന്നത് പബ്ലിക് ഡെപ്പോസിറ്റ് ആണ് കേട്ടോ. പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നമ്മളുടെ ഡെപ്പോസിറ്റ് ബാങ്ക് മേടിക്കുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക? ഷോർട്ട് ടൈമിലേക്കും മീഡിയം ടൈമിലേക്കും ഫിനാൻഷ്യൽ റിക്വയർമെന്റിന് വേണ്ടിയിട്ട് പബ്ലിക്കിന്റെ ചെറിയ ഡെപ്പോസിറ്റ് മേടിക്കുക. ഇത്ര വർഷം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കുക. അവർക്കാണെങ്കിൽ എന്ത് കൊടുക്കണം? ആ ഡെപ്പോസിറ്റ് പൈസയ്ക്ക് ബാങ്ക് കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കണം. ക്ലിയർ ആണല്ലോ? പഠിക്കാം. അടുത്താണ് ട്രേഡ് ക്രെഡിറ്റ്. ട്രേഡ് ക്രെഡിറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ സാറിന്റെ കയ്യിൽ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചു, ഞാൻ പൈസ കൊടുക്കാണ്ട് പറ്റിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ചെയ്യത്തില്ലേ? അപ്പൊ ഇതേപോലെ 1 മാസം കഴിയുമ്പോൾ 2 മാസം കഴിയുമ്പോഴോ പൈസ പറഞ്ഞ ഇതേപോലെ എന്താണ്?
അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയാം. ഓർത്ത് വെക്കാൻ മക്കളെ, ഒരു ട്രേഡ് നടത്തിയതിന് ഞാൻ ക്രെഡിറ്റ് കൊടുത്തു, കടത്തിന് കൊടുത്തു, സെയിൽ കൊടുത്താൽ മതി അല്ലെ. നമ്മൾ പൈസ കൊടുക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ നോക്കാം, ട്രേഡ് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ക്രെഡിറ്റ് എക്സ്റ്റെൻഡഡ് ബൈ വൺ ട്രേഡർ ഫോർ അനദർ ഫോർ ദി പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രേഡർക്ക് മറ്റൊരു ട്രേഡർ എന്ത് ചെയ്യാണ്, വാങ്ങിച്ച പൈസ അടിക്കാനുള്ള ദിവസം നീട്ടി കൊടുക്കാൻ നമുക്ക് എന്ത് പറയാം, ട്രേഡ് ക്രെഡിറ്റ് എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ളതും ഷോർട്ട് ടൈം ഫിനാൻസിംഗ് ആണ് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്തതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി, മെയിൻ ആയിട്ട് കമ്പനീസ്, കോർപ്പറേറ്റ് കമ്പനീസ് എന്താണ്, അതിന് ഫണ്ടിന് ആവശ്യം വരും. ഷോർട്ട് ടൈം ഫണ്ടിന് ആവശ്യം വരുമ്പോൾ 90 days to 1 year എന്ന മെച്യൂരിറ്റി പീരീഡിലേക്ക് എന്താണ് വിൽക്കുന്ന പേപ്പറാണ് കൊമേഴ്ഷ്യൽ പേപ്പർ, CP എന്ന് പറയും കേട്ടോ. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി നോട്ടാണ് പ്രത്യേകം പഠിക്കുക. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ്. നെഗോഷ്യബിൾ മാറ്റി മറിച്ച് വെക്കാൻ പറ്റും. അപ്പൊ എനിക്ക് വേണമെങ്കിൽ സാറിന് കൊടുക്കാം, സാറിന് എനിക്ക് വെക്കാം, അങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കി, ഫിക്സഡ് ആയിട്ട് മെച്യൂരിറ്റി പീരീഡ് ഉള്ള, ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉള്ള, എന്നാൽ പ്രോമിസ് കൊടുക്കാത്ത, അൺസെക്യൂർഡ് ആയ, എന്താ പ്രോമിസ് കൊടുക്കുന്ന അൺസെക്യൂർഡ് ആയ പേപ്പർ ആണെന്ത്, കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ വേർഡ് കൃത്യമായി എടുത്ത് വെക്കുക. ഷോർട്ട് ടൈം അൺസെക്യൂർഡ് പ്രോമിസറി പീരീഡ് നോട്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. മെച്യൂരിറ്റി പീരീഡ് ഉണ്ട് 90 days, 3 മാസം മുതൽ 1 വർഷത്തേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഇഷ്യൂ ചെയ്യാം. ഇതാണല്ലോ മക്കളെ, 365 വരില്ല അല്ലെ. അപ്പൊ 3 മാസം ഉണ്ടെങ്കിൽ എന്താണ് 1 year വരെ എന്താണ് അതിനെ മെച്യൂരിറ്റി പീരീഡ് ഓർത്ത് വെക്കാം. ഇതാണല്ലോ മക്കളെ, ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ CP കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇനി മെറിറ്റ് നോക്കാം, ലിമിറ്റേഷൻ നോക്കാം. മെറിറ്റ് പറയുമ്പോൾ അതിനധികം കണ്ടീഷൻസ് ഒന്നുമില്ല. ഭയങ്കര നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. 1 year പൈസ, അധികം പൈസ ഒന്നും അവിടെ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റേഷൻ പറയുമ്പോൾ സൗണ്ട് നല്ല പൈസ ഉള്ള, അതായത് 1 വർഷം റീപേ ചെയ്യേണ്ട വരും അല്ലെ. ഒരുപാട് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഫേമിന് മാത്രമേ ഇത് വിൽക്കാൻ പറ്റത്തുള്ളൂ. കാരണം പെട്ടെന്ന് റിഡപ്ഷൻ ഉണ്ടാകും. ഒരുപാട് ചെയ്യാനും പറ്റത്തില്ല. നമുക്ക് മാക്സിമം പോയി 5 ലക്ഷം അല്ലെങ്കിൽ 4 ലക്ഷം, അധികം ഫണ്ട് നമുക്ക് CP വഴി റേസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം മക്കളെ. മെറിറ്റും ഡിമെറിറ്റും കൊടുത്തേക്ക് മനസ്സിലാക്കും. ഒരുപാട് ബിസിനസ് ചെയ്യുന്ന കറണ്ട് അക്കൗണ്ട് ഒക്കെ ഒത്തിരി ഡീൽ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ പറയുന്ന CP കൂടെ പൈസ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്ന മെറിറ്റും ഡിമെറിറ്റും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഏതൊക്കെ ടേംസിൽ മെറിറ്റ് ഡിമെറിറ്റ് പാട്ടുണ്ടോ അത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത വരുന്ന ടോപ്പിക്കാണ് ഓക്കെ. ഫാക്ടറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ ഡെപ്റ്റ് ക്രെഡിറ്റ്സ് നമ്മൾ നടത്തി. അപ്പൊ നമുക്ക് എന്തുണ്ടാകും, ഡെപ്റ്റുകൾ കിട്ടും, ബില്ലുകൾ കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ കളക്ട് ചെയ്യുന്നത് നമ്മുടെ ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാക്ടർ എന്ന് പറഞ്ഞ ഒരു ഏജന്റിന് കൊടുത്തിട്ട് അവരെ കൊണ്ട് ആ ക്രെഡിറ്റ് സെയിലിന്റെ പൈസ കളക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോ നമ്മൾ കളക്ട് ചെയ്യേണ്ട നമ്മുടെ ക്രെഡിറ്റ് ബില്ലുകൾ മറ്റൊരു എന്താണ് ഏജൻസി വഴി കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പല പേരാണ് ഫാക്ടറിംഗ്. അപ്പൊ ഓർത്ത് വെച്ചേക്കാം. അതായത് നമ്മൾ ആർക്കോ കടം കൊടുത്തു, നമുക്ക് പുറകെ പോയി നടക്കാൻ നേരമൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് ഗുഡ്സ് വിറ്റു, നമുക്ക് അതിന്റെ പൈസ തിരിച്ച് കിട്ടാനുണ്ട്, നമുക്കത് മേടിക്കാനുള്ള സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ബില്ലുകൾ ഏജൻസിക്ക് കൊടുക്കും, അവർ നമുക്ക് അതിന്റെ പൈസ തരും, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കമ്മീഷൻ മേടിക്കും. എന്നിട്ട് ബില്ലിന് ഡ്യൂ ആകുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ആ ഏജൻസി വാങ്ങിച്ചോളൂ. അപ്പൊ അതിനാണ് എന്ത് പറയാ, ഫാക്ടറിംഗ് എന്ന് പറയാ. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഡെപ്റ്റ് കളക്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഫാക്ടറിംഗ് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഈ വേർഡൊക്കെ നോട്ട് ചെയ്യുക. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് മക്കളെ. നെക്സ്റ്റ് അടുത്തത് ലീസ് ഫിനാൻസിംഗ് ആണ്. ലീസിന് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് വേണ്ടിയിട്ട് കടത്തിന് ഒറ്റയടിക്ക് പൈസ കൊടുത്തെടുക്കണാണ് ഞാൻ എക്സാം പറയുകയാണെങ്കിൽ ഞാൻ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുകയാണ്, എന്റെ കയ്യിൽ ഒരു വണ്ടിയൊന്നും ഇല്ല. ഞാൻ എന്ത് ചെയ്യും, സാറിന്റെ കയ്യിൽ ഒരു വണ്ടി എടുക്കും, എന്നിട്ട് സാറിന് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ എന്താണ് ഫീസ് ഒക്കെ അടച്ചുകൊണ്ടിരിക്കണമെങ്കിൽ റെന്റ് ഒക്കെ അടച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതേപോലെ ഞങ്ങൾ നമ്മളൊരു അഗ്രിമെന്റ് ഉണ്ടാകും. അതിനാണ് എന്ത് പറയാ, ലീസ് അഗ്രിമെന്റ് എന്ന് പറയാ. ഓണർ നമ്മൾ എന്ത് പറയും, ഓണറിനെ ലെസ്സർ എന്ന് പറയും, യൂസറിനെ ലെസ്സി എന്ന് പറയും. പേരാണല്ലോ. അപ്പൊ ഒരസെറ്റ് പൈസക്ക് മേടിക്കാണ്ട് വാടകയ്ക്ക് എടുത്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പറഞ്ഞ പേരാണ് ലീസ് ഫിനാൻസിങ്. ആരാണ് ലെസ്സർ, ആരാണ് ലെസ്സി, കൊടുക്കുന്ന എമൗണ്ട് ലീസ് എടുത്ത് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. സെറ്റ് ആണല്ലോ മക്കളെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പീരിയോഡിക് പേയ്മെന്റ് ആണ് ലീസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അതിന് മെറിറ്റ് ഡിമെറിറ്റ് നോട്ട് ചെയ്ത് വെക്കുക. മെറിറ്റ് പറയുമ്പോൾ ഒന്നാമതായിട്ട് എന്താണ്, നമുക്കൊരു അസെറ്റ് കുറഞ്ഞ അസെറ്റ് അക്യൂർ ചെയ്യാൻ പറ്റും. ഇനി അധികം വലിയ ഡോക്യുമെന്റേഷൻ വേണ്ട, ചെറിയ കരാറ് മതി അല്ലെ, ചെറിയ അഗ്രിമെന്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ലീസിന് എടുക്കുകയാണെങ്കിൽ ലീസിന്റെ റെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റിൽ ടാക്സ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഡിബെഞ്ചറിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാക്സ് കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ടാക്സ് കുറയ്ക്കാനുള്ള ബെനിഫിറ്റ് ഏതൊക്കെയാണ് മക്കളെ, ഡിബെഞ്ചർ എടുക്കുന്ന വഴിയും ലീസ് എടുക്കുന്ന വഴിയും. ഇത് രണ്ടും എമൗണ്ട് എന്താണ്, നമുക്ക് ഈ പറഞ്ഞ ടാക്സ് കുറയ്ക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയറാണല്ലോ. ഇനി ഡിമെറിറ്റ് പറയുകയാണെങ്കിൽ അതുപോലെ ബാങ്ക് ലോൺ നമുക്ക് എന്താണ് ടാക്സ് കുറയ്ക്കാൻ പറ്റിയ മാർഗമാണ്. നെക്സ്റ്റ് ഡിമെറിറ്റ് പറയുകയാണെങ്കിൽ എന്താണ്,
ഒരുപാട് റെസ്ട്രിക്ഷൻ ഉണ്ടാവും അല്ലെ. എന്റെ വണ്ടി ഞാൻ ടീച്ചർ കൊടുക്കാൻ നേരത്തെ ഞാൻ സൂക്ഷിക്കണം അല്ലെ, റോട്ടിൽ കൂടി ഓടിക്കരുത്, വീട്ടിൽ സൂക്ഷിക്കണം. അതെ, വേണേ ചില്ലിട്ട് വെച്ചോ. ഇതേപോലെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ് അടുത്തത്, നമ്മൾ ഫോർ എക്സാമ്പിൾ ഓൾറെഡി നമ്മൾ റെന്റ് ഒരു അസറ്റ് എടുത്തിട്ടുണ്ട്, അതിന്റെ പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, റെന്റിന്റെ കരാറ് പുതുക്കണം അല്ലെ. പുതുക്കിയത് സംഭവിക്കും, അസറ്റ് എടുത്തോണ്ട് പോകും. അപ്പൊ റിന്യൂവൽ ഇല്ലെങ്കിൽ എഗ്രിമെന്റ് എങ്ങനെ നമ്മൾ പുതുക്കാൻ വിട്ടവർ സംഭവിക്കും, അസറ്റ് എടുത്തോളൊക്കെ ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡിമെറിറ്റ് ആയിട്ട് വരുന്നത്. മെറിറ്റും ഡിമെറിറ്റും ഇതിന്റെയും എന്തായാലും പഠിക്കണം. ക്ലിയർ അല്ലേ മക്കളെ? ഇനി അടുത്തൊരു പോർഷൻ ആണ് ഇന്റർനാഷണൽ ഫിനാൻസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ഫിനാൻസിംഗ് എന്ന് പറയുമ്പോൾ ഇത്ര തരം പറഞ്ഞ മക്കളെ, നമ്മുടെ ഓൺ മാർക്കറ്റിൽ നമ്മൾ എങ്ങനെ ഫണ്ട് ഉണ്ടാക്കാനാണ് പഠിക്കാൻ പോകുന്നത്. ഇന്റർനാഷണൽ ഫിനാൻസ് വഴി ഫണ്ട് എടുക്കലാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. ഇന്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വഴിയും ഏതെങ്കിലും ഏജൻസി വഴിയൊക്കെ നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റും. മെയിൻ ആയിട്ട് നാഷണൽ ഫിനാൻസിൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് എടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ADR-ഉം GDR-ഉം IDR വഴിയാണ്. അതിന്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ജസ്റ്റ് എന്താണ് GDR, എന്താണ് ADR, എന്താണ് FCC. പോർഷൻ ആണ് മക്കളെ, ഇത് ഡിലീറ്റഡ് പോർഷൻ ആണെങ്കിൽ കൂടി ജസ്റ്റ് നിങ്ങൾ എന്താണെന്ന് വായിച്ചു വെച്ചേക്കാം. കാരണം ചോദിച്ച് കണ്ടിട്ടുണ്ട് ഡിലീറ്റഡ് പോർഷൻ. ഓക്കെ ആണല്ലോ? അപ്പൊ ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത്, ഇത്രയും നേരം പഠിച്ച സോഴ്സസിൽ നിന്ന് ഏതെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഫണ്ട് എടുക്കാൻ പോണെന്നാണ് നോക്കാം. എഫക്ട് ചെയ്യുന്നത് ഒന്നാമതാണ് കോസ്റ്റ്. നമ്മൾ ആദ്യം നോക്കണം, ഒരു ഫണ്ട് എടുക്കുമ്പോൾ എത്ര കോസ്റ്റ് ഉണ്ടെന്ന് നോക്കണം. ആ കോസ്റ്റ് കൂടുതലാണെങ്കിൽ ആ ഫണ്ട് എടുക്കാണ്ടിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദി ബിസിനസ്. അതായത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് എന്തെടുക്കാം, ഡെപ്റ്റ് ഫിനാൻസ് യൂസ് ചെയ്യാം. യെസ്, നെക്സ്റ്റ് എന്താണ്, ഫോംസ് ഓഫ് ബിസിനസ് ആൻഡ് ലീഗൽ സെറ്റിൽമെന്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പനി ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഫണ്ടും എടുക്കാം. നമ്മൾ നേരെ മറിച്ച് സോൾ ട്രേഡിംഗ് ആണെങ്കിലോ നമുക്ക് പോയിട്ട് ലോൺ എടുക്കാനേ പറ്റത്തുള്ളൂ, ഷെയർ നിൽക്കാൻ പറ്റത്തില്ല. ഇനി നെക്സ്റ്റ് പർപ്പസ് ആൻഡ് ടൈം പീരീഡ്. നമ്മൾ എപ്പോഴും ഫണ്ട് എടുക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയൽ മേടിക്കാനാണെങ്കിൽ നമ്മൾ പോയിട്ട് ഇക്വിറ്റി ഷെയർ വിൽക്കാൻ പാടില്ല അല്ലെ. നമുക്ക് കുറച്ച് നാളത്തേക്ക് ഫണ്ട് മതി. അതേപോലെ നമ്മൾ ഫണ്ടിന്റെ ഒരു ആവശ്യകതയും ടൈമും നോക്കിയിട്ട് ഫണ്ട് എടുക്കാൻ, ആവശ്യമായിട്ട് പോയിട്ട് ലോങ് ടൈമിന് ഫണ്ട് എടുക്കാൻ പാടില്ല. നെക്സ്റ്റ് റിസ്ക് പ്രൊഫൈൽ. എല്ലാ ഫണ്ടിനും റിസ്ക് ഉണ്ട് അല്ലെ, റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് എക്സ്റ്റെൻഡ് ദി വിച്ച് വില്ലിംഗ് ടു ഷെയർ അല്ലേ. നമ്മളിപ്പോ കൺട്രോൾ, നമ്മുടെ ബിസിനസിന്റെ കാര്യം എന്റെ കയ്യിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ബാങ്കിൽ നിന്ന് വല്ല ലോൺ കൊടുക്കണം. അല്ലാണ്ട് ഷെയർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് കൺട്രോൾ പോകും. ആരൊക്കെ വരുന്നുണ്ട് അവർക്ക് കൺട്രോളിൽ പോയിക്കൊണ്ടിരിക്കും. ഇനി ഫോർ എക്സാമ്പിൾ ലോണൊക്കെ എന്താണ് ആ ഒരു പർപ്പസിന് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മളുടെ ഇഷ്ടത്തിന് ഫണ്ട് എടുക്കണം, എന്ത് ചെയ്യണം, നമ്മൾ പോയിട്ട് ഓൺ ഫണ്ട് തന്നെ പോയിട്ട് എടുക്കേണ്ടി വരും. നെക്സ്റ്റ് ടാക്സ് ബെനിഫിറ്റ്, അത് എന്തായാലും പഠിക്കണം കേട്ടോ. ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഫണ്ട് എടുക്കേണ്ടത് സാറേ. ഫോർവേഡ് ഫണ്ട്, അതായത് ഡിബഞ്ചർ, ലീസ് ഫിനാൻസിങ്, ലോൺ, ഇത്രയും കാര്യങ്ങളൊക്കെ എന്തുള്ളൂ, ടാക്സ് ബെനിഫിറ്റ് ഉള്ളൂ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് നോക്കിയിട്ടേ ഫണ്ട് എടുക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും 5 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം. സെറ്റ് ആണ് കൈവശിക്കാൻ ചെയ്യും. അപ്പൊ 8ാമത്തെ ചാപ്റ്റർ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞതാണ് 8 മാർക്കിന്റെ ചാപ്റ്റർ ആണ്. അതിന് 2 ഡിഫറൻസും അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. അതേപോലെ ഡിബഞ്ചർ എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കുക. ദെൻ പ്രിഫറൻഷ്യൽസിന്റെ റൈറ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പബ്ലിക് ഡെപ്പോസിറ്റ് ചാപ്റ്റർ, പബ്ലിക് ഡെപ്പോസിറ്റും ട്രേഡ് ക്രെഡിറ്റും ലീസ് ഫിനാൻസിങ്ങും അതുപോലെ എന്താണ് ഫാക്ടറിങ്ങും എന്താണെന്നൊക്കെ പഠിച്ചു വെക്കാം. സെറ്റ് ആണല്ലോ? അതിൽ കൊമേഴ്ഷ്യൽ പേപ്പറും ലീസ് ഫിനാൻസിങ്ങും ആണ് മെറിറ്റും ഡീമെറിറ്റും അടക്കം പഠിക്കേണ്ടത്. ഇത്രയും ഓക്കെ ആണെങ്കിൽ കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 5 പോയിന്റ് പഠിക്കാം. ഓക്കെ, അപ്പൊ ഒരു 10 മിനിറ്റ് ബ്രേക്ക് കൊടുക്കാലോ? ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ചായ കുടിച്ച് ബൂസ്റ്റ് കുടിച്ചിട്ടൊക്കെ ഓടി വായോ കേട്ടോ. ഓക്കെ, 10 മിനിറ്റ് ബ്രേക്ക്. വേഗം വീഡിയോ ഓൺ ചെയ്യുക, സീറ്റിൽ വന്നിരിക്കുക. നമ്മുടെ ബ്രേക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ബാക്കിയുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്യണം അല്ലെ. വേഗം വീഡിയോ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം പോർഷൻസ് പഠിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് 9 മണി 9:30 ആവുമല്ലേ സാറേ? യെസ്, സന്തോഷായില്ലേ? അത് പറഞ്ഞപ്പോഴും യെസ് മക്കളെ. അപ്പൊ നമ്മൾ ഓൾറെഡി 6, 7, 8 ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ഒക്കെ ഒരു കഴിഞ്ഞു. അത് കുറച്ച് സിമ്പിൾ ചാപ്റ്റർ ആണ്. ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇത് പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇന്ന് ബാക്കിയുള്ള 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിട്ട് നോക്കി പോണതിന്റെ കൂട്ടത്തിൽ തന്നെ കുറെ മനസ്സിലാവില്ലേ പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത് സ്മോൾ ബിസിനസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചാണ്. നോക്കാം അതിൽ എന്താ പഠിക്കാൻ പോകുന്നത്, എന്താണ് സ്മോൾ ബിസിനസിനെ കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്ന പേര് എന്താണ് സാറേ? MSME അല്ലെ? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ക്ലിയർ ആണല്ലോ?
അപ്പൊ ഈ സ്മോൾ ബിസിനസ് പറയുമ്പോ എന്താ സ്മോൾ ബിസിനസ് പറയുന്നത്? ഭയങ്കര കുറവായിരിക്കും, കുറച്ച് പൈസക്ക് കുറച്ച് ലേബർ, ചെയ്യുന്ന കുറച്ച് പരിപാടി. ക്യാപിറ്റൽ എല്ലാം കുറച്ച് അല്ലെ നമ്മുടെ ഷോൺ സാറിനെ പോലെ കുറച്ചേക്ക് അടിക്കും അല്ലെ സാറേ? കുറച്ച് സാറ് ഡയറ്റിലാണോ സാറേ? സാറ് എന്തായാലും പറയണത്, അമ്മ പറയണത് പൊന്നി ഷോണെ അല്ലേ? ഇതപ്പോ കുറച്ചേക്ക് അടിക്കും, കുറച്ച് ക്യാപിറ്റൽ മതി, കുറച്ച് ലേബർ മതി, കുറച്ച് മെഷീനറി മതി, എന്താണ് അത് സ്മോൾ ബിസിനസ് ആണ്. അവരുടെ പ്രൊഡക്ഷനും അതിനനുസരിച്ച് കുറവ് തന്നെയായിരിക്കും. അപ്പൊ അവരുടെ പ്രോഫിറ്റ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ സ്മോൾ ബിസിനസ് എന്താന്ന് പഠിച്ചു വെച്ചേക്കാം. ഇനി സ്മോൾ ബിസിനസ്സിൽ വരുന്ന ഒരു 8 സെക്ടേഴ്സ് ജസ്റ്റ് എടുത്ത് പറയുന്നുള്ളൂ. ഇപ്പൊ ട്രെൻഡ് കാണുന്നത് പുറത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ സെക്ടേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഹാൻഡ്ലൂം, കൈത്തറി, ഹാൻഡിക്രാഫ്റ്റ്സ്, കരകൗശല വസ്തുക്കൾ, കയറ്, അടുത്തത് പവർ ലൂംസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് 2-3 സെക്ടേഴ്സ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ക്ലിയർ ആണ്? ഇതൊക്കെയാണ്. വന്നോ ചോദിച്ചോ രൂപ? ഈശ്വര, ഞാൻ പോട്ടെ സാറ് ഡിസ്കസ് ചെയ്യും. ഇപ്പൊ സ്മോൾ ബിസിനസ് പറഞ്ഞല്ലോ, അപ്പൊ നമുക്ക് MSME ഡെഫിനിഷൻ എഴുതിക്കൂടെ? എഴുതിക്കൂ. MSME ഡെഫിനിഷൻ എഴുതാൻ പോണേ. MSME ആക്ട് മറ്റേ 3-ാം ചാപ്റ്ററിലുള്ള ഡെഫിനിഷൻ അതല്ലേ, ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് അതിനെ MSME എന്ന് വിളിക്കില്ലോ. ഏതാണ് 3-ാം ചാപ്റ്റർ ഡെഫിനിഷൻ MSME? അത് വേറെ, ഇത് വേറെ. പിടിക്കും ഞാൻ പിടിച്ചിട്ട്. അത് ഗ്ലോബൽ എന്റർപ്രൈസസ് ആണ്. ഇത് അത് മൾട്ടിനാഷണൽ കമ്പനി. അതല്ല ഇത്, അത് വേറെ, ഇത് വേറെ. മനസ്സിലായോ? ഇത് നമ്മുടെ രാജ്യത്തുള്ള ചെറിയ ചെറിയ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്ന് പറയും, കമ്പനി എന്ന് പറയും, രണ്ടും പറയാം. ഓക്കെ, ഇവിടെ കോർപ്പറേഷൻ കമ്പനി ഒന്നുമില്ല, ഇത് ചെറിയ ചെറിയ. ഇപ്പൊ നമ്മളൊരു അച്ചാറ് കമ്പനി കിട്ടും അല്ലെ? സാറി ഇപ്പൊ ചെറിയൊരു കട കിട്ടും, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് വെറുതെ എന്തെങ്കിലും ചെറിയ ചെറിയ ഇതൊക്കെ ഇടാം. അപ്പൊ ഇതേപോലെ ചെറിയ അതന്നെ ഒരു ചെറിയ എന്താണ് ടൈലറിംഗ് യൂണിറ്റ് തുടങ്ങി. അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ എന്താണ് സംരംഭങ്ങളെയാണ് എന്ത് ചെയ്യുക, സ്മോൾ ബിസിനസ് എന്ന് പറയാം. ക്ലിയർ ആണോ മക്കളെ? ഇത് അങ്ങനെയല്ല കേട്ടോ. മറ്റേ എന്താണ് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത് വലിയ ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? മാറിപ്പോകരുത്. അപ്പൊ ആ ഡെഫിനിഷൻ ഒരിക്കലും എഴുതി വെക്കരുത്. ക്ലിയർ ആയില്ലേ രൂപ? അലക്സേ, ഞാൻ പറ. ചോദിച്ചോ. ഷെയർ തിരിച്ചു പിടിക്കുക. ഫോർ ഫീച്ചർ ഷെയർ തിരിച്ചു പിടിക്കുക. അതായത് ഇപ്പൊ ഞാൻ കുറച്ച് ഷെയർ വിറ്റു, നിനക്ക് ഷെയർ വിറ്റു, എന്റെ കമ്പനി ഷെയർ എന്നിട്ട് എന്നോട് പറഞ്ഞാണ് ഷെയറിന് ആപ്ലിക്കേഷൻ മണിയായിട്ട് 4 രൂപ അടയ്ക്കാൻ പറയും, അലോട്ട്മെന്റ് മണിയായിട്ട് 5 രൂപ അടയ്ക്കാൻ പറയും. നീ ആപ്ലിക്കേഷന്റെ പൈസ മാത്രം അടച്ചു, അലോട്ട്മെന്റ് മണി അടച്ചില്ല. അപ്പൊ ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റ് ഷെയർ തിരിച്ചു വാങ്ങിച്ചിട്ട് നീ അടച്ച പൈസ ഞാൻ എടുക്കും. അതിനെയാണ് ഷെയർ ഫോർഫീറ്റ് എന്ന് പറയാം. ക്ലിയർ ആയില്ലേ? ഓക്കെ ഓക്കെ സെറ്റ് മക്കളെ. അപ്പൊ നോക്കാം. ഇതേപോലെ സെക്ടേഴ്സ് ഒക്കെ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കാം. ഇനി പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ ചെറിയ ചെറിയ പോർഷൻസ് ആണ്. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് എന്താണ്, ഇതൊക്കെ ആ സെക്ടറിന്റെ പിക്ചർ ആണെന്ന് നോക്കി വെച്ചോട്ടോ. യെസ്, ഓക്കെ. നെക്സ്റ്റ് എടുത്തത് കോട്ടേജ് ഇൻഡസ്ട്രിയും പഠിക്കുക, വില്ലേജ് ഇൻഡസ്ട്രിയും പഠിക്കുക. കോട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് ആണ്. അവരുടെ ഫീച്ചറൊക്കെ പഠിച്ചു വെച്ചേക്കും. ഒന്നാമതായിട്ട് അവരവരുടെ പ്രൈവറ്റ് റിസോഴ്സ് വെച്ചിട്ടായിരിക്കും ബിസിനസ് ചെയ്യാം. ഫാമിലി ബിസിനസ് ഒക്കെ പോലെ ചെയ്യുന്ന പരിപാടിയായിരിക്കും. വളരെ സിമ്പിൾ ആയിരിക്കും. കോട്ടേജ് കൊട്ട മാച്ച് ചെയ്തോ? കോട്ടേജ് കൊട്ട. ഓക്കെ, അതൊക്കെ നെക്സ്റ്റ് അടുത്തത് വില്ലേജ്. വില്ലേജ് എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങളിൽ വരുന്ന ഇൻഡസ്ട്രീസ് ആണ്. അപ്പൊ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാണ്ടും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാം. അപ്പൊ എന്താണ് വില്ലേജ് ഇൻഡസ്ട്രീസും എന്താണ് കോട്ടേജ് എന്നും ഒരു ഐഡിയ വേണം. ചിലപ്പോൾ ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്തതാണ് ഇനി പറയുന്ന 3 പോർഷൻസ് നോക്കി കൃത്യമായിട്ട് പഠിച്ചു പോകാം. നമ്മുടെ ഈ സ്മോൾ ബിസിനസ് കൊണ്ട് ഇന്ത്യക്ക് വലിയ റോൾ ഉണ്ടോ? ഇന്ത്യയിൽ ഒന്നാമതായിട്ട് നമ്മളുടെ ബിസിനസിന്റെ ഭൂരിഭാഗം എന്താണ്, സ്മോൾ ബിസിനസ് ആണ്. സോ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഇൻഡസ്ട്രിയലൈസേഷന് വേണ്ടിയിട്ട് ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ ഒരുപാട് ഇവിടെ തന്നെയാണ് ജോലിയുണ്ട്. ഒരുപാട് വ്യത്യസ്തമായുള്ള പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അതുപോലെ ഇവരിങ്ങനെ ഓരോ ഓരോ സൈഡും മെയിൻ ആയിട്ട് ഇവരെന്താണ് ഡെവലപ്ഡ് അല്ലാത്ത ഏരിയാസിൽ പോയി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഡെവലപ്ഡ് ആവും. അതിനാണ് എന്ത് പറയാ, ബാലൻസ് റീജിയൻ ഡെവലപ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. മീൻസ് എല്ലാ റൂറൽ ഏരിയയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, റൂറൽ ഏരിയയിലെ ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ എന്ത് പറയും സാറേ, മൈഗ്രേഷൻ കുറയും. അപ്പൊ നമുക്ക് എന്താ കിട്ടാൻ, നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒന്ന് മാറും അല്ലെ? അപ്പൊ എക്കണോമിക് കണ്ടീഷൻ മാറുമ്പോൾ എന്താ ഉണ്ടാകുക, സൊസൈറ്റി ഡെവലപ്പ് ആകും അല്ലെ? അപ്പൊ അത് സിമ്പിളായിട്ട് പഠിക്കാം. ജോലി കിട്ടി, നമ്മൾ പോകുന്നില്ല, നമുക്ക് എക്കണോമിക് കണ്ടീഷൻ കൂടി, നമ്മുടെ സൊസൈറ്റി ഡെവലപ്പായി. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇത് രണ്ടും നോക്കി വെച്ചേക്കാം. നമ്മുടെ റൂറൽ ഇന്ത്യയിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും
ഇന്ത്യയിൽ മൊത്തമായിട്ടും എന്തൊക്കെ റോൾ എന്ന് ഓർത്ത് വെച്ചേക്കാം. ഏകദേശം മാച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ. സെറ്റ് ആണല്ലോ. കുറച്ച് പേര് പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. ഇതാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കാം. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ച് ഇത് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും പഠിക്കാണ്ട് പോകരുത്. 6 പഠിച്ചു, 5 മതിയായിരിക്കും. 6 പഠിച്ചാൽ അങ്ങനെ കിട്ടുമല്ലോ ഓൾറെഡി. ഓക്കെ, പ്രോബ്ലം സോൾവ്. ഫൈനാൻസ് ഇവർക്ക് എന്താണ് കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നും ഇല്ല. ഇപ്പൊ ഫണ്ട് ലോൺ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഷോർട്ട് ടൈമിലേക്ക് ലോൺ ടൈമിലേക്ക് ഫണ്ട് കിട്ടത്തില്ല. പിന്നെ റോ മെറ്റീരിയൽ പ്രശ്നമാണ് അല്ലെ. നല്ല ഫണ്ട് നല്ല ക്വാളിറ്റിയിൽ റോ മെറ്റീരിയൽ. കേരളം വരെ കൊണ്ടുവരേണ്ടത്. നെക്സ്റ്റ് അടുത്തത് മാനേജ്മെന്റ് സ്കില്ല് വളരെ കുറവായിരിക്കും അല്ലെ. നടത്തുന്ന പരിപാടിയായിരിക്കും. നമുക്ക് എല്ലാവരും ഒക്യുപൈഡ് ഒന്നുമല്ലോ. ഷോൺ സാറൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ പൊട്ടിപ്പാളൽസ് ആയിട്ട് നിർത്തിയെടുക്കും അല്ലെ. അപ്പൊ ഇതേപോലെ മാനേജ്മെന്റ് സ്കില്ല് വളരെ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് സാലറി കൊടുക്കുമ്പോൾ നല്ല ചെറിയ സാലറിക്ക് പവർഫുൾ ഇതേപോലെ അല്ലെ പവർ കുറഞ്ഞ എംപ്ലോയീസിലേക്ക് കിട്ടുള്ളൂ പറയണത്. സാലറി കുറവായത്. നെക്സ്റ്റ് പവർ കുറഞ്ഞ ഞാൻ സാറ് എക്സാം അടുത്തത് മാർക്കറ്റിംഗ് ആയിരിക്കും അല്ലെ. ഇവര് ചെയ്യുന്നതിനെ മിഡിൽമാനെ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്ത് നാട് മുഴുവൻ എത്തിക്കുന്ന പറഞ്ഞിട്ട്. അതായത് ഇവർക്ക് ഓൾറെഡി മാർക്കറ്റിംഗ് കഴിവില്ല. മിഡിൽമെൻ ഇവരുടെ കയ്യിൽ നിന്ന് കുറഞ്ഞ പൈസക്ക് സാധനം വാങ്ങിച്ചിട്ട് ഭയങ്കര പൈസക്ക് അവർ വിൽക്കും. ഇവർക്ക് ലാഭമുണ്ട്, ഇവർക്ക് അതിൽ ലാഭമില്ല. നെക്സ്റ്റ് ടെക്നോളജി. ടെക്നോളജി എന്ന് പറയുമ്പോൾ ടെക്നോളജി അല്ലെ സാറേ, അതിനെ കുറിച്ച് പറയണെങ്കിൽ മോശമാണ്. സീലിംഗ് മെഷീൻ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഇവിടെ എന്തെങ്കിലും ഉത്സവത്തിനൊക്കെ പോകുമ്പോഴേ അവിടുത്തെ ഐസ്ക്രീം ഒക്കെ സാർ കണ്ടിട്ടില്ലേ, അവിടുത്തെ ടെക്നോളജി പോലെ അല്ലെ. അങ്ങനെ കുരിക്കുമ്പോ പകുതി ചോർച്ചയൊക്കെ ഉണ്ടാവും അല്ലെ, ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇതേപോലെ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടുന്നതിൽ ടെക്നോളജി വളരെ മോശമായിരിക്കും. അപ്പൊ ഇതെന്തായാലും വീണ്ടും പറയാണ്, ഇതെന്തായാലും ഇതിനൊന്നുള്ള ക്യാപിറ്റൽ അവർക്ക് ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലാണ്ടോ? റൂറൽ ഏരിയയിലാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് ടെക്നോളജി പുതിയ ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. മാർക്കറ്റിംഗ് ടെക്നിക്സ് അവർക്ക് പറ്റില്ല. ലേബർ കുറവായിരിക്കും, ശമ്പളം അധികം കൊടുക്കാൻ പറ്റില്ല. മാനേജറിയൽ സ്കില്ലുകൾ കുറവായിരിക്കും. റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി കുറയുന്നു. അതുപോലെ തന്നെ അവർക്ക് അഡിക്കേറ്റ് ആയിട്ടുള്ള ഫൈനാൻസിന് കിട്ടത്തില്ല. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതാണ് ഈ ചാപ്റ്റർ അധികം ചോദിച്ചു കാണാത്തതും എന്നാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് എന്റർപ്രണർഷിപ്പ്? ഓൾറെഡി അറിയാം അല്ലെ. ബിസിനസ്സുകാരനാകാൻ വേണ്ടി നമ്മുടെ സാറിനും ഷോൺ സാറിനും എനിക്ക് ആഗ്രഹമുണ്ടല്ലോ സാറേ. അപ്പൊ ഇതേപോലെ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ യൂണിറ്റ് ഇടാണെങ്കിൽ, പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ, ഗുഡ്സ് ആൻഡ് സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയാ. എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അല്ലേ. ദൈനംദിനമായിട്ട് എന്നും പണിയെടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ, ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. ലോഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ നിയമപരമായിട്ട് തന്നെയാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നോവേറ്റീവ് ആയിരിക്കണം അല്ലെ. നമ്മുടെ ബിസിനസ് എപ്പോഴും പഴയ വഴിക്ക് പോയിക്കൊണ്ടിരിക്കാൻ പാടില്ല. പുതിയ പുതിയ ഐഡിയാസ് വന്നോണ്ടിരിക്കണം. ഇനി ഓർഗനൈസേഷനോ പ്രൊഡക്ഷനോടെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തോണ്ടിരിക്കണം. ഇനി ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം സാറേ? റിസ്ക് എടുക്കണം. മടി പിടിച്ചെടുക്കണം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പഠിച്ചേക്കുന്ന ആ ബിസിനസിന്റെ ഫീച്ചറിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് ഈ പോയിന്റ് ഇനി ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഇന്റലിജന്റ് പ്രോപ്പർട്ടി റൈറ്റ്. ആണല്ലോ IPR. ഇന്റലിജന്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇൻവെൻഷനൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറച്ച് എന്താണ് കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയാ IPR എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 4 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. കോപ്പിറൈറ്റ്, അതായത് നിങ്ങൾ ഉണ്ടാക്കിയ ഒരു വർക്ക് വേറെ സ്റ്റീൽ ചെയ്തോണ്ട് പോലെ തട്ടിയെടുത്തോണ്ട് പോയിട്ട് അവരുടേതാണെന്ന് പറഞ്ഞ് കാണിക്കാൻ പാടില്ല എന്ന് കാണിക്കാനാണ് ഇത് കോപ്പിറൈറ്റ് എടുത്തത്. ഇപ്പൊ നമ്മുടെ സാർ ഒരു പടം പിടിച്ചു അല്ലെ. ആ പടം പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അത് നമ്മുടെ ഷോൺ സാറ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല അല്ലെ. ഫാസ്റ്റ് പുള്ളിക്കാരൻ കോപ്പിറൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ എന്റെ അതേ സാധനം പോലെ വേറൊരു ഡിറ്റോ സാധനം ഉണ്ടാക്കി വിൽക്കാൻ നോക്കുക. അപ്പൊ ഞാൻ കോപ്പിറൈറ്റ് ഫയൽ ചെയ്ത് എനിക്ക് നഷ്ടപരിഹാരം തരണം. അപ്പൊ കോപ്പിറൈറ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് നമ്മൾ ലീഗലി നമ്മളുടെ വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയാണ് കോപ്പിറൈറ്റ്. അടുത്തതാണ് ട്രേഡ്മാർക്ക്. ട്രേഡ്മാർക്ക് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തുണ്ടാക്കും? ബ്രാൻഡ് മാർക്ക് ഉണ്ടാക്കും നമ്മൾ ബിസിനസ്മാൻ. അപ്പൊ ബ്രാൻഡ് മാർക്കിന് ലീഗലി പ്രൊട്ടക്ഷൻ എടുക്കുന്ന പരിപാടിയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? എടുത്തിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് പേറ്റന്റ്. പേറ്റന്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ സാർ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇട്ട് സാധനം കണ്ടുപിടിച്ചു, അത് സാറിന്റെ പേരിൽ തന്നെ ഇരിക്കണം. മനസ്സിലായില്ലേ? അപ്പൊ ഇതേപോലെ ആ ഇൻവെൻഷൻ സാറിന്റെ പേരിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാർ എടുക്കുന്ന ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ ആണ് എന്ത്? പേറ്റന്റ്. അതായത് ഒരു വർഷം ഞാനൊരു കണ്ടുപിടുത്തം നടത്തി അത് ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് പേറ്റന്റ് എടുത്ത് വെക്കുകയാണെങ്കിൽ അത്രയും കാലം ഞാൻ മാത്രമേ ആ കണ്ടുപിടുത്തം വെക്കുള്ളൂ. വേറെ ആർക്കും ആ പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റില്ല. അതാണ് പേറ്റന്റ്. അത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പേറ്റന്റ് വേറെ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതിന്. അടുത്തതാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ ചില പ്രൊഡക്റ്റുകൾ ആ പ്രദേശത്തിന്റെ പേര് എവിടെ നിന്ന് ഒറിജിനൽ ആയിരുന്നുള്ള ഒരു ഐഡിയ നമുക്ക് തരും. ഫോർ എക്സാമ്പിൾ കയർ പ്രൊഡക്ട്സ് ആലപ്പുഴ.
അതുപോലെ തന്നെ ഓൾറെഡി ഞാൻ ആറന്മുളം കണ്ണാട് എന്നൊക്കെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സാറേ അമ്പലപ്പുഴ പായസം അല്ലെ, അത് അവിടുത്തെ പ്രൊഡക്റ്റ് അല്ല സാറേ. ഓക്കെ, അപ്പൊ കോഴിക്കോടൻ ഹൽവ, തലശ്ശേരി ബിരിയാണി, ഞാൻ എന്തും പറയും. ഓക്കെ, അപ്പൊ ഇതേപോലെ ചില പ്രൊഡക്റ്റ് അവിടെ തന്നെ ഉണ്ടായാൽ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. പറയണത് തീറ്റ കണ്ടാൽ രൂപ പറ, അത് പോയി പറയുന്നത് ടീച്ചറെ ഞാൻ ഡൗട്ട് എന്താ പറഞ്ഞു. കഴിഞ്ഞതിന്റെ മുന്നത്തെ സൈഡ് കാണിച്ചോ പ്രോബ്ലംസ് പ്രശ്നങ്ങളാണ് വേണ്ടത്. എനിക്ക് വേറെ പോരത്തോട്ടെ. വേഗം ക്ലിക്ക് ചെയ്തോ, നമുക്ക് വേഗം അടുത്തേക്ക് പോണം. വാ, ഒരു മിനിറ്റ് തരാൻ പറ്റില്ല. കഴിഞ്ഞില്ലേ? വീഡിയോ എടുക്കണം. എന്താ ഉണ്ണിയെ, കുട്ടിയുടെ സോപ്പ് സ്ലോ ആണെന്ന് തോന്നുന്നു. ഈ സ്ലൈഡ് അങ്ങ് എടുത്തോ. മക്കളെ അപ്പൊ നോക്കാം. അടുത്ത ഡൗട്ട് ഇല്ല ഡൗട്ട് അടുത്ത ആളാ നിക്കാം. ഫാത്തിമ പറഞ്ഞോളൂ. റോൾ ഓഫ് സ്മോൾ ബിസിനസ് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. എക്സ്പ്ലെയിൻ പഠിക്കണം, 4 മാർക്ക് തള്ളിക്കോ, ഗ്യാസ് അടിച്ച് വിട്ടാൽ മതി. നമ്മുടെ റൂറൽ ഏരിയ ഒക്കെ ഡെവലപ്പ് ആയിട്ട് വരാൻ, ഇന്ത്യയുടെ എക്കണോമി ഡെവലപ്പ് ആയിട്ട് വരാൻ, ഇൻഡസ്ട്രിയലൈസേഷൻ വരാൻ, ബിസിനസ് മാക്സിമം പരത്തിക്കുകൾ. മക്കളെ അപ്പോ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കുക. ചില പ്രൊഡക്റ്റ് ഓൾറെഡി പറഞ്ഞില്ലേ, നാഗ്പൂർ ഓറഞ്ച് എക്സാം പറഞ്ഞേ, പഞ്ചാബി ഓറഞ്ച്. അപ്പൊ ഇതേപോലെ ബനാറസി സാരീസ് അല്ലെ. അപ്പൊ ഇതേപോലെ എന്താണ് ചില പ്രൊഡക്റ്റുകൾ ആ ഒറിജിനൽ കാണിക്കും. അപ്പൊ അതിനാണെന്ന് പറയാ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയാം. അപ്പൊ അത് 4 എണ്ണം ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, നോക്കിച്ചേക്കാം. ഇനി നമ്മൾ പോകുന്നത് 10ാമത്തെ ചാപ്റ്ററിലേക്കാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, 9ാമത്തെ ചാപ്റ്ററിൽ എന്ത് പഠിച്ചില്ലെങ്കിലും ആ പ്രോബ്ലംസും റോളും എന്തായാലും പഠിച്ചു. സെറ്റ് ആണല്ലോ. 9ാം ചാപ്റ്റർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി പഠിക്കാൻ പോകുന്നത് 10ാമത്തെ ചാപ്റ്റർ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. എസ്സേ നിർബന്ധമായിട്ട് ഇതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. 10 മാർക്കാണ് ചാപ്റ്ററിലും, അത്രയും പഠിക്കാനുണ്ട്. അപ്പൊ നോക്കാം. ഇന്റേണൽ ട്രേഡ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. മക്കളെ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ട്രേഡ് എന്നാണ്. എന്താണ് സാറേ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അതിനാണ് ഇത് പറയാ, ട്രേഡ് എന്ന് പറയാം. ഇനി ട്രേഡ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ട്രേഡ് ഉണ്ട്, ഇന്റേണലും ചെയ്യാം, എക്സ്റ്റേണലും ചെയ്യാം. അപ്പൊ എന്താ ഇന്റേണൽ ട്രേഡ്? ഈ ചാപ്റ്റർ പഠിക്കുന്നത് ഇന്റേണൽ ട്രേഡ് ആണ് അല്ലേ സാറേ. ഇന്റേണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ നമ്മള് സെല്ലറും ബയ്യറും നെക്സ്റ്റ് സ്ലൈഡ് സെല്ലറും ബയ്യറും സെയിം കൺട്രിയിലാണെങ്കിൽ അതെന്താണ് ഇന്റേണൽ ട്രേഡ് ആണ്. എന്തൊക്കെ വിളിക്കാം സാറേ ഇന്റേണൽ ട്രേഡ്? എന്തൊക്കെ വിളിക്കാം നമ്മള്? ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം, നമുക്ക് ഹോം ട്രേഡ് എന്ന് വിളിക്കാം, ഇൻലാൻഡ് ട്രേഡ് എന്ന് വിളിക്കാം. പേരൊക്കെ നോട്ട് ചെയ്ത് വെക്കുക, ഓഡ് ബട്ടൺ ചോദിക്കും. പേരാണല്ലോ മക്കളെ. അപ്പൊ ഇന്ത്യൻ ട്രേഡ് എന്താണെന്ന് പഠിക്കുക, അതിന്റെ എന്താണ് വേറെ പേര്, ഇൻലാൻഡ് ട്രേഡ്, ഡൊമസ്റ്റിക് ട്രേഡ്. യെസ്, ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇന്ത്യൻ ട്രേഡ് എന്ന് പറയാ. ഇനി ഇന്ത്യൻ ട്രേഡിനെ ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറിയാണ്, ഹോൾസെയിലും റീറ്റെയിലറും. ഹോൾസെയിൽ എന്ന് വെച്ചാൽ മൊത്ത കച്ചവടക്കാരൻ, മൊത്ത കച്ചവടക്കാരൻ. ഓക്കെ, അതായത് നമ്മള് ഒരുപാട് ക്വാണ്ടിറ്റി വാങ്ങിച്ചിട്ട് നമ്മൾ വീണ്ടും റീസെയിൽ ചെയ്യുകയാണെങ്കിൽ അത് ഹോൾസെയിൽ ട്രേഡ് ആണ്. അപ്പൊ എന്താണ് കാൽക്കുലേറ്റ് സാറേ? കുറച്ച് സാധനം അല്ലെ. ഇപ്പൊ നിങ്ങൾ തുണിക്കട തൊട്ട് അടുത്തുള്ള തുണിക്കടയിൽ പോവാണെന്നുണ്ടെങ്കിൽ അവിടെ ഷർട്ടും പാന്റൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം എടുത്താൽ മതി. നേരെ പക്ഷെ നിങ്ങൾ വലിയ ഫാക്ടറി ഔട്ട്ലെറ്റ് ഗോഡൌണിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ ഒറ്റയടിക്ക് എടുക്കേണ്ടി വരും. മാരേജ് കല്യാണ പർച്ചേസ് ഒക്കെ പോവാണെങ്കിൽ ഹോൾസെയിലായിരിക്കും പറയുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഇതിനൊക്കെ പോയി എടുക്കുകയാണെങ്കിൽ റിട്ടേൺ പോയി എടുക്കും അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മള് ജസ്റ്റ് കുറച്ച് വാങ്ങിച്ച് കുറച്ച് വിൽക്കുകയാണെങ്കിൽ അത് റീറ്റെയിൽ ട്രേഡ് ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ അല്ലേ? കൺസ്യൂമർ എപ്പോഴും പോകാൻ എവിടെയായിരിക്കും? റീറ്റെയിൽ ട്രേഡിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പഠിക്കാൻ പോകുന്നത് ഈ റീറ്റെയിൽ ട്രേഡ് നടത്തുന്ന ആളുകൾ എന്താ വിളിക്കുക? റീറ്റെയിലേഴ്സ് വിളിക്കും. ഹോൾസെയിലർ എന്താ വിളിക്കുക? ഹോൾസെയിലേഴ്സ് വിളിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മുടെ ഹോൾസെയിലറുടെയും റീറ്റെയിലറുടെയും സർവീസസ് ആണ്. ഇത് എസ്എക്ക് ചാൻസ് ഉള്ള പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഹോൾസെയിലർ ആർക്കാ സർവീസ് കൊടുക്കണമെന്ന് ആലോചിച്ച് മാനുഫാക്ചർ ഗുഡ്സ് ഉണ്ടാക്കുന്ന ആൾക്ക് പിന്നെ ആർക്കും കൊടുക്കും? നമ്മള് റീറ്റെയിലേഴ്സ്. ഈ പ്രൊഡക്റ്റ് ആർക്കാ കൊടുക്കുക? റീറ്റെയിലേഴ്സിനെ കൊടുക്കുക. അവർക്കും സർവീസ് കൊടുക്കും. ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് മാനുഫാക്ചർ ഉള്ള സർവീസ് ആണ്. അപ്പോ എന്തൊക്കെ സർവീസ് ആണ് മാനുഫാക്ചർക്ക് ഹോൾസെയിലർ കൊടുക്കുന്നത്? യെസ്, നോക്കാം. എന്തൊക്കെ സർവീസ് ആണ്? ഒന്ന്, ഫെസിലിറ്റേറ്റിംഗ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഉണ്ടാക്കി തന്നാൽ മതി, നമ്മൾ അങ്ങനെ എടുത്തോണ്ട് പോകണം. പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള മോട്ടിവേറ്റ് ചെയ്യും. നെക്സ്റ്റ് അടുത്തത് വേറെ റിസ്ക്. ഇനി മാനുഫാക്ചർ ചെയ്ത ആൾക്ക് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണമല്ലോ, ഇത് ചീത്തയെ പോലെ ഒന്നും പേടിയൊന്നും വേണ്ട, ഹോൾസെയിലർ അപ്പൊ തന്നെ കൊണ്ടുപോയിക്കോളാം. അപ്പൊ റിസ്ക് ആൾക്കില്ല. നെക്സ്റ്റ് അടുത്തത് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ്. ഇനി പൈസ വേണം, ഭയങ്കര കാശാണ് പറഞ്ഞില്ലേ. അപ്പൊ ഇതേപോലെ എന്താണ് ഹോൾസെയിലർ എന്ത് ചെയ്യും? നേരത്തെ പൈസ അഡ്വാൻസ് ഒക്കെ കൊടുക്കും. അപ്പൊ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? മാർക്കറ്റിംഗ് ഫംഗ്ഷൻ. ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും
ഹോൾസെയിലർ വിറ്റ് പോകണമല്ലോ, അതാണ് അയാളും പരസ്യം ചെയ്യേണ്ട ഒരു ഇടയ്ക്ക്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹോൾസെയിലർ റീറ്റെയിലർക്ക് എന്തൊക്കെയായിരിക്കും കൊടുക്കുന്നത്? അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് കൃത്യമായിട്ട് ചോദിക്കുന്നത്, അത് ഞാൻ എന്റെ എടുത്ത് കൊടുക്കും. അതുപോലെ എന്താണ് മാർക്കറ്റിംഗ് സപ്പോർട്ട്. നെക്സ്റ്റ് ഒരു ഗുഡ്സ് മാർക്കറ്റ് ചെയ്യാനുള്ള സപ്പോർട്ട് കൊടുക്കും. നെക്സ്റ്റ് എന്താണ് ഗ്രാൻഡ് ഓഫ് ക്രെഡിറ്റ്, ഗുഡ്സ് കൊടുക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എങ്ങനെ സെയിൽ ചെയ്യണം, അതുപോലെ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഇതൊക്കെയാണ് മാനുഫാക്ചറേഴ്സിനും റീറ്റെയിലേഴ്സിനും ഉള്ള സർവീസ്. ഇത് രണ്ടും കണക്കാക്കി പഠിച്ചിട്ട് പോകാം. ഇനി അടുത്തത് റീറ്റെയിലറുകാരുടെ സർവീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റീറ്റെയിലർ സർവീസ് ഫസ്റ്റ് മാനുഫാക്ചറും കൺസ്യൂമർക്ക് കൊടുക്കും അല്ലെ. ഇനി മാനുഫാക്ചർക്കും ഹോൾസെയിലർക്കും ആണെങ്കിൽ ഫസ്റ്റ് എന്താ കൊടുക്കുക? അവരൊക്കെ എടുത്തു വെച്ച സാധനം നമ്മളാണ് ഇനി എന്താണ് പേഴ്സണൽ സെല്ലിംഗ്, നമ്മൾ നേരിട്ട് കസ്റ്റമറിനായിട്ട് ഡീൽ ചെയ്യാണ്. അടുത്തത് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് പ്രൊഡക്റ്റിനെ ഇനിയും പ്രൊമോട്ട് ചെയ്യാനും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ എന്താണ് പ്രൊമോഷൻ, നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കാൻ വരുമ്പോൾ മേടിക്കാൻ കസ്റ്റമർ വരുമ്പോൾ ഒരു കൂടെ 2 പ്രൊഡക്റ്റ് മേടിപ്പിക്കും അല്ലെ. അപ്പൊ പ്രൊമോഷനുള്ള ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സർവീസസ് ടു കൺസ്യൂമേഴ്സ് ആണെങ്കിലോ റെഗുലർ ആയിട്ട് കസ്റ്റമർക്ക് സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. പുതിയ സ്റ്റോക്ക് ഒക്കെ വന്നിട്ടാന്ന് പറഞ്ഞിട്ട് സാധനം വിൽക്കാറില്ലേ? അതുപോലെ കസ്റ്റമേഴ്സിന് വേണ്ട എല്ലാ പ്രൊഡക്റ്റും അവിടെ ഉണ്ടായിരിക്കും. ഇനി ജോൺസാറിന് ആളുകൾക്കാണെങ്കിൽ എന്ത് കൊടുക്കും? കടത്തിലെ ഗുഡ്സ് കൊടുക്കും. ചെറിയ കടകളൊക്കെ ആണെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ കൊടുക്കും. വിശ്വസ്തരാണെങ്കിൽ അപ്പൊ ജോൺസാറിന് പല ആളുകൾ കൊടുക്കും അല്ലേ, വിശ്വസ്തമുള്ള കൊടുക്കും. അപ്പൊ ഇതാണ് ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? കേട്ടാ. ഓക്കെ, ഇനി ഹോൾസെയിലറും റീറ്റെയിലറും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. മക്കളെ ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് ഹോൾസെയിലർ ഡിഫറൻസ്? ഒന്ന്, ഹോൾസെയിലർ ആണെങ്കിൽ ഗുഡ്സ് എങ്ങനെ വിൽക്കാം? ആണെങ്കിൽ അൾട്ടിമേറ്റ് കൺസ്യൂമർക്ക് കൊടുക്കുക. ഇനി ഹോൾസെയിലർ ഗുഡ്സ് എങ്ങനെയാ വിൽക്കുക? ഗുഡ്സ് പർച്ചേസ് റീറ്റെയിൽ. മറ്റവരാണെങ്കിലോ കൺസപ്ഷന് വേണ്ടിയിട്ടാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. ഇവരെ ഗുഡ്സ് എങ്ങനെയായിരിക്കും? ലാർജ് ക്വാണ്ടിറ്റിയിലായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല, സ്മോൾ ക്വാണ്ടിറ്റീസിലായിരിക്കും. ഇവിടെ എങ്ങനെയായിരിക്കും? ഇത് പ്രൊഡക്റ്റിന്റെയും അല്ലെങ്കിൽ സെയിം ലൈനിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഞാൻ വാങ്ങിക്കുക. അല്ലെ, എനിക്ക് എല്ലാ പ്രൊഡക്റ്റും വൈഡ് വെറൈറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും ചിലപ്പോൾ ഞാൻ ഹോൾസെയിലർ ഡീൽ ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല, വൺ വെറൈറ്റി വൈഡ് വെറൈറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും ഡീൽ ചെയ്യുക. മക്കളെ ക്ലിയർ അല്ലേ? ഈ ഡിഫറൻസ് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി അടുത്ത പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റിനർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിക്സഡ് പ്ലേസിലാണ് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ അവരെ പറഞ്ഞ പേരാണ് എന്ത്? ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ്. പേരാണ് ഒരു ഫിക്സഡ് പ്ലേസ്. വീട്ടിൽ നിറച്ച പാത്രങ്ങളൊക്കെ ആയിട്ട് വരും, ഇപ്പോഴും വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതേപോലെ എന്താണ് അതൊക്കെ കപ്പലണ്ടി കൊണ്ടുവന്ന് വിൽക്കുക അല്ലെ. കപ്പലണ്ടി ചെറുതിനാറില്ലേ? അപ്പൊ ഇതൊക്കെ എന്താണ് ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ് ആണ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഇറ്റിനറന്റ് റീറ്റെയിലേഴ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കാം, മാറിപ്പോകരുത് കേട്ടോ. ഒന്ന് പെഡ്ലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ്, ദെൻ മാർക്കറ്റ് ട്രേഡേഴ്സ്, സ്ട്രീറ്റ് ട്രേഡേഴ്സ്, ചീപ്പ് ജാക്സ്. മക്കളെ ഈ 4 എണ്ണത്തിന്റെയും എന്താണ് മീനിങ് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നോക്കി ഒരു പ്രാവശ്യം ഇത് മോഡൽ എക്സാമിന് സെയിലിന് മക്കൾ ഇത് ആണ് മോഡൽ എക്സാമിന് സെയിൽ പോർഷൻ. യെസ്, അപ്പൊ നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പഠിച്ചു വെച്ചേക്കാം. അത് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. എല്ലാ ഈ പോയിന്റ്സ് ഒക്കെ എല്ലാം എഴുതി വെക്കാം കേട്ടോ. ഒന്നാമതായിട്ട് കസ്റ്റമർക്ക് വേണ്ട, അതുപോലെ കസ്റ്റമർ പ്രൊഡക്റ്റ് ആയിരിക്കും ഡീൽ ചെയ്യുക. കസ്റ്റമേഴ്സിനാണെങ്കിൽ ഗുഡ്സ് ഡോർ സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ അവർക്ക് പ്രൈസ് കുറവാണ്. അപ്പൊ ഈ 4 ഫീച്ചർ നിങ്ങൾക്ക് ഈ 4 കാറ്റഗറിയിലും ഫീച്ചർ ചെയ്താണ്. സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഇറ്റിനററി റീറ്റെയിലേഴ്സ് നോക്കാം. ഫസ്റ്റ് നമ്മള് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബൈസൈക്കിളിലോ ഹാൻഡ് കാർട്ടിലോ അല്ലെങ്കിൽ ഹെഡിലോ വെച്ച് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അവരെന്ത് വിളിക്കാം? പെഡലേഴ്സ് ആൻഡ് ഹോക്കേഴ്സ്. നമ്മൾ പെഡലിക്ക് വെക്കുന്ന പെഡലേഴ്സ്, അത് പോയി കലക്ക് വെക്കുകയാണെങ്കിൽ പെഡലേഴ്സ്, ഓക്കെ. അപ്പൊ അങ്ങനെ പഠിച്ചോട്ടെ. പെഡലിക്ക് വെക്കുകയാണെങ്കിൽ പെഡലേഴ്സ്, ഉന്തിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഹോക്കേഴ്സ്. ഇതാണ് കൈവിശി കാണിച്ച് ഓക്കെ ആണെങ്കിൽ. അടുത്തത് മാർക്കറ്റ് ട്രേഡേഴ്സ്. മാർക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ കോട്ടപ്പുറം മാർക്കറ്റ് ഉണ്ട്, അല്ല തിരുത്തിപ്പുറം മാർക്കറ്റ് ഉണ്ട് കറൂര്. അപ്പൊ ഇതേപോലെ ചന്തകളിൽ പോയിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഓരോ മാർക്കറ്റ് ഡേയ്സിൽ കൃത്യമായിട്ട് പോയിട്ട് എന്താണ് അവർ ഷോപ്പ് ഇട്ട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മാർക്കറ്റ് ട്രേഡേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന് ഫിക്സഡ് ഡേറ്റ്, ഫിക്സഡ് പ്ലേസ്, ഡിഫറെന്റ് പ്ലേസ് പഠിക്കണ്ട. ഫിക്സഡ് ഡേറ്റില് ഡിഫറെന്റ് പ്ലേസിൽ ഇപ്പൊ അങ്ങനെയായിരിക്കും. അങ്ങനെ ദിവസങ്ങൾ പോയി വിൽക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡിഫറെന്റ് ഡേയ്സിൽ ഫിക്സഡ് ഡേറ്റിൽ പോയി വിൽക്കുകയാണെങ്കിൽ, ഫിക്സഡ് ഡേയിൽ പോയി വിൽക്കുകയാണെങ്കിൽ എന്താണ്? അത് മാർക്കറ്റ് ട്രേഡേഴ്സ് ആണ് അല്ലെ.
നെക്സ്റ്റ് അടുത്തതാണ് സ്ട്രീറ്റ് വെൻഡേഴ്സ്, പവർമെന്റ് വെൻഡേഴ്സ്. ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടാവും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അവരുടെ നടപ്പാതലൊക്കെ ഇരുന്ന് പ്രൊഡക്റ്റ് വിൽക്കും. അവരാണ് എന്ത് സ്ട്രീറ്റ് വെൻഡേഴ്സും പവർമെന്റ് വെൻഡേഴ്സും. പഠിച്ചു വെക്കാട്ടോ, ഒരു കോമൺ ഐറ്റംസ് ആയിരിക്കും വിൽക്കുക. ഇനി ചീപ്പ് ജാക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത് വരുന്ന ഫെസ്റ്റിവൽസോ പിന്നെ ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് അവിടെ ഒരു 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ചെറിയ ഷോപ്പൊക്കെ ഇട്ടിട്ട് മാക്സിമം പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ എന്ത് പറയാം, അവരെ ചീപ്പ് ജാക്സ് എന്ന് വിളിക്കാം. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. നെക്സ്റ്റ് അടുത്ത് എന്താണ് ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് ആണ്. ഫിക്സഡ് ഷോപ്പ് റീറ്റെയിലേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുണ്ട്, ഫിക്സഡ് പ്ലേസ് ഉണ്ട്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്ടായിരിക്കും ഗുഡ്സ് വിൽക്കുക. ഫിക്സഡ് ഷോപ്പിൽ തന്നെ സ്മോൾ സ്കെയിൽ ഫിക്സഡ് റീറ്റെയിലേഴ്സ് ഉണ്ടാകും, അതുപോലെ ലാർജ് സ്കെയിൽ റീറ്റെയിലേഴ്സ് ഉണ്ടാകും. ശ്രദ്ധിക്കാൻ മക്കളെ, ഇതിൽ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് നിങ്ങൾ ജസ്റ്റ് ഒരു 4 മാർക്കിനൊക്കെ വേണ്ടി പഠിക്കുക, ലാർജ് സ്കെയിൽ എസ്എക്ക് വേണ്ടി പഠിച്ചോളാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ആദ്യം നമുക്ക് നോക്കാം എന്താണ് ഫിക്സഡ് ഷോപ്പിന്റെ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ്. നോക്കാം സാറേ. ഫിക്സഡ് ഷോപ്പിന്റെ സ്മോൾ സ്കെയിൽ റീറ്റെയിലേഴ്സ് ആരൊക്കെ വരുന്നത്? ഫസ്റ്റ് ജനറൽ സ്റ്റോർ വരുന്നുണ്ട്, സ്പെഷ്യാലിറ്റി ഷോപ്സ് വരുന്നുണ്ട്, സിംഗിൾ ലൈൻ സ്റ്റോർസ് എന്ന് പറയും. നെക്സ്റ്റ് സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് വരുന്നുണ്ട്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് സ്റ്റോർസ് വരുന്നുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കി പോവാം. ഫീച്ചേഴ്സ് ഫസ്റ്റ് പറയുകയാണെങ്കിൽ എന്താണ്, അവർക്ക് നല്ല റിസോഴ്സ് ഉണ്ടായിരിക്കും, ഓൾറെഡി ഷോപ്പ് ഒക്കെ ഉണ്ട് അല്ലെ. ഇനി വെറൈറ്റി ഹോം ഡെലിവറി ഉണ്ടാവും, ഗ്യാരണ്ടി ഉണ്ടാവും, ഓരോ ഗുഡ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിനും എഴുതി വെക്കാട്ടെ പോയിന്റ്സ്. ഇനി ജനറൽ സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അപ്പൊ നീഡ്സിന് വേണ്ട കസ്റ്റമറുടെ എല്ലാ പ്രൊഡക്റ്റും വൈഡ് വെറൈറ്റി സ്റ്റോക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ വീടിനടുത്തോ അതുപോലെ ഒരുപാട് ടൈമിലേക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഗുഡ്സ് വിൽക്കുന്ന ആളുകളാണ് ആര്? ജനറൽ സ്റ്റോർ. നിങ്ങൾ ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ലോങ് ഹവേഴ്സിലേക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്ത് വെക്കും, വൈഡ് വെറൈറ്റി ഗുഡ്സ് കസ്റ്റമേഴ്സ് കൊടുക്കുന്ന. നെക്സ്റ്റ് അടുത്തത് സ്പെഷ്യാലിറ്റി ഷോപ്സ്, സിംഗിൾ ലൈൻ ഷോപ്പ്. അതായത് ഒരു വെറൈറ്റി ഷൂരുമ ചെയിൻ സ്റ്റോഴ്സിലേക്ക് പോകും. ചെരുപ്പ് കട പറയാം, ചെരുപ്പ് കട, മെഡിക്കൽ ഷോപ്പ് അല്ലെ. അപ്പൊ ഇതേപോലെ അവിടേക്ക് ഒരു വെറൈറ്റി പ്രൊഡക്റ്റ് മാത്രം വിൽക്കുള്ളൂ. അതിനാണ് എന്ത് പറയാ, സ്പെഷ്യാലിറ്റി ഷോപ്പ് എന്ന് പറയാം. ഇനി സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് എന്ന് പറയും. സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏതെങ്കിലും തെരുവുകളിൽ അതുപോലെ തന്നെ വിപുലീകരിച്ച് സ്റ്റാളൊക്കെ കെട്ടി ഏതെടുത്താലും 300 രൂപ 100 രൂപ അങ്ങനത്തെ വിൽക്കുകയാണെങ്കിൽ എന്താണ്, അത് സ്ട്രീറ്റ് സ്റ്റാൾ ഹോൾഡേഴ്സ് ആണ്. ഇനി സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ് ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് മെയിൻ ആയിട്ട് യൂസ്ഡ് ഗുഡ്സ്, അതായത് ഓട്ടോമൊബൈൽസ്, ഫർണിച്ചേഴ്സ് അങ്ങനെ വിൽക്കുന്ന ആളുകൾക്ക് എന്ത് പറയാം, സെക്കൻഡ് ഹാൻഡ് ഗുഡ് ഷോപ്പ് എന്ന് പറയാം. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി ഫിക്സഡ് ഷോപ്പ് കൃത്യമായിട്ട് പഠിക്കുക. ഇതാണ് എസ്എക്ക് ചോദിക്കാൻ പോകുന്ന പോർഷൻസ്. ഫിക്സഡ് ഷോപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ ആരൊക്കെയുണ്ട്? ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, എന്താണ് ചെയിൻ സ്റ്റോർ വരുന്നുണ്ട്, മെയിൽ ഓർഡർ ഹൗസ് വരുന്നുണ്ട്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വെൻഡിംഗ് മെഷീൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, ചെയിൻ സ്റ്റോഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് എസ്എക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ നോക്കാം എന്താണ് ഡിപ്പാർട്ട്മെന്റൽ ചാൻസ് ഉണ്ട്. അപ്പൊ നോക്കാം എന്താ ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് എന്ന് പറയുന്നത്. ലുലു ലുലു ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്. അത് തന്നെ, അതായത് വൺ റൂഫില് കസ്റ്റമേഴ്സ് എല്ലാ പ്രൊഡക്റ്റുകളും ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എന്താണ് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. ക്ലിയർ ആണല്ലോ? അടുത്തത് ഇനി ഫീച്ചർ എന്തൊക്കെയാണ് ഫീച്ചർ. ഒന്നാമതായിട്ട് ഒരുപാട് അഡീഷണൽ ഫെസിലിറ്റി ഉണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം എല്ലാ സൗകര്യവും അതാണ് ഷോപ്പിംഗ് പോലെ എല്ലാ കാര്യങ്ങളും. സെൻട്രലൈസ്ഡ് എസിയും കാര്യങ്ങളും അതേപോലെ സെൻട്രലൈസ്ഡ് ലൊക്കേഷനിലായിരിക്കും അല്ലെ, നഗരമധ്യത്തിലായിരിക്കും പറയുന്ന ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ഉണ്ടാവുക. ഇനി അവിടെ എലിമിനേഷനോ മിഡിൽമെൻ ആണ്, അവർ നേരിട്ട് പോയിട്ട് വാങ്ങിച്ചിട്ട് അവർക്ക് നല്ല വെറൈറ്റി ഓഫ് ഗുഡ്സും ഉണ്ടാവും. പിന്നെ ഇവരൊക്കെ കമ്പനി പോലെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക, എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കണം കേട്ടോ. ഇനി മെറിറ്റും ഡിമെറിറ്റും പഠിക്കണം. 4 പോയിന്റ്സ് വെച്ച് പഠിക്കണം. മെറിറ്റ് പറയുമ്പോൾ ഇവർക്ക് അട്രാക്ട് ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ്, ഒരുപാട് കസ്റ്റമേഴ്സ് അട്രാക്ട് ചെയ്യും. കുറച്ചും കൂടി കൺവീനിയൻസ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്ഥലത്ത് പോകുകയാണെങ്കിൽ എല്ലാം വാങ്ങിച്ചിട്ട് പോരാ. പിന്നെ അട്രാക്റ്റീവ് സെയിൽ സർവീസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, ഒരുപാട് വാങ്ങിച്ചിട്ട് വിൽക്കാണ് നടത്തിക്കോളും. അതുപോലെ ലിമിറ്റേഷൻ പറയുകയാണെങ്കിലോ അവിടെ പേഴ്സണൽ കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്ന പരിപാടി കുറവായിരിക്കും. അതുപോലെ എന്താണ് ഓപ്പറേഷൻ കോസ്റ്റ് കുറച്ച് കുറവായിരിക്കും, കൂടുതലായിരിക്കും. നെക്സ്റ്റ് എന്താണ് നമുക്ക് ലൊക്കേഷൻ പറയുമ്പോൾ നമ്മൾ അവിടെ പോയാലേ പ്രൊഡക്റ്റ് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇൻകൺവീനിയന്റ് ആണ് കുറച്ചും കൂടി. ഇനി ഇങ്ങനത്തെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നല്ല ഇൻവെസ്റ്റ്മെന്റ് ആവശ്യം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ മെറിറ്റും ഡിമെറിറ്റും ഓൾറെഡി പറഞ്ഞ പോർഷൻസ് തന്നെയാണ്, നന്നായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി ചെയിൻ സ്റ്റോഴ്സ് മൾട്ടിപ്പിൾ ഷോപ്സ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് ബാറ്റ ഷൂസ്, അതുപോലെ KFC, മെക്ഡൊണാൾഡ് ഒക്കെ കൊടുത്തേക്കുന്നുണ്ട്. അതെ, ഒരു ഓണർഷിപ്പിലെങ്കിൽ ഒരു മാനേജ്മെന്റിൽ
യൂണിഫോം ഷോപ്പുകൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു വെറൈറ്റി ഓഫ് പ്രൊഡക്റ്റ് വിൽക്കുന്ന ഷോപ്പാണിത് ജനറൽ സ്റ്റോർ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഷോപ്പ് എന്ന് പറയുന്നത്. ഫീച്ചർ നോക്കുക, അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് ലൊക്കേഷൻ, കൺവീനിയന്റ് ലൊക്കേഷൻ നമ്മുടെ വീടിനടുത്തായിക്കോളൂ. അതുപോലെ അവരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കും, ഹെഡ് ഓഫീസ് എല്ലാ പ്രൊഡക്റ്റും വാങ്ങിച്ചിട്ട് ഓരോ ബ്രാഞ്ചിന് കൊടുക്കും. ഇനി സെൻട്രലൈസ്ഡ് കൺട്രോൾ, ഹെഡ് ഓഫീസ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക. അടുത്തത് ക്യാഷ് ആൻഡ് ക്യാരി അവിടെ കടം പറയാൻ ഏർപ്പാടില്ല, പൈസ കൊടുത്താൽ കൊണ്ടുപോകാം. അടുത്തത് ഐഡന്റിക്കൽ ഓപ്പറേഷൻ. എല്ലായിടത്തും ഒരേ, ഇപ്പൊ നിങ്ങൾ റിലയൻസിൽ തന്നെ കയറിയാൽ നോക്കിക്കോ, എല്ലായിടത്തും ഒരേ യൂണിഫോം ആയിരിക്കും, എല്ലാ ഒരേ ഷേപ്പിലായിരിക്കും കടകളും കാര്യങ്ങളും ഉണ്ടാവും. നെക്സ്റ്റ് അടുത്തത് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫീസിന് ശരിക്കും പറഞ്ഞെങ്കിൽ ചെയിൻ സ്റ്റോർ ആണ് സാറേ. നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങൾ നമ്മുടെ എല്ലാ എല്ലാവരും പോലത്തെയാണ്. നെക്സ്റ്റ് അടുത്തത് അഡ്വാൻറ്റേജസ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ. ഓൾറെഡി പറഞ്ഞു, ഹെഡ് ഓഫീസാണ് പ്രൊഡക്റ്റ് മേടിക്കുക, എന്നിട്ട് ബാക്കി ബ്രാഞ്ചിൽ കൊടുക്കുകയാണ്. ഇനി മിഡിൽ മെൻസിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കടം പറയുന്ന പരിപാടിയില്ല. ഒരു സ്ഥലത്തെ ഗുഡ്സും ബാക്കി കഴിയുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വിൽക്കാൻ പറ്റും. റിസ്ക് ഇങ്ങനെ എല്ലായിടത്തും വ്യാപിപ്പിക്കാൻ പറ്റും. കോസ്റ്റ് കുറവായിരിക്കും, ഫ്ലെക്സിബിൾ, എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓർത്ത് വെക്കുക. ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഒരു ലൈൻ ഓഫ് പ്രൊഡക്റ്റ് മാത്രം ഡീൽ ചെയ്യും അല്ലെ. അതുപോലെ തന്നെ ഇനീഷ്യേറ്റീവ്സ്, നമ്മുടെ ബ്രാഞ്ച് മാനേജറുടെ ഇനീഷ്യേറ്റീവ്സ് വളരെ കുറവായിരിക്കും. ലോസ് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കടം ഇല്ലാത്തത് നമ്മളുടെ ഷോൺ സാറിനെ പോലത്തെ ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. അപ്പൊ ഡിസഡ്വാൻറ്റേജസും കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സും മൾട്ടിപ്പിൾ ഷോപ്സും. നമ്മളെ കണ്ണില് പോകും. ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സും മൾട്ടിപ്പിൾ ഷോപ്സും ഡിഫറൻസ് പഠിക്കാം. ഓക്കെ, അപ്പൊ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് എന്ന് പറയുമ്പോൾ നോക്കാം, മൾട്ടിപ്പിൾ ഷോപ്സ് അങ്ങനെയല്ല, ഓൺലി വൺ ലൈൻ ഓഫ് പ്രൊഡക്റ്റ് മാത്രം വിൽക്കത്തുള്ളൂ. ഇനി ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ ആയിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റും വർക്ക് ചെയ്യുന്നത് ഒരേ പ്രൈസിൽ തന്നെ ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഇവിടെ അങ്ങനെയല്ല. ഡിഫറെന്റ് ബ്രാഞ്ചസുകൾ അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലേസിലായിരിക്കും ബിസിനസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത നോക്കാം. കണ്ണും കാട്ടില്ലേ ഷോൺ സാർ മുടുക്കനാ. ഇല്ലാട്ടോ മക്കളെ, ടെക്നിക്കലി കുറച്ച് പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഹയസ്റ്റ് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ഇവിടെ കൂടുതലായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, കോസ്റ്റ് ഓപ്പറേഷൻ വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ബിഗ് സിറ്റീസിലായിരിക്കും എപ്പോഴും ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ്. അങ്ങനെയല്ല, നമ്മുടെ വീടിനടുത്തൊക്കെ ആയിരിക്കും. ബിഗ് സിറ്റീസ് ഒന്നും അല്ല, നമ്മുടെ റെസിഡൻസ് ഏരിയസിലായിരിക്കും. ഇനി ഇവിടെ ആണെങ്കിലോ ഇനി എന്തായിരിക്കും, ഇവിടെ കൂടുതലായിരിക്കും. കാരണം ഒരു വിമാനം അങ്ങനെ പൊട്ടിപ്പോകല്ലേ, ഇടപ്പള്ളി പ്രശ്നം വരികയാണെങ്കിൽ മൊത്തം പൊട്ടിപ്പോകും. അപ്പൊ ഇതേപോലെയാണ് അവിടെ റിസ്ക് കൂടുതലുണ്ട്. അങ്ങനെയല്ല, പല സ്ഥലങ്ങളിലായതുകൊണ്ട് റിസ്ക് നമുക്ക് ഇതിനെ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ യൂണിഫോം പ്രൈസ്. ഇവിടെ അങ്ങനെയല്ല, എല്ലാം ഒരേ പ്രൊഡക്റ്റ്, എല്ലാം ഒരേ കാര്യങ്ങൾ. അപ്പൊ എന്താണ് യൂണിഫോം പ്രൈസിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി പഠിക്കേണ്ട പോർഷൻ ആണ് മെയിൽ ഓർഡർ ഹൗസസ്. മക്കളെ നോക്കാം, മെയിൽ ഓർഡർ ഹൗസസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് മെയിൽ വഴി അല്ലെങ്കിൽ എന്താണ് ഈ പാഴ്സ് കൊറിയർ വഴിയൊക്കെ വിൽക്കുകയാണെങ്കിൽ എന്താണ്, അത് മെയിൽ ഓർഡർ ഹൗസസ് ആണ്. നമുക്ക് എന്ത് നോക്കാം, ആമസോൺ, ഫ്ലിപ്കാർട്ട്. കാരണം നമ്മള് ഫോണിലൂടെയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് മെയിൽ വഴിയാണ് അവർക്ക് ഓർഡർ പ്രോസസിംഗും കാര്യങ്ങളൊക്കെ വരുന്നത് മെയിൽ ഓർഡർ ഹൗസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആകെമായിട്ട് എടുത്തുള്ളൂ എന്തൊക്കെ പേയ്മെന്റ് റിസീവ് ചെയ്യാൻ പഠിക്കുക. പൈസ നമുക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റും, പൈസ ബാങ്ക് വഴി അയക്കാൻ പറ്റും, പൈസ നമുക്ക് പോസ്റ്റ് വഴി അയക്കാൻ പറ്റും. വാല്യൂ പേയ്ഡ് ബൈ പോസ്റ്റ് ഓർത്ത് വെക്കുക. BVP ഈസ് എന്താണ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് എന്താണ് മെയിൽ ഓർഡർ ഹൗസ് ആണെന്ന് ഓർത്ത് വെച്ചേക്കും. ഇതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ. ഇനി അടുത്തതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോഴ്സ്. നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ ചാപ്റ്ററിൽ കൺസ്യൂമർ സൈറ്റ് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതേ പ്രിൻസിപ്പൽ ബേസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റോർ ആണ് എന്ത്, കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ. അതായത് മെയിൻ ആയിട്ട് കസ്റ്റമേഴ്സിന് പൈസ കുറവില് പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള സ്റ്റോർ ആണ് എന്ത്, കൺസ്യൂമർ കോപ്പറേറ്റീവ്. ഓൾറെഡി നിങ്ങൾ ആ സൊസൈറ്റി പഠിച്ച പോയിന്റ്സ് പഠിക്കാൻ ശ്രമിക്കാം. ഒന്നാമതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ലയബിലിറ്റി വളരെ കുറവായിരിക്കും, പ്രൈസ് സാധാരണ കുറവായിരിക്കും, അതേപോലെ തന്നെ ക്യാഷ് സെയിൽസ്. ഓക്കെ, ഇനി ഡിസഡ്വാൻറ്റേജ് വേണമെങ്കിലോ ഇനിഷ്യേറ്റീവ്സ് വളരെ കുറവായിരിക്കും, കാരണം അവർക്ക് ലാഭം കുറവാണ്. നെക്സ്റ്റ് ഫണ്ടിന്റെ ഷോർട്ടേജ് പലപ്പോഴും വരും. സോ ആവശ്യത്തിന് ഗുഡ്സ് എടുക്കാൻ പറ്റത്തില്ല. ട്രെയിനിങ് കാര്യങ്ങളൊന്നും ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ പാവപ്പെട്ട ആളുകളായിരിക്കും ബിസിനസ് എടുത്ത് അല്ലെ. അപ്പൊ എന്താണ് ട്രെയിനിങ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇതൊക്കെ ഓർത്ത് വെച്ചേക്കാം. അടുത്തത് ആണ്, എന്തായാലും പഠിച്ചു വെക്കാം മക്കളെ. ശ്രദ്ധിക്കുക, അണ്ടർ വൺ റൂഫില് സെൽഫ് സർവീസ് ബേസിൽ ഗുഡ്സ് ആൻഡ് സർവീസ്, വൈഡ് വെറൈറ്റി ഗുഡ്സ് ആൻഡ് സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ലാർജ് സ്കെയിൽ റീറ്റെയിൽ സ്റ്റോർ ആണ് സൂപ്പർ മാർക്കറ്റ്. അപ്പൊ നോട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്, ഇവിടെ സെൽഫ് സർവീസ് ആണ് മെയിൻ. അതുപോലെ അണ്ടർ വൺ റൂഫിലാണ് വൈഡ് വെറൈറ്റി ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിൽക്കും. സെറ്റാണ് കൈവശിക്കാൻ ചെയ്ത് മാർക്കറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ ഫീച്ചർ നോക്കാം. ഒന്നാമതായിട്ട് കൺസ്യൂമർ ഗുഡ്സ് ആണ് വിൽക്കുക. കൺസ്യൂമറിന് വേണ്ട എല്ലാ ഗുഡ്സും വിൽക്കും. നെക്സ്റ്റ് അടുത്തത് വൈഡ് വെറൈറ്റി പ്രൊഡക്റ്റ്, കസ്റ്റമേഴ്സിന് വേണ്ട ഗുഡ്സ് എല്ലാം തന്നെ അണ്ടർ വൺ റൂഫിൽ അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് അടുത്തത്
സെൻട്രൽ ലൊക്കേഷനിലായിരിക്കും ഇത് ഉണ്ടാവുക. പിന്നെ പ്രൈസ് വളരെ കുറവായിരിക്കും. ക്യാഷ് ആൻഡ് ക്യാരി ബേസിസ് നമ്മൾ തന്നെ പോയിട്ട് സാധനം പിടിക്കാൻ പോവാ. അടുത്ത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പറയുമ്പോൾ നോക്കാം. എന്താണ്? വൺ റൂഫ് ആൻഡ് ലോ കോസ്റ്റ് ആയിരിക്കും, സെൻട്രൽ ലൊക്കേഷനിലായിരിക്കും, വൈഡ് സെലക്ഷൻ ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്, കടം പറയാൻ ഏർപ്പെടുത്തില്ല, അതേപോലെ തന്നെ അത് ഒരുപാട് വാങ്ങിച്ചിട്ടാണ് കസ്റ്റമേഴ്സിന് ലാഭം ഉണ്ടായിരിക്കും. ഇനി ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിലോ, ഒന്നാമത് കസ്റ്റമേഴ്സിന് കടത്തിന് കിട്ടൂല, രണ്ടാമത്തത് കസ്റ്റമേഴ്സിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കെയർ ഇല്ല, മൂന്നാമത്തത് നമ്മളെ പോലത്തെ കസ്റ്റമറൊക്കെ മേടിച്ചിട്ട് പോയി നോക്കിയിട്ട് പ്രൊഡക്റ്റ് നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ്? ഹ്യൂജ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ഇവിടെ ആവശ്യമാണ്. അപ്പൊ ഇത് കോർത്ത് വെച്ചേക്കാം. ഇത് വളരെ മക്കളെ വീണ്ടും പറയാണ്, സൂപ്പർ മാർക്കറ്റ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ്, ചെയിൻ സ്റ്റോഴ്സ്, ഇത്ര എണ്ണത്തിന്റെ ഫീച്ചറും ഡിമെറിറ്റും അടക്കം നിങ്ങൾ മെറിറ്റും ഡിമെറിറ്റും അടക്കം പഠിക്കണം. കാരണം എസ് ചോദിച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ മക്കളെ? നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് എക്സാം എടുത്തപ്പോ അതിന്റെ ആൻസർ അയച്ചില്ലേ, ആൻസർ കിട്ടിയില്ല നിങ്ങൾക്ക്. അതില് എസ് എന്റെ ഫോർമാറ്റ് ഉണ്ടായിരുന്നു, കണ്ടില്ലേ? കണ്ടെന്ന് കളഞ്ഞിട്ടുണ്ടാവുമല്ലേ? ആൻസർ കീയുടെ ഫോർമാറ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിൽ എസ് എക്ക് ഹെഡിങ്, അതുപോലെ ടോപ്പിക്, ഇതിന്റെ കൺക്ലൂഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേ ഫോർമാറ്റിൽ മാക്സിമം എഴുതാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വെൻഡിങ് മെഷീൻ എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സിന് അതെ, ഇവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ. അപ്പൊ ഇതേപോലെ എന്താണ് വെൻഡിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ പ്രീ പാക്ഡ് ഐറ്റംസ് കൂടുതലായിട്ട് ഒരേ സൈസിലും ഒരേ ക്വാണ്ടിറ്റിയിലും ഉള്ള കൂൾ ഡ്രിങ്ക്സ് അത് വിൽക്കുന്ന ഒരു ന്യൂ ഫോം ഓഫ് റീറ്റെയിലിംഗ് ആണ് എന്ത് വെൻഡിംഗ് മെഷീൻ. നമുക്കൊരു കോയിൻ വെച്ചിട്ട് ടോക്കൺ വെച്ചിട്ട് ഓപ്പൺ ചെയ്യുക എന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കി വെക്കുക. ഒന്നാമതായിട്ട് യൂണിഫോം സൈസിലും അല്ലെങ്കിൽ എന്താണ് പ്രീ പാക്ഡും ആയ ചെറിയ പ്രൈസിന് ഐറ്റം മാത്രമേ വിൽക്കാൻ പറ്റത്തുള്ളൂ. ATM പോലെയാണ് 24 hours എയർപോർട്ടിലൊക്കെ ഉണ്ട് സാറേ. വളരെ എളുപ്പമാണ്, കാരണം ഇവിടെ ആർക്കും എഫർട്ട് അധികം ഇടേണ്ട ആവശ്യമില്ല. ഇനി ഡിസഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, അതിന് നല്ല ചെലവുണ്ടല്ലേ. ഒരു ATM മെഷീൻ ഇടുന്ന പോലെ തന്നെ ഇങ്ങനെ ഒരു മെഷീൻ വെക്കണം, അതിനകത്തുള്ള സാധനങ്ങൾ എക്സ്പയർ ആയി എന്നൊക്കെ നോക്കാൻ ആളെയും കാര്യങ്ങളൊക്കെ ഒക്കെ വരും. അതേപോലെ തന്നെ ആയിരിക്കും പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ എടുത്തു നോക്കി കണ്ട് എക്സ്പയർ ഒക്കെ നോക്കി മനസ്സിലാവുള്ളൂ എന്താണ് സാധനം അല്ലെ, തിരിച്ചു കൊടുക്കാനും പറ്റത്തില്ല. അതാണ് പോസിബിൾ അല്ല. ക്ലിയർ അല്ലേ മക്കളെ? അപ്പൊ ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് വെൻഡിംഗ് മെഷീനിൽ വരുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് സ്നാക്സ് ഇടാം, ന്യൂസ് പേപ്പർ ഇടാം, അല്ലെ, ചോക്ലേറ്റ്സ് ഇടാം, അങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ, കൈ ഓക്കെ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ഇന്റർനാഷണൽ ബിസിനസ് 1 1 ഉം 2 ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്റർനാഷണൽ ബിസിനസ് നമുക്ക് 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എന്നാണ്. ഇന്റർനാഷണൽ കഴിഞ്ഞു, ഇത് ഇന്റർനാഷണൽ ആയി അല്ലെ. ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, 2 or 3 കൺട്രീസ് ഒരുമിച്ച് കൂടി ചേർന്നിട്ട് പ്രൊഡക്റ്റ് വിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ എന്താണ് പേറ്റന്റ് കൈമാറുന്നു, അവരുടെ ട്രേഡ് മാർക്ക് കൈമാറുന്നു, അവരുടെ എല്ലാ സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ട് കൈമാറുകയാണെങ്കിൽ അതിനാ എന്താ പറയാ, ഇന്റർനാഷണൽ ബിസിനസ്. ഓക്കെ, അപ്പൊ അത് മീനിങ് വിളിച്ചു വെച്ചേക്കാം. ഇനി ഇന്റർനാഷണൽ ബിസിനസ്സിൽ വരുന്ന ഇമ്പോർട്ടൻസ്. ഇന്റർനാഷണൽ ബിസിനസ് വേണോ വേണ്ടേ? വേണം. ഒന്നാമതായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടാൻ വേണ്ടി ഇന്റർനാഷണൽ ബിസിനസ് വേണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ റിസോഴ്സസ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട്. ഓർഗനൈസേഷന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ, ഒരുപാട് ഐറ്റംസ് ഡൈവേഴ്സിറ്റി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് കപ്പാസിറ്റി കൂട്ടാനും ഇന്റർനാഷണൽ ബിസിനസ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ അല്ലെ, തൊട്ടപ്പുറത്തുള്ള ആളെക്കാളും നന്നായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ബിസിനസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഇന്റർനാഷണൽ തമ്മിലുള്ള വ്യത്യാസം നോക്കിയാലോ? ഇത് എന്തായാലും പഠിക്കണം മക്കളെ. ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ ഡിഫറൻസ്. ഫസ്റ്റ് ബയേഴ്സ് ഇവിടെ ഡിഫറെന്റ് കൺട്രിയിലെ ആയിരിക്കും. ഇവിടെയാണെങ്കിലോ ഇവിടുത്തെ മിഡിൽമെൻ ഒക്കെ എന്റെ നാട്ടിലത്തെ അതേ ആൾക്കാരൊക്കെ തന്നെയായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, ഡിഫറെന്റ് കൺട്രിയിലെ ആളുകളായിരിക്കും മിഡിൽമെൻസ് എന്ന് പറയുന്നത്. ഇവിടെ അതെ, ഇവിടെ ഒരു രാജ്യത്തിന്റെ അകത്ത് തന്നെ എന്റെ പ്രൊഡക്ട്സും ഫാക്ടേഴ്സും എല്ലാം എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാനൊക്കെ അവർക്ക് ഇവിടെ അങ്ങനെയല്ല. ലേബേഴ്സിനായാലും ഫാക്ടേഴ്സ് ആയാലും വേറെ രാജ്യങ്ങൾക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്തുണ്ടാകും, റെസ്ട്രിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ്. ഇപ്പൊ തന്നെ യുദ്ധം വന്ന് നമുക്ക് കിട്ടാത്ത അവസ്ഥയും കാര്യങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് അടുത്തത് ഇവിടുത്തെ ചന്തകളും വിപണികളും കാര്യങ്ങളും എല്ലാം എന്തായിരിക്കും, ഹോമോജനസ് നേച്ചർ, എല്ലാവരും സെയിം ടു സെയിം ആയിരിക്കും. ഇവിടെ അങ്ങനെയല്ല, 2 രാജ്യങ്ങളാകുമ്പോൾ ആ രാജ്യത്തിന്റെ മാർക്കറ്റ് നോക്കണം, കസ്റ്റമർ ടേസ്റ്റ് നോക്കണം. സോ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹോമോജിനിറ്റി കുറവായിരിക്കും, ഹെട്രോജീനിയസ് ആയിരിക്കും. അത് നോട്ട് ചെയ്തിട്ട് അതെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് സിസ്റ്റവും ഇവിടെ നടത്തുന്ന പ്രാക്ടീസുകളും കാര്യങ്ങളൊക്കെ ഹോമോജനസ് നേച്ചർ. കാരണം എന്താ, നമ്മൾ തന്നെ നടത്തുന്ന ബിസിനസ് അല്ലേ, അപ്പൊ ഏകദേശം ഇന്ത്യ ആറ്റുന്ന സെയിം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ബിസിനസും സിസ്റ്റംസും എങ്ങനെയാണ്, ഡിഫറെന്റ് ആയിരിക്കും. ഇനി അടുത്ത് പറയുകയാണെങ്കിലോ, പൊളിറ്റിക്കൽ സിസ്റ്റം പറയുകയാണെങ്കിൽ ഒരു കൺട്രിയുടെ മാത്രം നോക്കിയാൽ മതി. മറ്റേതാണെങ്കിലോ 2 കൺട്രിയുടെ നോക്കണം. കറൻസി ആണെങ്കിലോ ഇവിടെ അങ്ങനെയല്ല, 2 കൺട്രിയുടെ നോക്കേണ്ടി വരും. ക്ലിയർ അല്ല മക്കളെ? ഇനി ഈ ചാപ്റ്റർ പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് ബെനിഫിറ്റ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ടു നേഷനും ഫേം പഠിക്കാം. ഫേമിന് നാഷണൽ ആണെങ്കിൽ എന്ത് കിട്ടും,
ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുമ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടും, നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി കൂടും, അതുപോലെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടും, നമ്മുടെ റിലേഷൻഷിപ്പുകൾ നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ, മറ്റു രാജ്യങ്ങളായിട്ടുള്ള റിലേഷൻ ഉണ്ടായിരിക്കും. ഇനി ഫേമിലാണെങ്കിലോ അവർക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടും, അവരുടെ പ്രൊഡക്ഷൻ കൂടും, അവരുടെ വിഷൻ ഒക്കെ കൂടും. ഓക്കെ, ഇനി അടുത്തത് ഷുവർ ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് മോഡ്സ് ഓഫ് എൻറ്ററിംഗ് ടു ഇന്റർനാഷണൽ ബിസിനസ്. ഒന്നാമതായിട്ട് എക്സ്പോർട്ട്, ദെൻ ഇമ്പോർട്ട്, പിന്നെ എന്താണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് വരുന്നുണ്ട്, സർവീസസ് ഫ്രാഞ്ചൈസിങ് വരുന്നുണ്ട്. അപ്പൊ നോക്കാം മക്കളെ, ഫസ്റ്റ് ഇമ്പോർട്ടും എക്സ്പോർട്ടും നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ ഫോറിൻ കൺട്രിയിലേക്ക് വിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എക്സ്പോർട്ട് പറയാം. നമ്മൾ അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിലോ അത് ഇമ്പോർട്ട് ആണ്. അതാണ് ഏറ്റവും സിംപിളസ്റ്റ് വേ. അടുത്തതാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്. കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് പറയുന്ന വേറൊരു പേരാണ് ഔട്ട്സോഴ്സിംഗ്. ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പുറത്തുള്ള ഒരു രാജ്യത്തിലെ എന്താണ് ഏതെങ്കിലും ലോക്കൽ മാനുഫാക്ചർ ആയിട്ട് എന്താണ് കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് നമ്മൾ വിൽക്കുകയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ അതിനാണ് പറയാ കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് പറയാം. അടുത്ത ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും ആണ്. ലൈസൻസിങ് ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുമ്പോൾ ഒരു പുറത്ത് രാജ്യത്തെ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടെ കൊണ്ട് വിൽക്കുമ്പോൾ അവരുടെ ട്രേഡ് മാർക്കും ടെക്നോളജി നമ്മൾ റോയാലിറ്റി കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് അവരുടെ അതേ എന്താണ് ഒരു ബ്രാൻഡിൽ വിൽക്കുകയാണെങ്കിൽ അതിനാണ് എന്ത് പറയാ, ലൈസൻസിംഗ് എന്ന് പറയാ. ഫ്രാഞ്ചൈസിംഗ് എന്ന് പറയുമ്പോൾ അവരുടെ സെയിം സാധനം തന്നെ ആയിരിക്കും, പക്ഷെ നമ്മൾ വിൽക്കുന്നതില് നമ്മൾ വേറെ ഒന്നും സ്റ്റീൽ ചെയ്യുന്നുണ്ടാവില്ല, അത് സർവീസ് ആയിരിക്കും. ഇത് പ്രൊഡക്റ്റ് ആണെങ്കിൽ സർവീസ് ആണ്. അവരുടെ സർവീസ് നമ്മൾ ഇതേപോലെ റോയാലിറ്റി കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ പ്രൊഡക്ഷൻ നടത്തി നമ്മൾ തന്നെ ചെയ്യാണ്. ഇവിടെ അവർക്ക് സർവീസ് നമ്മൾ ഇതേപോലെ റോയാലിറ്റി കൊടുത്ത് വാങ്ങിച്ച് വിൽക്കുകയാണെങ്കിൽ എന്താണ് അത് ഫ്രാഞ്ചൈസിംഗ് ആണ്. അപ്പൊ നിങ്ങൾ ഗുഡ്സ് വിറ്റാൽ ലൈസൻസിങ്ങും പ്രൊഡക്റ്റ് വിറ്റാൽ ഫ്രാഞ്ചൈസിംഗ് ആണെന്ന് ഓർത്ത് വെക്കുക. രണ്ടിനും എന്താണ് പുറത്തെ രാജ്യത്തെ പ്രൊഡക്റ്റിന്റെ എന്താ മേടിക്കും നമ്മള് മേടിക്കാം, ട്രേഡ് മാർക്കും അതുപോലെ തന്നെ ടെക്നോളജി മേടിക്കും, റോയാലിറ്റി ഒരു ഫീസ് കൊടുത്തിട്ടായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മേടിക്കുക. ക്ലിയർ ആണല്ലേ? ഇത് എന്തായാലും പഠിക്കണോ, പഠിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ പോരെ അലക്സേ? ഓക്കെ, നെക്സ്റ്റ് അടുത്ത ജോയിന്റ് വെഞ്ചർ. ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ഉള്ള രണ്ട് കമ്പനികൾ കൂടി ചേർന്നിട്ട് ഒരു പുതിയ ഫേം ആയിട്ട് മാറിയിട്ട് ഓൾറെഡി നമ്മള് VI വോഡാഫോൺ അതല്ലേ, ഓൾറെഡി വോഡാഫോണും ഐഡിയയും കൂടി ആയിട്ട് കുറച്ചുകൂടെ ടെലികോം കുറച്ച് അടിപൊളിയിലേക്ക് മാറ്റി അല്ലെ. അപ്പൊ ഇതേപോലെ എന്തെങ്കിലും ഒരു മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി രണ്ട് കമ്പനികൾ കൂടി മെർജ് ആയിട്ട് എന്താണ് ഫോം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താ പറയാ, ജോയിന്റ് വെഞ്ചർ എന്ന് പറയാം. റിസ്കി പ്രൊജക്ട് കൂടുതൽ ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറേ, കുറച്ചും കൂടി റിസ്ക് പ്രൊജക്ട് ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് ഹോളി ഓണേഡ് സബ്സിഡിയറി കമ്പനി. നമുക്ക് വേണമെങ്കിൽ പറയാം ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പറയാം. അതായത് നമ്മളൊരു കമ്പനി പോയിട്ട് ഫോറിനിൽ ഒരു കമ്പനി പോയിട്ട് എന്ത് ചെയ്യുക, അവരുടെ ഫുൾ ഷെയർ വാങ്ങിച്ചിട്ട് ആ കമ്പനി നമ്മളുടേതാക്കി മാറ്റാം. അതിനാണ് എന്ത് പറയാ, ഹോളി ഓണേഡ് സബ്സിഡിയറി കമ്പനി പറയാ. ഏത് കമ്പനിയാണ് അക്യൂർ നമ്മൾ എന്ത് പറയും, അതിനെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ആരാ അക്യൂർ ചെയ്യുക, അതിന് ഹോളി ഓണേഡ് എന്ന് പറയും. ക്ലിയർ ആണ്? അപ്പൊ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കണം മക്കളെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് പഠിച്ചില്ലെങ്കിലും മോഡ്സ് ഓഫ് എൻറ്ററിംഗ് ടു ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കുക. അതുപോലെ തന്നെ പഠിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർനാഷണൽ ബിസിനസ്സും ഡൊമസ്റ്റിക് ബിസിനസ് പഠിക്കുക, അതിന്റെ ബെനിഫിറ്റ് പഠിക്കുക. ഇത്ര നിങ്ങൾ ഷുവർ ആയിട്ട് ചാപ്റ്റർ പഠിക്കണം. സെറ്റാണെങ്കിൽ കൈവശിക്കാൻ ഓക്കെ ആണെങ്കിൽ ഓക്കെ അല്ലേ? ഇനി 12ാമത്തെ ചാപ്റ്റർ കൂടി നമ്മൾ വേഗം ഒന്ന് പറഞ്ഞു പോകാണ്. ഈ ചാപ്റ്ററിലും ആകെ രണ്ടിനും കൂടി ആകെ 5 മാർക്ക് പറയേണ്ടത് 5 മാർക്കുകൾ മക്കളെ. ചാപ്റ്റർ 1നും 2നും കൂടി 5 മാർക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് എക്സ്പോർട്ടിന്റെ ഇമ്പോർട്ടിന്റെ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ എന്താ എക്സ്പോർട്ട് എന്താ ഇമ്പോർട്ട് നിങ്ങൾക്ക് അറിയാം, അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. എക്സ്പോർട്ടിന്റെ ഏതെങ്കിലും ഒരു മിനിമം ഒരു 5 ഉണ്ടെങ്കിലും 6 പഠിച്ചാൽ ഓൾറെഡി ഇനി പറയണില്ലല്ലേ. എൻക്വയറി നടത്തുക, ഓർഡർ മേടിക്കാം, ക്രെഡിറ്റ് വർത്ത് ചെക്ക് ചെയ്യുക, ലൈസൻസ് എടുക്കുക, ഷിപ്മെന്റ് ഫിനാൻസ്, അങ്ങനെ 14 പ്രൊസീജിയർ ഉണ്ട്. ഏതെങ്കിലും 4 പഠിച്ചു വെച്ചേക്കാം. 4 6 പഠിച്ചു വെച്ചേക്കാം. ഓക്കെ അല്ലേ? ഇനി അതിന്റെ ഡോക്യുമെന്റ്സ് നോക്കാം. ഡോക്യുമെന്റ്സ് നോക്കാം. ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വരുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ നമ്മൾ എടുക്കണം, അപ്പൊ അതൊക്കെ എന്താന്ന് നോക്കി പോകണ്ട മക്കളെ. പിന്നെ ബിൽ ഓഫ് ലാൻഡിംഗ് വേണ്ടി വരുന്ന ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അതേപോലെ പറയാൻ ഇൻഷുറൻസ്. ഇതിന് മക്കളെ നോട്ട് ചെയ്യാം. ഈ ഡോക്യുമെന്റ്സ് പറയുന്നതിന് മുൻപ് ഇമ്പോർട്ടിന്റെ കൂടി പ്രൊസീജിയർ പറഞ്ഞു പോകുന്നുണ്ട്, എന്നിട്ട് പറഞ്ഞു പോകട്ടെ. ഡോക്യുമെന്റ്സ് നോക്കാം. ഫസ്റ്റ് നോക്കാം. നെക്സ്റ്റ് പ്രൊസീജിയർ നോക്കാം. 10 ഇമ്പോർട്ടന്റ് 10 പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു 5 ഇവിടെ പഠിച്ചു വെക്കാം. ട്രേഡ് എൻക്വയറി, ഇമ്പോർട്ട് ലൈസൻസ് എടുക്കുക, ഫോറിൻ എക്സ്ചേഞ്ച് ഏൺ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഓർഡർ പ്ലേസ് ചെയ്യുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വാങ്ങിച്ചെടുക്കുക. അതുപോലെ അങ്ങനെ ഒരു 5 എന്താണ് പ്രൊസീജിയർ ഇവിടെ നിന്ന് പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും 5 സ്റ്റെപ്സ് വേഗം പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നിങ്ങൾ അതിന്റെ ഡോക്യുമെന്റ്സ് നോക്കി പോകുന്ന പോർഷൻസ് ആണ്. ഡോക്യുമെന്റ്സ് വേഗം സാധനം. ഫസ്റ്റ് ഡോക്യുമെന്റ് വരുന്നത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ്. ഫസ്റ്റ് ഡോക്യുമെന്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇമ്പോർട്ടർക്ക് എന്ത് കൊടുക്കണം, ഇമ്പോർട്ടർ കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കുന്നു കാണിക്കാൻ വേണ്ടി എക്സ്പോർട്ടർ കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ക്ലിയർ അല്ലേ? പേയ്മെന്റ് കൊടുക്കും എന്ന്
എക്സ്പോർട്ടർക്ക് ഉറപ്പ് കിട്ടുന്ന ഡോക്യുമെന്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ഇറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഇമ്പോർട്ടേഴ്സ് ബാങ്ക്. അത് കൂടി ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു കുറച്ച് ഗുഡ്സ് ഇവിടെ ഉണ്ടാക്കി നമ്മൾ അമേരിക്കയിലുള്ള സാറിന് വിറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഗുഡ്സ് ഇന്ത്യയിലാണ് ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഡോക്യുമെന്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ. എവിടെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. അടുത്താണ് മെയ്റ്റ് റെസിപ്റ്റ്. മക്കളെ ഇത് ഇമ്പോർട്ടന്റ് ആണ്. മെയ്റ്റ് റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മെയ്റ്റ്, ദാറ്റ് മീൻസ് ക്യാപ്റ്റൻ, ഷിപ്പിന്റെ ക്യാപ്റ്റൻ അടക്കുന്ന ഡോക്യുമെന്റ് ആണ് മെയ്റ്റ് റെസിപ്റ്റ്. അതായത് നമ്മളുടെ ഷിപ്പിൽ ഗുഡ്സ് പോർട്ടിൽ നിന്ന് ഷിപ്പിലേക്ക് കയറ്റിയിട്ടുണ്ട്, ഇന്ന ഗുഡ്സ് ആണ്, ഇന്ന ദിവസം എത്തുന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് നമ്മുടെ മെയ്റ്റ് അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഉണ്ടാക്കുന്ന ഡോക്യുമെന്റ് ആണ് മെയ്റ്റ് റെസിപ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാറിപ്പോകരുത്. അടുത്ത ബിൽ ഓഫ് ലേഡിംഗ്. മക്കൾ ശ്രദ്ധിക്കുക, ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സ്പോർട്ട് ഡോക്യുമെന്റ് ആണ് കേട്ടോ, എക്സ്പോർട്ട് ഡോക്യുമെന്റ് ആണ്. ബിൽ ഓഫ് ലേഡിംഗ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് കറക്റ്റ് ആയിട്ട് ഷിപ്പിൽ കയറ്റി അയച്ചിട്ടുണ്ടെന്ന് നമ്മുടെ ഷിപ്പിംഗ് കമ്പനി എടുക്കുന്ന ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് ലേഡിംഗ്. മെയ്റ്റ് അങ്ങനെയല്ല, ക്യാപ്റ്റൻ ഡോക്യുമെന്റ് ആണ് മെയ്റ്റ് റെസിപ്റ്റ്. വേണം. അടുത്തത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും എത്ര ചെലവായി എന്ന് നമ്മൾ ഒഫീഷ്യൽ ഉണ്ടാക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. സെറ്റ് ആണോ മക്കളെ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് അടുത്തത് മറൈൻ ഇൻഷുറൻസ്. മറൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് എന്താണ് കടൽ ചാൻസ് ഉണ്ട് അല്ലെ, അപ്പൊ അത് അറിയാൻ വേണ്ടി നമ്മൾ ഇൻഷുറൻസ് എടുക്കും. അതിനാണ് ഇത് പറയാ മറൈൻ ഇൻഷുറൻസ്. പറ്റില്ല. അടുത്തതാണ് ബിൽ ഓഫ് എൻട്രി. ശ്രദ്ധിക്കാം മക്കളെ, ബിൽ ഓഫ് എൻട്രി ഇത്രയും നേരം പറഞ്ഞ ഡോക്യുമെന്റില് ബിൽ ഓഫ് എൻട്രി മാത്രം എന്താണ്? ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ്. ബാക്കിയെല്ലാം എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇമ്പോർട്ട് ഡോക്യുമെന്റ് ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കുക, ബിൽ ഓഫ് എൻട്രി മാത്രം എഴുതി വെക്കുക. ബിൽ ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് കയ്യിൽ എന്ത് വേണം? ബിൽ ഓഫ് എൻട്രി വേണം. ആരാണ് കൊടുക്കുക? കസ്റ്റംസ് ഓഫീസ് ആണ് ബിൽ ഓഫ് എൻട്രി കൊടുക്കുക. അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി എത്രയാണെന്ന് അസസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് ബിൽ ഓഫ് എൻട്രി. ഈ ഡോക്യുമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കണം, കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കണം. നമുക്ക് എന്ത് കിട്ടും? ഗുഡ്സ് റിലീസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പൊ കസ്റ്റംസ് ഓഫീസ് എന്താണ്? നമ്മുടെ ഇമ്പോർട്ടർക്ക് കസ്റ്റംസ് ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കാനുള്ള കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് എന്ത്? ബിൽ ഓഫ് എൻട്രി. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഒരുപാട് ഡോക്യുമെന്റ് ഉണ്ട്, ഇത്രയും ഡോക്യുമെന്റ് എന്തായാലും പഠിച്ചേ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ഈ എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും സഹായിക്കുന്ന കുറച്ചു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഒന്നാമതായിട്ട് വേൾഡ് ബാങ്ക്, അടുത്തത് IMF, WTO അല്ലെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. അതിന്റെ ഫുൾ ഫോം കൊടുത്തു മക്കളെ. ഫസ്റ്റ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് യുദ്ധം മൂലം അല്ലെ നശിച്ചുപോയ രാജ്യങ്ങളുടെ എക്കോണമി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ, ഇറിഗേഷൻ, വാട്ടർ, ട്രാൻസ്പോർട്ടേഷൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ സ്പെസിഫൈ പ്രൊജക്ടിന് വേണ്ടി ലോണൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ മേഖലയിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് സഹായിക്കുന്നത്, മെയിൻ ആയിട്ട് ഡെവലപ്ഡ് അല്ലാത്ത രാജ്യങ്ങളെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ വേൾഡ് ബാങ്ക് ആണ്. ക്ലിയർ മക്കളെ? വേൾഡ് ബാങ്ക് ഇതിന് സഹായിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ട്രേഡിന് സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, IMF. IMF എന്ന് പറയുന്നത് മക്കളെ മെയിൻ ആയിട്ട് നമ്മൾ ഫോറിൻ ട്രേഡ് നമുക്ക് എന്ത് വേണം? ഫോറിൻ എക്സ്ചേഞ്ച് വേണം അല്ലെ. അപ്പൊ ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടാത്ത രാജ്യങ്ങൾക്ക് ഫോറിൻ എക്സ്ചേഞ്ച് കടം കൊടുക്കുന്ന ആരാണ്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. ക്ലിയർ അല്ലേ? അടുത്തതാണ് WTO. WTO എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്താണ്? എക്സ്റ്റേണൽ ട്രേഡ്, ഫോറിൻ ട്രേഡിൽ വരുന്ന തടസ്സങ്ങൾ എടുത്തു മാറ്റുക. അതായത് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടെങ്കിൽ സെറ്റിൽമെന്റിലൂടെ മാറാം. അതുപോലെ കുറെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാക്കുക. ഇതൊക്കെ ഉണ്ടാക്കുക നമ്മുടെ WTO ആണ്. അപ്പൊ ഇത്രയും ഓർഗനൈസേഷൻ ആണ് ഫോറിൻ ട്രേഡിനെ സഹായിക്കുന്ന ഓർഗനൈസേഷൻ. ക്ലിയർ കൈവശിക്കാൻ ചോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ചാപ്റ്ററിലെ ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിട്ട് പഠിക്കുക, സ്റ്റെപ്സ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഒരു 5 എണ്ണം വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞ എന്താണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒക്കെ കാര്യങ്ങൾ പഠിക്കാം. സെറ്റാണ് കൈവശിക്കാൻ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ചാപ്റ്ററിൽ നിങ്ങൾ നാളെ ഇരുന്ന് ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ആണ് 7 ആദ്യം പഠിക്കാം, 8 പഠിക്കാം, 10 പഠിക്കാം. ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ടേ ബാക്കി പഠിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്നൊരു 6 ചാപ്റ്ററോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ വേഗം ഒന്ന് ചോദിക്കാം. ചോദിച്ചോടാം. ഈ മറ്റേ നമ്മുടെ ലൈസൻസിങ് റോയൽറ്റി എന്നിട്ട് സംഭവം മനസ്സിലായി.